Good evening, all. Hello, good evening. Audible അല്ലേ? Good evening, ma'am. Audible ആണ്. ഓക്കെ ഓക്കെ. ആരും ക്യാമറ ഓൺ ചെയ്തിട്ടില്ല അല്ലെ? വീഡിയോ ഓൺ ചെയ്തിട്ടില്ല. ഓക്കെ. ഷഫ്ന, ഷഹാന, ഫൈറൂസ്, മനാല്. ഓക്കെ. നിങ്ങളുടെ ഇന്റേൺഷിപ്പിനെ കുറിച്ചൊക്കെ സാറ് പറഞ്ഞല്ലോ അല്ലെ? ഓഫ്ലൈൻ ക്ലാസ്സിന് പോയപ്പോ പറഞ്ഞില്ലേ ഇന്റേൺഷിപ്പിനെ കുറിച്ച്? നിങ്ങൾക്ക് ജാനുവരി ഒരു ലാസ്റ്റ് ആവുമ്പോ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പൊ ജാനുവരിയിൽ മേ ബി നമുക്ക് രണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ നമ്മൾ വെക്കും. അസസ്മെന്റ് പാർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാന് ഒരു 1 മന്ത് പീരീഡ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി പോവാൻ റെഡി ആയിരിക്കുക കേട്ടോ. അതായിരിക്കും നിങ്ങളുടെ റിയൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കുട്ടികളുടെ അടുത്ത് പോകുമ്പോൾ അതൊക്കെ എങ്ങനെ വർക്ക് ആവുന്നോ അത് വർക്ക് ആവില്ല എന്നൊക്കെ മനസ്സിലാവുന്ന ടൈം അപ്പോഴായിരിക്കും. അപ്പൊ അതിന് നമ്മള് LD ക്ലാസ്സുകളൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. നോട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കണം കേട്ടോ. എന്താണ് ഓരോ അവസ്ഥകൾ, എന്താണ് എങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. ഓക്കെ. അപ്പൊ ഞാൻ അന്ന് കഴിഞ്ഞ ക്ലാസ് സാറായിരുന്നു അല്ലെ? ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ലേണിംഗ് തിയറിയിലെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എടുത്തിരുന്നു. ഇനി അതിന്റെ തന്നെ അടുത്ത ലേണിംഗ് തിയറിയാണ് ഒപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ തിയറി. ഓക്കെ. ഇന്ന് നമ്മൾ അതാ പറയുന്നത്. ഞാൻ അന്ന് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സോറി നിങ്ങൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും ഒപ്പറന്റ് കണ്ടീഷനിങ്ങും അതുപോലെ സോഷ്യൽ ലേണിംഗ് തിയറിയും തറോ ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം നിങ്ങളുടെ അടുത്ത് വരുന്ന കുട്ടികള് ഈ ഒരു ലെവലിലാണ് പലതും ലേൺ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു ലെവലിൽ തന്നെ ഈ ഒരു കാര്യം മനസ്സിലാക്കി ഈ ബേസിൽ തന്നെയാണ് നമ്മൾ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം പാവ്ലോയുടെ തിയറി പറഞ്ഞു. ഇനി നമുക്ക് BF സ്കിന്നറുടെ തിയറി പറയാം കേട്ടോ. BF സ്കിന്നർ എന്നാണ് ഇയാളുടെ പേര്. ഇയാൾ ഒരു അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്, ബിഹേവിയറിസ്റ്റ് ആണ്. ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറിസം തിയറി കൊണ്ടുവന്ന ആളുകളെ പറയുന്നത്. അതുപോലെ സോഷ്യൽ ഫിലോസഫർ ആണ്. ഇയാളുടെ തിയറി എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് ബാക്കി ഏരിയയിലേക്ക് പോയി. ഇയാളുടെ തിയറി ഒരു എലിയിലാണ്. അതായത് ഇയാളുടെ എക്സ്പെരിമെന്റ് എലിയിലാണ് നടത്തിയത്. നമ്മള് പാവ്ലോയുടെ എക്സ്പെരിമെന്റ് എവിടെയാണ് നടത്തിയത്? ഡോഗില് അല്ലെ? ഇത് എലിയിലാണ്. സ്കിന്നറിയൻ ബോക്സ് എന്നാണ് ഈ ഒരു എലിന്റെ എക്സ്പെരിമെന്റ് നടത്തിയ ഈ ബോക്സിന് പറയാ കേട്ടാ. വീഡിയോ പ്ലേ ആവുന്നുണ്ടോന്നൊന്ന് നോക്കണേ. നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടോ? സൗണ്ട് കേട്ടില്ല. വീഡിയോ ജസ്റ്റ് ഒന്ന് പ്ലേ ആയി. ഓക്കെ. എന്നാ ഞാൻ ഒന്ന് പ്ലേ ആക്കി തരാം. നിങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ. ഇതുവരെ കണ്ടതെന്ന് എന്തെങ്കിലും മനസ്സിലായോ? ഇവിടെ എന്തെങ്കിലും നടക്കണം, ഒബ്സർവ് ചെയ്ത് പറഞ്ഞാൽ മതി. അതിൽ എന്തെങ്കിലും നടക്കുന്നത്. അവസാനം എന്താ കണ്ടത് അതില്? ബട്ടൺ ഇങ്ങനെ മാറി മാറി പ്രസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഉള്ളിലേക്ക് തലയിട്ട് നോക്കുന്നുണ്ട്. ഓക്കെ. എലി ഇങ്ങനെ ബട്ടൺ പ്രസ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് തലയിട്ട് നോക്കുന്നുണ്ട് അല്ലെ? അത് മനസ്സിലായി. ഓക്കെ. നമുക്ക് സ്കിന്നറിയൻ ബോക്സ് പറഞ്ഞ ഈ ബോക്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഓക്കെ. സ്കിന്നർ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ ഒരു എലിയിലെ എക്സ്പെരിമെന്റ് നടത്തി. എലിയിലെ ഒരു ഗ്രില്ല് ഈ ഇതില് പിക്ചറിൽ കാണുന്ന മാതിരി എലിയുടെ ആ ബോക്സില്, ആ എലിപ്പെട്ടിയില് താഴെ കുറച്ച് ഗ്രിഡ് വെച്ചിട്ടുണ്ട്. അതായത് കുറച്ച് ഇലക്ട്രിഫൈഡ് ഗ്രിഡ്, അതിലേക്ക് കറണ്ട് കൊടുക്കാൻ പറ്റുന്ന, ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന ചെറിയൊരു ഗ്രിഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ പുറത്തൊരു ഇവിടെ ഒരു ലിവർ കണ്ട. ഈ പിക്ചറിൽ ഇവിടെ ഒരു ലിവർ ഉണ്ട്. ആ ലിവർ തട്ടിക്കഴിഞ്ഞാല് ഇവിടെ പുറത്ത് വെച്ച ഫുഡ് ആ ലിവർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് കിട്ടും. എലിയുടെ ഫുഡ് പാലറ്റ്സ് അങ്ങോട്ട് ആ ലിവർ തട്ടിക്കഴിഞ്ഞാൽ വരും.
ഇവിടെ ഒരു റെഡ് ലൈറ്റും ഉണ്ട്, ഗ്രീൻ ലൈറ്റും ഉണ്ട്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു ലൗഡ് സ്പീക്കേഴ്സ്. ഈ സ്കിന്നർ ബോക്സില് എലി ഇങ്ങനെ കുറേ കൂട്ടിലിട്ട് കിടന്ന സമയത്ത് എലീനെ ഒന്നും കൊടുക്കാതെ കുറെ പരീക്ഷിക്കുന്നത്. അപ്പൊ എലി ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നപ്പോ അറിയാതെ ഈ ലിവറിൽ എലിയുടെ കാല് തട്ടി. അറിയാതെ കേട്ടോ, അറിയാതെ ഉണ്ടായ റെസ്പോൺസ് ആണ്. അതിനെ നമുക്ക് എലിസിറ്റഡ് റെസ്പോൺസ് എന്ന് പറയും. അറിയാതെ ഉണ്ടായത്, ഒരാൾ ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല, എവിടെയോ തട്ടി. അപ്പൊ അതുമ്മ തട്ടിയപ്പോ ഫുഡ് ഉള്ളിലേക്ക് വന്നു. ഓക്കെ, അപ്പോ ആ അറിയാതെ തട്ടിയ ഫുഡ് കിട്ടിയ സമയത്ത് എലി ലേൺ ചെയ്തു. അവിടെ എലിക്ക് പെട്ടെന്ന് റിവാർഡ് കിട്ടിയില്ലേ, ഒരു റെസ്പോൺസ് ഉണ്ടായോട് കൂടി ആയിരുന്നു. അറിയാതെ തട്ടിയെങ്കിലും തട്ടിയ ഉടനെ ഫുഡ് കിട്ടി, അവിടെ റിവാർഡ് പോലെ ആ ഫുഡ് കിട്ടി. അപ്പൊ പിന്നെ എലി അറിഞ്ഞുകൊണ്ട് ഇടക്കിടക്ക് ആ ലിവറിൽ, അതാണ് നിങ്ങൾ ആ ആദ്യത്തെ വീഡിയോയിൽ കണ്ടത്, ഒരു ഭാഗത്ത് പോയി പ്രസ് ചെയ്യണു, ഫുഡ് ഇവിടെ കിട്ടുന്നു, കണ്ടില്ലേ? റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ എലി ഇങ്ങനെ ഈ ഒരു ഈ ഒരു ലിവറിൽ ഇടക്കിടക്ക് ടച്ച് ചെയ്തുകൊണ്ടിരുന്നു. അപ്പൊ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ വന്നു. പക്ഷെ ഓവറായിട്ട് ഫുഡ് കഴിക്കണ കണ്ടപ്പോ എലീനെ ലേൺ ചെയ്ത് കൊടുത്തത് എന്താണ്? എലി ലേൺ ചെയ്തത് എന്താ? അവിടെ തട്ടിയ ഫുഡ് വരും എന്നുള്ളത്. പക്ഷെ ഓവറായിട്ട് ഫുഡ് കഴിക്കണ കണ്ടപ്പോ പതുക്കെ ആ ഇലക്ട്രിഫൈഡ് ഗ്രിഡില് ചെറിയ ഷോക്ക് കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, ഈ ഷോക്കിന്റെ കൂടെ തന്നെ അക്കോമഡേറ്റ് ചെയ്ത് വന്നത് എന്താന്ന് വെച്ചാൽ റെഡ് ലൈറ്റ് കത്തുകയാണെങ്കിൽ ഷോക്ക് കൊടുക്കാൻ തുടങ്ങി. റെഡ് ലൈറ്റ് കത്തുമ്പോഴും ആ ഒരു എലി ലിവറിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഷോക്ക് കൊടുക്കും. ഗ്രീൻ ലൈറ്റ് കത്തുന്ന സമയത്താണ് ലിവറിൽ ടച്ച് ചെയ്യുന്നതെങ്കിൽ ഷോക്ക് കൊടുക്കൂല. ക്ലിയർ ആയോ? എക്സ്പെരിമെന്റ് എന്താ, ക്ലിയർ ആയോ? ഇത് പല രൂപത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എലി അറിയാതെ തട്ടിയതാണ്. അറിയാതെ തട്ടിയപ്പോ അറിയാതെ ഫുഡ് വന്നു. പക്ഷെ ഫുഡ് വന്ന റിവാർഡ് കാരണം ആ ഒരു ബിഹേവിയർ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങി. പക്ഷെ ആ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്ത സമയത്ത് സ്കിന്നർ എന്ത് ചെറിയ പണിഷ്മെന്റ് കൊടുത്തു. അപ്പൊ ആ പണിഷ്മെന്റ് കൊടുത്തപ്പോ ആ സ്വഭാവം ഇങ്ങനെ കുറച്ച് കുറഞ്ഞു വന്നു. ഇതാണ് സ്കിന്നറുടെ എക്സ്പെരിമെന്റ്. ഈ എക്സ്പെരിമെന്റ് തന്നെ ഞാൻ പറയാതെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. സ്കിന്നർ എന്താണ് പ്രൂവ് ചെയ്തത് എന്ന് വെച്ചാല്, നമുക്ക് ഉണ്ടാവുന്ന നല്ല ബിഹേവിയർ ഉണ്ടല്ലോ, അറിയാതെ വരുന്ന ഡിസയേർഡ് ബിഹേവിയർ, നല്ല ബിഹേവിയറിനെ നമുക്ക് ഡിസയേർഡ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ബിഹേവിയർ എന്ന് പറയാം. ഈ ബിഹേവിയറിനെ റിവാർഡ് സിസ്റ്റത്തിലൂടെ സ്ട്രെങ്തൺ ചെയ്യാൻ പറ്റും. ഒരു വ്യക്തിയിൽ ഉണ്ടാവുന്ന അൺഡിസയേർഡ് ബിഹേവിയർ, ഇഷ്ടപ്പെടാത്ത ബിഹേവിയറിനെ പണിഷ്മെന്റിലൂടെ വീക്കൻ ചെയ്യാൻ പറ്റും. നിങ്ങൾ വീട്ടിലൊക്കെ പ്രയോഗിക്കലില്ലേ? ഇല്ലേ മക്കളെ? സ്റ്റാറൊക്കെ കൊടുത്തിട്ട് കുട്ടികൾ എങ്ങനെയും ഒന്ന് ഓവർക്ക് ചെയ്തോട്ടെ, അല്ലെങ്കിൽ പരീക്ഷയ്ക്കൊന്ന് ഇരുന്ന് പഠിക്കട്ടെ എഴുതിയിട്ട് നമ്മൾ ആവശ്യമാണെന്ന് കരുതിയിട്ട് നമ്മൾ പരീക്ഷയ്ക്ക് ജയിച്ചാൽ ഗിഫ്റ്റ് വാങ്ങിത്തരാന്ന് പറയും. ആ ഒരു റിവാർഡ് കൊടുക്കുന്നതിലൂടെ അവരെ സ്വഭാവത്തെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പണിഷ്മെന്റ് കൊടുക്കുന്നതിലൂടെ അവരെ സ്വഭാവത്തെ ഇല്ലാതാക്കാൻ പറ്റും. ഇനി നമുക്കിത് തിയറിയിലേക്ക് പോവാം കേട്ടോ. ഈ എക്സ്പെരിമെന്റ് ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണല്ലോ? ഒപ്പറന്റ് കണ്ടീഷനിങ് തിയറി എന്നാണ് ഇതിനെ പറയാ. വളരെ സിമ്പിൾ തിയറിയാണ്. BF സ്കിന്നറുടെ തിയറിയാണ്. ആർ ടൈപ്പ് തിയറി എന്നും പറയാറുണ്ട്. ഇതിന് ആർ ടൈപ്പ് എന്ന് പറയുന്നത് റെസ്പോൺസ് ടൈപ്പ് കണ്ടീഷനിങ് എന്നാ പറയുന്നത് കേട്ടോ. നമ്മൾ ആദ്യം പഠിച്ച ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിനെ SR കണ്ടീഷനിങ് എന്നാ പറയാം. സ്റ്റിമുലസ് റെസ്പോൺസ്. അവിടെ നമ്മളൊരു സാധനം കൊടുത്തിട്ട് അതിന്റെ റെസ്പോൺസിനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഉണ്ടായ ഒരു റെസ്പോൺസിനെ പിന്നെ നമ്മൾ ഷേപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനെ തന്നെ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് എന്നും പറയാറുണ്ട്. ഈ ഒരു പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആകെ ഒരു ഫർസാറിനെ കാണുന്നുണ്ട് ഞാൻ. പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ, 4 പേപ്പേഴ്സ് ഉണ്ടെങ്കിലും PGDMLD-കാർക്ക് 4 പേപ്പറും ഡിപ്ലോമക്കാർക്ക് 3 പേപ്പറുമാണ് ഉള്ളത്. പക്ഷേ റിട്ടേൺ എക്സാം ആയിട്ട് PG ഡിപ്ലോമ ആയാലും ഡിപ്ലോമ ആയാലും 3 പേപ്പറേ വരുന്നുള്ളൂ. 4ാമത്തെ പേപ്പർ നിങ്ങളുടെ പ്രാക്ടിക്കൽ പേപ്പറാണ്. ഓക്കെ, ഈ പ്രാക്ടിക്കൽ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാര്യത്തെയാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇതിവിടെ പറയാൻ കാരണം, ബാക്കിയുള്ള ഒരു പേപ്പറിലും നമ്മുടെ മാർക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റൂല. ഇന്റേണൽ മാർക്സിന് വാല്യൂ ഇല്ല. കാരണം നിങ്ങൾ എഴുതിയിട്ട് തന്നെ 100 മാർക്ക് വാങ്ങണം. 100 മാർക്ക് ഫുള്ള് വാങ്ങണം എന്നില്ല കേട്ടോ. റാങ്കിനൊക്കെ 100 വാങ്ങിയാൽ മതി. 100ൽ 40 കിട്ടിയാൽ നിങ്ങൾ ജയിക്കും.
പക്ഷെ ഈ പ്രാക്ടിക്കൽ പേപ്പറിൽ ഏറ്റവും കൂടുതൽ വാരി വരുന്നത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലക്ച്വേഷൻ വരുന്നത് നിങ്ങളുടെ പ്രാക്ടിക്കൽ പേപ്പറിലാണ്. അതിന്റെ ഒരു റീസൺ എന്താന്ന് വെച്ചാല് നിങ്ങളുടെ കോഴ്സിലെ ക്ലാസിന്റെ പാർട്ടിസിപ്പേഷന്, നിങ്ങളുടെ ഇന്ററാക്ഷന്, നിങ്ങൾ പറഞ്ഞ വർക്ക് കൃത്യമായി ചെയ്യുന്നത്, ഇതിനൊക്കെ ഇന്റേണൽ മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആ പ്രൊവൈഡ് ചെയ്യുന്ന മാർക്ക് നിങ്ങളുടെ പ്രാക്ടിക്കലിനാണ് ഇട്ട് തരിക. ഓക്കെ, അതിപ്പോ ഞാൻ പറയാൻ കാരണം നിങ്ങളുടെ ഈ ക്ലാസിന്റെ ആക്ടിവേഷൻ എത്രത്തോളം ഉണ്ട് അതൊക്കെ നിങ്ങളുടെ മാർക്കിനെ, ഇന്റേണൽ മാർക്കിനെ ബാധിക്കും. മേ ബി 1-2 മാർക്കിനൊക്കെ നിങ്ങൾക്ക് റാങ്ക് പോവാം. നമ്മുടെ അക്കാദമി തന്നെ നമ്മൾ റാങ്ക് ഫിക്സ് ചെയ്യാറുണ്ട്. അതായത് ഉള്ള സ്റ്റുഡൻസിൽ തന്നെ ഏറ്റവും ടോപ്പ് ഉള്ളത് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ അവാർഡൊക്കെ കൊടുക്കാറുണ്ട്. 1-2 മാർക്കിനൊക്കെ പോകുമ്പോൾ അത് ലാസ്റ്റ് പേപ്പറിൽ പോയാൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഓൺലൈനിൽ പ്രസന്റ് ആവാത്തതുകൊണ്ടാണ്. ഓഫ്ലൈനിൽ വരണമെന്ന് യാതൊരു നിർബന്ധം ഞാൻ പറയുന്നില്ല, മാക്സിമം വരിക. കാരണം ഇതിന് ഒരു ഓൺലൈൻ ഫെസിലിറ്റി ഞാൻ നമ്മൾ തന്നതാണ്. അപ്പൊ ആ ഓൺലൈൻ ക്ലാസ്സിലിരിക്കുമ്പോൾ ക്യാമറ ഓൺ ചെയ്ത് എന്താന്ന് ചോദിച്ചാൽ ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, ഒന്നുമില്ലെങ്കിൽ നിങ്ങളെ കാണിച്ചിരെങ്കിലും ആണ് കേട്ടോ. അതിനനുസരിച്ചാവും അവർ മാർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. ഓക്കെ, ഇവിടെ 2 ടൈപ്സ് റെസ്പോൺസ് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് മനസ്സിലാക്കുക. എലിസിറ്റഡ് റെസ്പോൺസ് ആൻഡ് എമിറ്റഡ് റെസ്പോൺസ്. എലിസിറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയാതെ ഉണ്ടാവുന്ന റെസ്പോൺസ് ആണ്. എമിറ്റഡ് പറഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടി വല്ലാണ്ട് ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല, വല്ലാതെ അങ്ങോട്ട് നിങ്ങൾക്ക് തന്നെ ഒരു അത്ഭുതം എപ്പോഴെങ്കിലും ചെയ്താല് എന്നുള്ള രൂപത്തില്. ഒരു ദിവസം ഈവനിങ്ങിൽ നിങ്ങളടുത്ത് കുട്ടി നല്ല നീറ്റായിട്ട്, ഭയങ്കര നീറ്റായിട്ട് ബുക്സിലെ എല്ലാ ഹോംവർക്കും കൃത്യമായിട്ട് ചെയ്ത്, നിങ്ങൾ പറയാതെ തന്നെ ചെയ്ത് നിങ്ങളടുത്ത് കിച്ചണിൽ കൊണ്ടുവന്ന് നിന്നിട്ട് ഉമ്മച്ചിയെ നോക്ക് ഹോംവർക്ക് ഒക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, അവിടെ ഉണ്ടായത് എലിസറ്റഡ് റെസ്പോൺസ് ആണ്. അതായത് അറിയാതെ ക്രിയേറ്റ് ചെയ്ത, ആ കുട്ടിക്ക് എന്തോ മൂഡ് തോന്നിയപ്പോ ചെയ്തതാണ്. ആ ഒരു മൂഡ് തോന്നിയപ്പോ ചെയ്ത റെസ്പോൺസിനെ പിന്നെ നന്നാക്കേണ്ടതും നന്നാക്കേണ്ടാത്തതും ഉത്തരവാദിത്തം അത് കാണുന്ന ഒരാളെടുത്ത്. ചിലപ്പോ ചില ആളുകൾ എന്താപ്പ തോന്നി, എന്താപ്പ പറ്റിന്ന് ചോദിക്കും. നമ്മളത് അത്ഭുതത്തോടു കൂടി പറയുന്നതാണ്. എന്താപ്പ പറ്റി, എന്താപ്പ തോന്നി എന്നൊക്കെ ചോദിക്കും. ഈ റെസ്പോൺസ് പലപ്പോഴും, അല്ലെങ്കിൽ ഈ ഒരു വർത്താനം അവരെ വീക്കൻ ചെയ്യുക. ഉമ്മാക്ക് വലിയ ഇതൊന്നുമില്ല, അപ്പൊ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെ തന്നത്. അന്നേരം ഭയങ്കരമായിട്ട് നമ്മൾ പ്രൈസ് ചെയ്യാണ്, അടിപൊളി, ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, എത്ര നന്നായിട്ട് ഈ എഴുതിയോ, എന്ത് രസമായിരിക്കണം, അല്ലെങ്കിൽ വെരി ഗുഡ്, എക്സലന്റ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കൊടുക്കുന്ന ആ ഒരു അപ്രീസിയേഷൻ ഉണ്ടല്ലോ, ആ അപ്രീസിയേഷൻ ആ അറിയാതെ ഉണ്ടായ ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യാൻ നമുക്ക് കഴിയും. അതേസമയം ഇതുവരെ വായിക്കാത്തൊരു കുട്ടി എന്തോ എന്ന് തോന്നിയിട്ട് ചിലപ്പോൾ സ്കൂളിൽ മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വന്നിരിക്കാവോ, ആ മോട്ടിവേഷൻ ഒക്കെ കേട്ട് ക്ലാസ് റൂമിൽ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് സ്റ്റഡി റൂമിൽ ബുക്ക് എടുക്കുമ്പോൾ നമ്മളിപ്പോ ആരോടെങ്കിലും വർത്താനം പറയുമ്പോൾ ചിലവന്മാര് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. കുട്ടികൾ പറയുന്നതാണ് കൗൺസിലിങ്ങിന് വരുമ്പോ. എങ്ങാനും പഠിക്കാൻ തോന്നിയ ഉമ്മാന്റെ റെസ്പോൺസ് ഇതാണ് എന്ന് പറയും. ഉമ്മാരെ പറയല്ലേ, ഉപ്പാരെ അല്ല. അപ്പൊ ബുക്ക് എങ്ങാനും എടുക്കുമ്പോ ഫോണിലൂടെ എന്താ ഇപ്പൊ പറ്റീന്ന് അറിയില്ല, ബുക്കൊക്കെ എടുത്തുകൊണ്ട് മഴ പെയ്യോന്നാവോ, നമ്മളത് പൊലിവില് പറയുന്ന, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ നമ്മൾ പൊലിവില് സന്തോഷത്തിൽ പറയണം. ഒരിക്കലും അതൊരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ പറയുന്നല്ല. പക്ഷെ പലപ്പോഴും നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഇന്നർ മീനിങ്ങോട് കൂടി അപ്രീഷിയേറ്റ് ചെയ്താൽ ആർക്കും മനസ്സിലാവില്ല. ഡിറക്റ്റ് മീനിങ്ങോട് കൂടി അപ്രീഷിയേറ്റ് ചെയ്യണം. ഇന്നതാ ഒന്നും പറയാതെ തന്നെ അടിപൊളിയായിട്ട് ഇരുന്ന് വായിക്കുന്നുണ്ട്, ഉഷാറായിക്കണമെങ്കിൽ സന്തോഷമായി. ഈ ഒരു വാക്ക് അവിടെ അപ്രീസിയേഷൻ ആണ്. മേ ബി പിന്നെ എപ്പോഴേലും തോന്നുമ്പോഴോ അല്ലെങ്കിൽ അത് തോന്നാനെങ്കിലും തോന്നും. ഓക്കെ, അതേസമയം നമ്മൾ അവിടെ എന്തെങ്കിലും എന്താ പറയാ, കുട്ടികളുടെ ഭാഷ പറഞ്ഞ ചൊറിച്ചിൽ വാക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്തിന് ഒപ്പറന്റ് കണ്ടീഷനിങ് തിയറി പഠിക്കണം എന്ന് കരുതിയാല് നമ്മുടെ അടുത്ത് കുട്ടികൾ വരുമ്പോ കുട്ടികളുടെ പല സ്വഭാവങ്ങളും ഇങ്ങനെ റെസ്പോൺസിനെ അറിയാതെ അറിഞ്ഞോ പല പാരന്റ്സും അല്ലെങ്കിൽ ടീച്ചേഴ്സും ഷേപ്പ് ചെയ്തിട്ട് ചിലപ്പോൾ നല്ലതായിട്ടുണ്ടാവും, ചിലപ്പോൾ മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ ആയിട്ടുണ്ടാവും. നല്ലതായിട്ടുണ്ടെങ്കിൽ നമ്മളടുത്ത് വരൂല, പൊതുവെ മാൽ അഡാപ്റ്റീവ് ബിഹേവിയറും കൊണ്ടാ വരിക. മാൽ അഡാപ്റ്റീവ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത പോലത്തെ ബിഹേവിയർ. ഹോംവർക്ക് ചെയ്യുന്നില്ല, റുട്ടീൻ ആക്ടിവിറ്റി ചെയ്യുന്നില്ല, രാവിലെ എണീക്കാൻ തന്നെ പിടിച്ച് പിടിച്ച് കുലുക്കി എണീപ്പിക്കണം. എണീറ്റ് കഴിഞ്ഞാൽ പല്ലേക്കൂല, പല്ലേച്ചാ ചായ കുടിക്കൂല പറയും, ചായ കുടിച്ചാൽ പറയും സ്കൂളിൽ പോവില്ല. അല്ലെങ്കിൽ അങ്ങനെ കണ്ടീഷൻ ചെയ്യുന്ന കുട്ടികൾ നിങ്ങൾക്ക് ഉണ്ടോന്നാവോ, കേട്ടിട്ടെങ്കിലും ഉണ്ടാവും നിങ്ങള്. പല്ല് തേക്കുക, അല്ലെങ്കിൽ ഞാൻ പല്ലേക്കാതെ, പല്ല് തേക്കണമെങ്കിൽ ഞാൻ സ്കൂളിൽ പോവില്ല, പല്ല് തേക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഓരോ കമന്റുകൾ. അതായത് പല്ല് തേക്കൂല എന്നാ പറയുന്നത്,
തേക്കാൻ നിർബന്ധിച്ചാൽ സ്കൂളിൽ പോകൂല. അങ്ങനെ അങ്ങനെ ഓരോ റുട്ടീനും, അത് കഴിഞ്ഞ് ഈവനിങ് പഠിക്കൂല, ബുക്ക് എടുത്തേക്കൂല, ഇങ്ങനെ അറിയാതെ ഉണ്ടായ ഒരുപാട് റെസ്പോൺസുകള് നെഗ്ലക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ പാരന്റ്സ് വിചാരിച്ചിട്ടും നടക്കാത്ത കുറെ റെസ്പോൺസും കൊണ്ട് കുട്ടികൾ നമ്മുടെ അടുത്ത് വരും. അപ്പൊ ഈ കുട്ടികളുടെ ഈ റെസ്പോൺസിനെ ഷെയ്പ്പ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ സൈക്കോളജിസ്റ്റുമാർക്കും ടീച്ചേഴ്സിനും ഉണ്ടായിരിക്കണം. പൊതുവെ ഇപ്പൊ പാരന്റ്സും ഒക്കെ ചെയ്യാറുണ്ടതും സ്കൂളിലൊക്കെ കൊടുക്കുന്ന സ്റ്റാർ സിസ്റ്റം ഓപ്പറന്റ് കണ്ടീഷനിങ്ങിന് ഒരു ഉദാഹരണമാണ്. അതായത് കുട്ടി ഒരു ബിഹേവിയർ ചെയ്യുമ്പോൾ ഒരു സ്റ്റാർ പെട്ടെന്ന് നല്ല നീറ്റായിട്ട് പെട്ടെന്ന് നോട്ട് കംപ്ലീറ്റ് ചെയ്ത ഒരു സ്റ്റാർ കൊടുക്കും. അപ്പൊ കുട്ടികൾ അതേപോലെ മറ്റു കുട്ടികൾ എന്ത് ചെയ്യും, വേഗം നോട്ട് കംപ്ലീറ്റ് ചെയ്യാനും വേഗം നീറ്റ് ആക്കാനും ട്രൈ ആകും. അപ്പൊ അവർക്ക് സ്റ്റാറിനുള്ള ആ ഒരു റിവാർഡിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ ബിഹേവിയറിനെ അവരിങ്ങനെ നന്നാക്കി കൊണ്ടുവരും. ചീത്ത പറയുന്നത്, ഷൗട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഒരു കുട്ടിയിൽ ഉണ്ടാവുന്ന ബിഹേവിയറിനെ നമ്മൾ പണിഷ് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് സ്കിന്നറുടെ തിയറിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിഹേവിയറിനെ, നല്ല ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്ത് റിവാർഡ് ചെയ്ത് നമുക്ക് സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയും. ബാഡ് ബിഹേവിയറിനെ പണിഷ്മെന്റ് കൊടുത്തിട്ട്, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. പണിഷ്മെന്റ് കൊടുത്തുകൊണ്ട് വീക്കൺ ചെയ്യാൻ കഴിയും എന്നുള്ളത്. നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലെ എന്തെങ്കിലും റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്യലുണ്ടോ വീട്ടില്? ചെയ്തിട്ടുണ്ടോ? വർക്കായിട്ടുണ്ടോ? ചെയ്യേണ്ടി വരലില്ലേ? നിങ്ങളെ കുട്ടികളൊക്കെ നല്ല കുട്ടികളാ? അല്ല കൊടുക്കാറുണ്ട്. മലയാളം അല്ല, ഞാൻ അങ്ങനെ കേട്ടപ്പോ ഞാൻ എന്റെ കുട്ടി മാത്രമാണോ അങ്ങനെ, നിങ്ങളതൊക്കെ എത്ര അല്ല പെർഫെക്റ്റ് അല്ല കുട്ടികളാണ്. അതെ, മൂത്ത രണ്ടുപേര് കുഴപ്പമില്ല, അവരെന്നാ വലിയ ക്ലാസ്സിലാണ്. ആ, അതുകൊണ്ട് ചെറിയ കുട്ടിയോ? ചെറിയ കുട്ടി 1ാം ക്ലാസ്സിലാണ്. ആൾക്ക് ആ, മലയാളം അറബിക്കും പഠിക്കാൻ കുറച്ച് മടിയാ. ബാക്കിയുള്ള വിഷയങ്ങൾ വലിയ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് മല- പഠിപ്പിക്കാൻ എന്താ ടെക്നിക്ക് എടുത്ത്? ആള് പടം വരക്കും, ആ, നന്നായി ഡ്രോ ചെയ്യും. അപ്പൊ അതിന്റെ അടിയിൽ അതിന്റെ പേര് മലയാളത്തിൽ എഴുതി തരാൻ പറഞ്ഞു. ഞാൻ എന്റെ മോനില് വർക്ക് ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യം അത്. അതെന്താണ് പിക്ക് എന്നുള്ളത് അടിയിൽ എഴുതിയിട്ട് അതിന്റെ പേര്. അപ്പൊ അവിടെ ഇംഗ്ലീഷിൽ എനിക്ക് എഴുതി തരണ്ട, കാരണം ഇംഗ്ലീഷ് ആൾക്ക് ഇഷ്ടമാണ്. ഇംഗ്ലീഷ് നന്നായിട്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. മലയാളമാണ് ഇഷ്ടമില്ലാത്തത്. അവൻ എനിക്ക് മലയാളത്തിൽ എഴുതി, അപ്പൊ എന്നോട് പറയണം മലയാളം വാക്കുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എഴുതാൻ. അവനത് കുട്ടികളെ പറഞ്ഞിട്ട് സാരില്ല. കാര്യമില്ല. അക്ഷരങ്ങള് ചഞ്ചഞ്ഞന്നൊക്കെ പറഞ്ഞ കുറച്ച് അക്ഷരങ്ങൾ ഉണ്ടല്ലോ കുട്ടികളെ ഇടങ്ങേറാക്കണേ, അതുകൊണ്ടാണ്. എന്നിട്ട് ഇപ്പൊ അപ്പൊ എഴുതുന്നുണ്ടാ, പഠിക്കുന്നുണ്ടാ കുറച്ചൊക്കെ? അപ്പൊ വലിയ കുഴപ്പമില്ല, കുറച്ച് മടി ഉണ്ട്, എന്നാലും വലിയ പ്രശ്നമില്ല. അങ്ങനെയൊക്കെ. പിന്നെ എന്തെങ്കിലും ആൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സർപ്രൈസ് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കൊണ്ടുവരുന്നു. ഞാനപ്പ ഇത് തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ച ആൾക്ക് പക്ഷെ അതൊന്നുമില്ല, നന്നായി വരക്കും, ഇംഗ്ലീഷൊക്കെ നന്നായി, എല്ലാം മലയാളം ഒഴികെ ബാക്കിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പെൻസിൽ ഗ്രിപ്പും എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട്, നന്നായിട്ട് അപ്പൊ വരക്കും. ലേണിംഗ് ഇഷ്യൂ ഒന്നും അല്ല, അത് സബ്ജക്റ്റിനോടുള്ള ഇഷ്ടക്കേടാണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പഠിക്കാൻ. എന്തിനാണെന്ന് ആ, അങ്ങനെ വളച്ച് ആ ആ ഒക്കെ എഴുതുമ്പോ നല്ല കഷ്ടപ്പാടുണ്ടല്ലോ, അത് വളച്ചൊക്കെ കൊണ്ടുവരണല്ലോ. അപ്പൊ അത് കുറച്ചിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ക്ഷമ എന്ന് പറയുന്നത് കുറച്ച് കുട്ടികള് ബുദ്ധിമുട്ടാണ്. നാട്ടിലല്ല മനാല്? അതെ അതെ. നാട്ടിൽ തന്നെയാ, അബ്രോഡ് അല്ലല്ലോ? ഇപ്പൊ നാട്ടിലാണ്. ആ, ഓക്കെ. അബ്രോഡ് വളർന്ന കുട്ടികളാണോ? ആള് ഇല്ലില്ല, ആള് ഇവിടെ ജനിച്ചത് അവിടെയാണ്. ഒരു 3 വയസ്സ് വരെയും അവിടെയായിരുന്നു, പക്ഷെ സ്കൂളൊക്കെ ഇവിടെ തന്നെയായിരുന്നു. ഓക്കെ, ഓക്കെ. ഇപ്പൊ നമ്മള് ചെറിയ കുട്ടികളാകുമ്പോ വലിയ കുട്ടികളിലതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റൂല. ചെറിയ കുട്ടികളിലൊക്കെ നിങ്ങൾ റിവാർഡ് സിസ്റ്റം ചെയ്തു നോക്കിയാൽ വലിയ കുട്ടികളിൽ വേറെ രൂപത്തിൽ ചെയ്യാട്ടോ. അപ്പൊ നമ്മളിലൊക്കെ റിവാർഡ് സിസ്റ്റം വർക്ക് ആവുന്നുണ്ട്. നമ്മളിൽ എങ്ങനെ റിവാർഡ് സിസ്റ്റം വർക്ക് ആവണമെന്ന് ആർക്കെങ്കിലും ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എവിടെങ്കിലും, പുറത്തോ വീട്ടിലോ എവിടെങ്കിലും നമ്മൾ സ്ത്രീകളിലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരിലൊക്കെ റിവാർഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ? നല്ല കമന്റ്സ് പറയുമ്പോ, ഫുഡ് നല്ല ആണെങ്കിൽ കമന്റ്സ് ആ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ. ശരി ചെയ്യണം. ഓക്കെ, അത് നല്ല ഇതാണ്. പക്ഷെ എപ്പോഴും അപ്രീസിയേഷൻ കിട്ടും. അങ്ങനെ അല്ലാതെ ഒരു സിസ്റ്റം ഞാൻ പറയട്ടെ, നമ്മൾ അറിയാതെ റിവാർഡ് സിസ്റ്റം നമ്മളിൽ വർക്ക് ആവുന്നത് ഉം, ഈ ഒരു ബിസിനസ് ഇതാണ്, സ്ട്രാറ്റജിയാണ്. ട്രെൻഡ്സ്, സുഡിയോ, LP, ലൂയിസ് ഫിലിപ്പ് ബ്രാൻഡഡ് കടകള് അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ.
ഈ സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ ഒരു തവണ പർച്ചേസ് ചെയ്താൽ നമ്മളെ പേരിൽ ഒരു കാർഡോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടിസിപ്പേഷനോ അവിടെ ഇതാക്കും. ഓക്കെ, ജസ്റ്റ് ട്രെൻഡ്സ് എടുക്കണ്ട, സുഡിയോ എടുക്കാം. സുഡിയോ കയറി നമ്മൾ പർച്ചേസ് ചെയ്തു. അപ്പൊ നമ്മളോട് പറഞ്ഞു, മാം നിങ്ങൾക്ക് 2 പോയിന്റ് കയറിയിട്ടുണ്ട് കേട്ടോ, ഫോണിൽ ചെക്ക് ചെയ്യാട്ടോ. പോയിന്റ് ആണ്. ഇത്രയും മുത്ത മനുഷ്യന്മാരായ 40-45 വയസ്സായ നമുക്ക് ആ പോയിന്റ് ഒരു പൊലിവാണ്. ആണെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല്, നെക്സ്റ്റ് ടൈം തുടക്കത്തിൽ ഇപ്പൊ കുറെ കുറെ കടകൾ വന്നുകൊണ്ട് അത് നിന്നു. എന്നാലും 2-3 കടകൾ അടുത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ ട്രെൻഡ്സ് ഉണ്ട്, സുഡിയോ ഉണ്ട്, മാക്സ് ഉണ്ട്. നമ്മൾ സുഡിയോയിൽ ഓൾറെഡി കയറി പർച്ചേസ് ചെയ്ത വ്യക്തികളും അവിടെ നമുക്ക് ഈ ഒരു മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈമും നമ്മൾ അവിടെ കയറി. ചില ആളുകൾ എത്ര പോയിന്റ് ആയിട്ട് ലൂയിസ് ഫിലിപ്പിലും അലൻസോളിയിലൊക്കെ എത്ര പോയിന്റ് ആയി എന്ന് ചോദിക്കാറുണ്ട്. ഈ ബിസിനസ് തന്ത്രം എന്താന്ന് വെച്ചാല്, നമുക്ക് ഇങ്ങനെ ഒരുപാട് ഒരു വാല്യൂ ഇല്ലാത്ത കുറെ പോയിന്റുകൾ നമുക്ക് തരും. ഈ പോയിന്റുകൾ ഒരു 100-120 ആവുമ്പോൾ അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. വളരെ ചെറിയ ക്യാഷ് ആയിരിക്കും, മേ ബി 200-300. നമ്മൾ എപ്പോഴും എപ്പോഴും പർച്ചേസ് ചെയ്താലും ഇത്രയും പോയിന്റ് കഴിഞ്ഞിട്ട് അത് റെഡീം ചെയ്യുന്ന സമയത്ത് ഒരു 200-250 ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്കത് വാല്യൂ ആണ്, കാരണം നമുക്ക് വെറുതെ കിട്ടുന്ന ഒരു സാധനം അല്ലെ. ഇതൊരു റിവാർഡ് സിസ്റ്റം ആണ്. ഇതിനെന്താ പറയാ വെച്ചാൽ ടോക്കൺ എക്കണോമി എന്നാ പറയാ. ബിസിനസ്സില് നമ്മളെ കൊണ്ടുവരാനുള്ള റിവാർഡ് സിസ്റ്റം ആണ്. അതായത് വീണ്ടും വീണ്ടും അവിടുന്ന് വാങ്ങുമ്പോൾ നമുക്ക് പോയിന്റ് കയറും. ഇത്രയും പോയിന്റ് ആയാല് നമുക്കറിയാം പോയിന്റിന് വാല്യൂ ഇല്ല, പക്ഷെ എന്നോ ഒരു സമയത്ത് ആ പോയിന്റിനെ നമുക്ക് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഈ സിസ്റ്റമാണ് കുറച്ച് വലിയ കുട്ടികളിൽ നമ്മൾ ചെയ്യേണ്ടത്. വളരെ ചെറിയ കുട്ടികളല്ലെങ്കിൽ ഒരു 5th-6th ശേഷമാണെങ്കിൽ സ്റ്റാർ തരാ, കവായ് സ്റ്റിക്ക് ഇപ്പൊ കേട്ടിട്ടുണ്ട്. അപ്പൊ കവായ് സ്റ്റിക്കർ ഒക്കെ കേട്ടാ, കണ്ടില്ലേ അതൊക്കെ? ചെറിയ മക്കളുള്ളവരടുത്ത് ഉണ്ടാവും. ലബൂബുവിന്റെ കുറെ കാർട്ടൂൺ ക്യാരക്ടർ, പെൺകുട്ടികൾക്ക് വേറെ ആൺകുട്ടികൾക്ക് വേറെ കവായ് സ്റ്റിക്കേഴ്സ് ഒക്കെ ആണ്. അപ്പൊ ക്ലിനിക്കിൽ വന്നാൽ തന്നെ ഗിഫ്റ്റ് ചോദിച്ചാൽ ആദ്യം പറയാം, നിങ്ങൾ കവായ് സ്റ്റിക്കർ വാങ്ങി തരുമെന്ന്. അതിനുശേഷം ഞാനിത് കടയിൽ പോയിട്ട് ഇത് എന്താന്നും കുറെ പർച്ചേസ് ചെയ്ത് വെച്ചത്. അപ്പൊ ഇതൊക്കെ ഒരു 5 ക്ലാസ്സിന് മുന്നേ ഉള്ള അല്ലെങ്കിൽ 6 വരെയുള്ള കുട്ടികൾക്കൊക്കെ വർക്കാവും. അതിന് മുകളിലേക്ക് ആവുമ്പോൾ മേ ബി അവരുടെ ആഗ്രഹങ്ങൾ വലുതായിരിക്കും. അപ്പൊ വലിയ ആഗ്രഹങ്ങൾ നമ്മൾ ഒരു സാധനം ഒരു കണ്ടീഷൻ ഇപ്പൊ നമ്മളോട് പറയണേ, ഞാൻ അതൊക്കെ ചെയ്യാം പക്ഷെ ഇത് ചെയ്ത ഇന്ന ഗിഫ്റ്റ് വരണം. അങ്ങനെ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാലും ആ കുട്ടി ആ ഗിഫ്റ്റിനോട് വേണ്ടി മാത്രം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കുറച്ച് പക്വത ഉള്ള കുട്ടികൾക്ക് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, എന്തൊരു കാര്യം ചെയ്യണമെങ്കിൽ ആ ചെയ്യുന്നത് ഒരു 30-60 പോയിന്റ് കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ ഇപ്പൊ 60 പ്രാവശ്യമെങ്കിലും അത് ചെയ്തിരിക്കണം. 60ക്കൊന്നും പോണ്ട, 21-30 തവണ ചെയ്തിട്ട് ആ 30 തവണ ചെയ്തു എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒരു ഗിഫ്റ്റിലേക്ക് അത് കൺവേർട്ട് ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്കിപ്പോ നിങ്ങളെ കുട്ടിക്കായാലും കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്നതിന് പകരം ആഹ് ഇപ്പോ മനാലിന്റെ കുട്ടി മലയാളം എഴുതാൻ മടി കാണിക്കും. മനാലിന്റെ കുട്ടിക്ക് നമ്മളൊരു വർക്ക്ഷീറ്റ് റുട്ടീന് പ്ലാൻ ചെയ്യാണ്. ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ സൈക്കോളജിസ്റ്റ് ആയാലും ടീച്ചർ ആയാലും പാരന്റ് ആയാലും കുട്ടിയുടെ പെർമിഷനോട് കൂടി വേണം വർക്ക്ഷീറ്റ് പ്ലാൻ ചെയ്യാൻ കേട്ടോ. ഈ കുട്ടികളുടെ ഒരു ധാരണ എന്താണോ, നമ്മൾ പറഞ്ഞിട്ട് ഒരു അനുസരിക്കുന്ന അവർക്ക് താങ്ങാൻ കഴിയാത്ത കാര്യമാണ്. അതായത് നമ്മൾ പറഞ്ഞിട്ട് ഒരു നന്നായി എന്നുള്ള അതിന്റെ ക്രെഡിറ്റ് ഇപ്പൊ നിങ്ങൾക്ക് കിട്ടൂലേ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. കുറച്ച് ബുദ്ധി വെച്ചാൽ ചോദിക്കും. നമ്മളിപ്പോ നിസ്കരിക്കും കുട്ടിയെ അല്ലെങ്കിൽ ഓതു കുട്ടിയെ എന്ന് പറഞ്ഞാൽ, ഞാൻ പോതിയിട്ട് ഈ പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്താൽ അതിന്റെ ക്രെഡിറ്റ് നിങ്ങൾക്കല്ലേ? എനിക്ക് തോന്നി ചെയ്യണം. പുതിയ ജനറേഷന്റെ തോട്ടുകളാണ്. അപ്പൊ നമ്മൾ ഓരടുത്ത് ഇരുത്തിയിട്ട് ചെയ്യേണ്ടത്, ഞാന് വിചാരിച്ചിരിക്കുന്നത്, നിനക്ക് ഏതായാലും മലയാളം അറിയുന്നില്ല, പക്ഷെ എഴുത്തും വായനയും കുറച്ച് ബേസിക് ആയിട്ടെങ്കിലും നമുക്ക് പഠിക്കണമല്ലോ. നീ ഡെയിലി ബേസിൽ ഇത്ര മലയാളം ലെറ്റേഴ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ തരുന്ന വർക്ക്ഷീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറയാതെ തന്നെ ചെയ്യുകയാണെങ്കിൽ നിനക്കൊരു ഗ്രീൻ സ്റ്റാർ കിട്ടും. ഞാൻ പറഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ റെഡ് സ്റ്റാർ കിട്ടും. ഞാൻ നിർബന്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു ബ്ലാക്ക് സ്റ്റാർ. അതായത് ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് ചെയ്യടാ ചെയ്യടാ എഴുതിയടാ എഴുതിയടാ ചോദിക്കുകയാണെങ്കിൽ റെഡ് സ്റ്റാർ കിട്ടും. ഡീലാണോ എന്ന് ചോദിച്ചിട്ട് ഡീലാക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക്ഷീറ്റ് ഒക്കെ ഇപ്പൊ ChatGPT ഒക്കെ ഉണ്ടായതുകൊണ്ട് ജസ്റ്റ് ഓന്റെ പേരൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ വെച്ചൊക്കെ ഉണ്ടാക്കാം. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ ചെയ്യാറുണ്ട്. ജെമിനിയും ChatGPT ഉണ്ടായിട്ട് അത് പ്രിന്റ് എടുത്തിട്ട് ഒരു 7 ഡേയ്സിന്റെ റുട്ടീന് കൊടുക്കുക. Day 1, Day 2, Day 3 ഈ വർക്ക് മാത്രം. എന്നിട്ട് ഡെയിലി നൈറ്റ് അവൻ അത് ചെയ്തതിന്റെ ഇന്റൻസിറ്റി അനുസരിച്ച് പറഞ്ഞു പറഞ്ഞു ചെയ്തതാണോ ഒറ്റക്ക് ചെയ്തതാണോ ജസ്റ്റ് പറഞ്ഞു ചെയ്തതാണോ അതിനനുസരിച്ച് സ്റ്റാറുകളുടെ കളർ മാറ്റിയിട്ട് കൊടുക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുട്ടീനോട് പറയണം, 30 ഡേയ്സ് നിനക്ക് അല്ലെങ്കിൽ 30 സ്റ്റാർ നിനക്ക്
ഗ്രീൻ സ്റ്റാർ ആണ് കിട്ടുന്നത് എങ്കിൽ, അതായത് ഒറ്റയ്ക്ക് ചെയ്താൽ ആ ഗ്രീൻ സ്റ്റാർ കിട്ടുക, 30 ഡേയ്സ് 30 ഗ്രീൻ സ്റ്റാർ കിട്ടുകയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്, നമ്മളോട് കുറെ കാലമായിട്ട് ഇത്തിരി വലുത് കിട്ടോ, ചെറിയ മിഠായി ഒന്നും കൊടുക്കരുത്, ആഗ്രഹിച്ചിരുന്ന ആ ഗിഫ്റ്റ് നിനക്ക് കിട്ടും. ഇനി ഗ്രീൻ അല്ല, നമ്മൾ ഇൻസിസ്റ്റ് ചെയ്തിട്ട്, അതായത് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എടാ ഓർമ്മല്ലേ ചെയ്യട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടി ചെയ്യുന്നത്, ഈ സെക്കൻഡ് ലെവൽ സ്റ്റാറാ കിട്ടുന്നത്. ആ സ്റ്റാർ ആണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ആ സ്റ്റാർ ഏകദേശം കുറച്ചുകൂടെ എണ്ണം കൂട്ടി പറയാം, കാരണം കുറച്ചുകൂടി ദിവസം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അതൊരു സെക്കൻഡ് ലെവൽ, ആ മീഡിയത്തിൽ ആ കുട്ടി നിൽക്കരുത്. ഏറ്റവും താഴ്ന്ന ബ്ലാക്ക് സ്റ്റാർ ആണെങ്കിൽ ഒരു ഗിഫ്റ്റും ഇല്ല. കുട്ടികൾ നല്ലൊരു വർക്കിംഗ് കണ്ടീഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണോ, പാരന്റ് കൺസിസ്റ്റന്റ് ആയിരിക്കണം. എന്തെന്നെ തിരക്ക് വന്നാലും ആ കുട്ടിയുടെ സ്റ്റാർ ബോർഡ് എടുക്കണം, ആ വർക്ക്ഷീറ്റ് എടുക്കണം, രാത്രി ഇതെടുക്ക് ജസ്റ്റ് ഒന്ന് ടിക്ക് ഇട്ട് കൊടുക്കണം, എന്താണോ അതിന്റെ കമന്റ് അതിനനുസരിച്ച് ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മളുടെ കൺസിസ്റ്റൻസി എപ്പോഴാണോ കുറയുന്നത് അപ്പൊ അവരുടെയും ത്വര കുറയും. ഇതൊരു ടോക്കൺ എക്കണോമി സിസ്റ്റം ആണ്. നമ്മളിപ്പോ ID കുട്ടികളിലൊക്കെ, ബുദ്ധിവൈകല്യമുള്ള കുട്ടികളിലൊക്കെ ഇത് നന്നായി, അതായത് ബുദ്ധി പോലും ഇല്ലാത്ത കുട്ടികളിൽ ടോക്കൺ എക്കണോമി വർക്ക് ആവാറുണ്ട്. അവർക്കൊക്കെ ഇപ്പോഴും നമ്മൾ കൊടുക്കുക ജസ്റ്റ് ഈ സോഡ അടപ്പുകൾ ഉണ്ടാവില്ലേ, അതുപോലത്തെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. മുറിവൊന്നും ആക്കാത്ത റൗണ്ട് സോഡ അടപ്പ് പോലത്തെ ഒരു സാധനം, അതാണ് അവർക്ക്, അവരെ പഠിപ്പിച്ചു കൊടുക്കും. അത് ഇത് ഗിഫ്റ്റ് ആണ്, ഇത് ഇത്രണ്ണം കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഗിഫ്റ്റ് കിട്ടും. അപ്പൊ ആ ഇത്രണ്ണം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൃത്യമായി പറഞ്ഞ ബിഹേവിയർ ഫോളോ ചെയ്യും. ഇത് ഏത് കാര്യത്തിലും അപ്ലൈ ചെയ്യാം കേട്ടോ. ഈ ഒരു ടോക്കൺ എക്കണോമി സിസ്റ്റം എന്ന് പറഞ്ഞത് ഇൻഡയറക്റ്റ് ആണ്. പിന്നെ നിങ്ങള് നമ്മളിപ്പോ ഒരു ബിഹേവിയറിനെ റിവാർഡ് കൊണ്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ എപ്പോഴും ഗിഫ്റ്റ് മാത്രമല്ല, അപ്രീഷിയേറ്റ് ചെയ്താലും മതി. ഓവറാക്കി അപ്രീഷിയേറ്റ് ചെയ്താൽ അതിനും വാല്യൂ ഉണ്ടാവില്ല കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കൊടുത്താൽ അതിപ്പം എപ്പോഴും ഉഷാറാ, ഗുഡാ, എക്സലന്റ്, അതിപ്പോ എന്നും കേൾക്കണല്ലേ, അതിന്റെ ഒരു വാല്യൂ പോവും. അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക. ഇനിയിപ്പോ അതല്ല, ഒന്നും ചെയ്യാത്ത കുട്ടീനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ കുട്ടി കാണുമ്പോ അതിപ്പോ ചെയ്യാത്തവനും എക്സലന്റ് ആണ്, ഞാനും എക്സലന്റ് എന്നാ ഞാൻ നന്നാവണ്ടെന്ന് കരുതും. ഈ പ്രായം മക്കൾക്ക് ഒരു 19-20 വയസ്സ് വരെ, 20-നപ്പുറം ഉണ്ട്, 20 വയസ്സ് വരെ, 11 മുതൽ 20 വയസ്സ് വരെ അവരുടെ ഇമോഷണൽ ബ്രെയിനാ വർക്ക് ചെയ്യുക. നിങ്ങളിൽ ചിലതൊക്കെ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ടാവും, എന്റേത് കേട്ടോ. 2 ബ്രെയിൻ ഉണ്ട് നമുക്ക്, ഇമോഷണൽ ബ്രെയിൻ ആൻഡ് കോഗ്നിറ്റീവ് ബ്രെയിൻ. ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് എപ്പോഴും ക്യുക്ക് ആയിരിക്കും, ഭയങ്കര ഭയങ്കര പെട്ടെന്ന് റിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കൂല, ഇമോഷണൽ ആവുക, പെട്ടെന്ന് ചൂടാവുക, പെട്ടെന്ന് ദേഷ്യപ്പെടുക, പെട്ടെന്ന് സങ്കടം വരിക. കോഗ്നിറ്റീവ് ബ്രെയിൻ പറഞ്ഞാൽ ഒക്കെ പതുക്കെ, അതായത് പതുക്കെ എന്ന് പറഞ്ഞാൽ ഒന്ന് ചിന്തിച്ച് ചെയ്യുക, ചിന്തിച്ച് റിപ്ലൈ പറയാ, അഡ്വൈസ് ഒക്കെ കേൾക്കുന്ന ഒരു സമയം. അതായത് അഡ്വൈസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്ക് നല്ലതിനാണെങ്കിൽ ഞാൻ എടുക്കാന്ന് എന്ന് വിചാരിക്കുന്ന ഒരു പ്രായം. മറ്റത് നല്ലതിനാണെങ്കിലും ചീത്തയാണെങ്കിലും എന്ത് കേട്ടാലും ഇത് എനിക്ക് വേണ്ടേന്ന് പറഞ്ഞിരിക്കുന്ന പ്രായമാണ് ഈ ഇമോഷണൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന സമയം. അപ്പോ ഈ കുട്ടികളെ നമ്മള് നല്ലത് പറയും, എപ്പോഴും ചീത്ത പറയാതിരിക്കുക. ഇതൊരു റീഇൻഫോഴ്സ്മെന്റ് ആണ്, നല്ലത് പറയുക എന്നുള്ളത്. നല്ലത് പറഞ്ഞ് അവരെ ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു തിയറിയുടെ ഈ ഒരു സ്ലൈഡ് കാണുന്നുണ്ടോ? പോയിട്ടില്ലല്ലോ. ഇൻ ഒപ്പറന്റ് കണ്ടീഷനിങ്, ഒപ്പറന്റ് ആർ മെയ്ഡ് മോർ ഫ്രീക്വന്റ് ബൈ പ്രൊവൈഡിങ് റീഇൻഫോഴ്സ്മെന്റ്. ഇവിടെ ഒപ്പറന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എമിറ്റഡ് റെസ്പോൺസ്, നമ്മൾ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുക. ഒരു കുട്ടി അറിയാതെ ഒരു സാധനം ചെയ്തു, അല്ലെങ്കിൽ ഒരു കുട്ടി ഇപ്പൊ മനാലിന്റെ ആ ഒരു എക്സാമ്പിൾ നമുക്ക് എടുക്കാം. ആ കുട്ടീനെ ആ ഒരു റെസ്പോൺസ്, ആ കാര്യം ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ റിവാർഡ് സെറ്റ് ചെയ്തപ്പോൾ, റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തപ്പോൾ ആ കുട്ടി ചെയ്തു തുടങ്ങിയ ആ റെസ്പോൺസിനെ നമുക്ക് ഒപ്പറന്റ് റെസ്പോൺസ് അല്ലെങ്കിൽ എമിറ്റഡ് റെസ്പോൺസ് എന്ന് പറയാം. നമ്മളത് ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ഈ ക്രിയേഷൻ തന്നെയാണ് ഒരുവിധം ഏത് കുട്ടികൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇത് ഡിഫറെന്റ് മോഡലിലായിരിക്കും. അവർക്ക് അവരുടെ ശീലങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും, അവർക്ക് അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ഗോള് ഡിഫറെന്റ് ആയിരിക്കും. അതിനനുസരിച്ച് അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റിവാർഡ് സിസ്റ്റങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. റിവാർഡ് സിസ്റ്റം സെറ്റ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ പാരന്റ്സിന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ചിലപ്പോൾ അവര് പല അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളും കുട്ടിക്ക് കൊടുക്കുന്നുണ്ടാവും. ചില കുട്ടികള്, ഞാനൊരു എക്സാമ്പിള്, പഠിക്കാൻ വേണ്ടി ചില പാരന്റ്സ് ഷൗട്ട് ചെയ്യും. അത് ശീലമായി പോയതാ പാരന്റ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പാരന്റ്സ് പലപ്പോഴും ഒരു തവണ പറയും, 2 തവണ പറയും, 3 തവണ പറയും, കുട്ടികൾ കേൾക്കൂല, നവർ മൈൻഡ് ആയിരിക്കും, പിന്നെ ചൂടായി പാരന്റിന് അത് ശീലമായി. അപ്പൊ പാരന്റ്
ഷൗട്ട് ചെയ്താലേ കുട്ടി പഠിക്കൂ എന്നുള്ള പോലെ കണ്ടീഷൻ വെച്ച് ഇതുപോലെ കുട്ടികളായി മാറും. പക്ഷെ അതിന്റെ ഒരു റിസൾട്ട് എന്താന്ന് വെച്ചാൽ ആ ഷൗട്ട് ചെയ്യുന്നത് പലപ്പോഴും അവർക്കൊരു പണിഷ്മെന്റ് ആയിട്ടാ ഫീൽ ചെയ്യുക. അവരത് ചെയ്യൂല, അത് വീക്കൺ ചെയ്യാനേ സാധ്യതയുള്ളൂ. പക്ഷെ ആസ് എ പാരന്റ്സിന് ആ ഷൗട്ട് റിമൂവ് ചെയ്യാൻ നല്ല പ്രയാസമാവും. കാരണം ഞാൻ ഇങ്ങനെയും പറഞ്ഞിട്ടാ ബുക്ക് എടുക്കണത്, ഇതും കൂടെ ഞാൻ ഒഴിവാക്കി ആ ബുക്ക് എടുക്കുമോന്ന് നമ്മളോട് പാരന്റ് ചോദിക്കും. പക്ഷെ ഒരിക്കലും കുട്ടികൾ ആ ഒരു അവേർഷൻ എന്ന് പറയും, ഒരു വെറുപ്പിക്കലില്ലേ, കുട്ടികളുടെ ഭാഷയെ നിങ്ങളെ അവിടുത്തെ ഒരു പറയലുണ്ടോന്നാവോ, ഞങ്ങളെ നാട്ടിലൊക്കെ കുട്ടികൾ അനങ്ങിയ പറയും വെറുപ്പിക്കരുത് എന്ന്. ഈ വെറുപ്പിക്കല് മക്കൾക്ക് ഇഷ്ടമല്ല. മേ ബി വെറുപ്പിക്കൽ ഒറ്റ തവണ പറഞ്ഞ് രണ്ടാമത് പറയുന്നതാവും. പക്ഷെ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല അവരൊറ്റ തവണ പറഞ്ഞാൽ കേൾക്കുന്നില്ല. നമ്മൾ മിണ്ടാതിരുന്ന് നോക്കിയാൽ അവർ സെറ്റ് ചെയ്യണമെങ്കിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം. ആദ്യം എല്ലാത്തിനും ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കണം കേട്ടോ. അല്ലാതെ പെട്ടെന്ന് നിങ്ങൾ വർത്താനം നിർത്തിയാ സമാധാനമായി ഇമ്മ മിണ്ടല് നിർത്തിക്കണ്, അതുകൊണ്ട് കുഴപ്പമില്ലാന്ന് കരുതും. ഇനി നമുക്ക് എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് കൊടുത്ത് ഒരു സ്വഭാവത്തെ സ്ട്രെങ്തൻ ചെയ്യുക, പണിഷ്മെന്റ് കൊടുത്ത് വീക്കൻ ചെയ്യുക. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ് ഉണ്ട്. നിങ്ങൾ എന്തൊക്കെ പണിഷ്മെന്റ് നമുക്ക് കൊടുക്കാല്ലേ? പറഞ്ഞു കേട്ടില്ലെങ്കിലും ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തില്ലെങ്കിൽ ഓരോരുത്തർ കൊടുക്കണ പണിഷ്മെന്റ് പറഞ്ഞേ. ഫർസാന, കുട്ടിയില്ലേ? ഉണ്ട്. ഈ എന്ത് ചീ- പണിഷ്മെന്റ് കൊടുക്കല്? ചീത്ത പറയും. ചീത്ത പറയാം. റിസൾട്ട് ഉണ്ടാകുന്നുണ്ടോ? പിന്നെ പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. ശീലായി കുട്ടിക്ക് അല്ലേ? കൂടുതൽ സൗണ്ട് കൂട്ടി നല്ലാതെ കാര്യമില്ല. നമ്മൾ സൗണ്ട് കൂട്ടിയാൽ നല്ല കാര്യമില്ല. വേറെ പണിഷ്മെന്റ് എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ ചീത്ത അല്ലാതെ? ചിലപ്പോക്കെ അടി കൊടുക്കാറുണ്ട്. വർത്തില്ലെങ്കിൽ അതും വേണ്ടി വരും. ഓക്കെ. മനാലോ? വഴക്ക് പറഞ്ഞു നോക്കിയിട്ടും ഒരു രക്ഷയില്ല. വീണ്ടും അവർ അതേ സംഭവം തന്നെ ആവർത്തിക്കുന്നത്. അതായത് ചെറിയ ആളെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആള് എന്താ പറയാ, പെട്ടെന്ന് സങ്കടം വരും. പിന്നെ കെട്ടിപ്പിടിക്കുമ്പോ ഒക്കെ കൊടുത്താലാണ് 1ാം ക്ലാസ്സിലുള്ള ആള് റെഡി ആവുള്ളൂ. പിന്നെ മൂത്തവരുടെ അടുത്ത് ഇഷ്ടല്ല. സെന്റിയായിട്ടാണ്. മൂത്തവരുടെ അടുത്ത് ഇപ്പൊ സെന്റിമെന്റലായിട്ട് വളരെ സെന്റിയായിട്ട് സംസാരിക്കും. ഇത്രയും ഇപ്പൊ ചെയ്തിട്ട് ചിലപ്പോ കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ടാവും, പക്ഷെ പിന്നെ കുറെ കഴിഞ്ഞാൽ പറയും ഡ്രാമ തുടങ്ങി അറിയും, സ്ഥിരമായിട്ട് ചെയ്താൽ. അവർക്ക് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഏകദേശം ഓക്കെയാണ്. അത് മെയിനായിട്ടും മോന്റെ അടുത്താണ് കൂടുതലും പറയേണ്ടി വരിക. മൂത്തത് മോനിക്ക് എത്ര മോളാണ്. ഏജാ? ഈ വലിയവരൊക്കെ ഇമോഷണലി അറ്റാക്ക് ചെയ്യും, ഇമോഷണൽ ഡാമേജ് നടത്തും, ചെറിയ കുട്ടിനെ ചീത്ത പറഞ്ഞു നോക്കൂ അല്ലെ? ആളെ ചെറുതായിട്ടൊന്ന് ചീത്ത പറഞ്ഞ പിന്നെ ഇപ്പൊ വഴക്ക് പറയേണ്ട വരുന്നില്ല കേട്ടാ. എന്നോട് പറയും ഉമ്മച്ചിക്ക് ദേഷ്യം വരുന്നുണ്ടാ, ഞാനത് ചെയ്തോളാം ഉമ്മച്ചി. അതിന് ആൾക്ക് ഇഷ്ടമല്ല അങ്ങനെ വഴക്ക് പറയുന്നത്. ആ തീരെ ഇഷ്ടമല്ല മൂപ്പർക്ക്. പെട്ടെന്ന് ഇങ്ങനെ സങ്കടം വരും. അപ്പൊ ഞാൻ പറയും നീ നന്നായിട്ട് ചെയ്തു, അപ്പൊ ഞാൻ വഴക്ക് പറയില്ല. അപ്പൊ ആള് ചെയ്യാണ്ടെങ്കിൽ ഞാൻ പരമാവധി ഒന്നും എന്താ പറയാ ആളെ അപ്രീഷിയേറ്റ് ചെയ്യുള്ളൂ, വഴക്ക് പറയില്ല. അപ്പൊ ആൾക്കറിയാം ഞാനിത് ചെയ്യാത്തത് കൊണ്ടാണ് എന്നെ വഴക്ക് പറയണേ എന്നുള്ളൊരു ഇത് ആൾക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പരമാവധി ആള് വഴക്ക് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യും. ഒരു നല്ല റിവാർഡ്. മക്കൾ. തൗഫീക്ക് എന്താ ചെയ്യല്? ചെറിയറ്റങ്ങളാണ്, എന്നാലും കുറച്ചൊക്കെ അക്രമം ഉണ്ടാവൂലേ? ഞാനിന്ന് മദ്രസയിൽ കൊടുത്ത പണിഷ്മെന്റ് പറഞ്ഞുതരാം. ആ അതായത് കുട്ടികൾക്ക് നിർബന്ധമായിട്ടും ആവശ്യമുള്ള സംഗതികൾ ഉണ്ടാവും, അത് ബ്ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും കൊടുക്കും. ഇപ്പൊ ഇന്ന് ഞാൻ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാല്, ഒരു കുട്ടി നോട്ട് സ്ഥിരമായിട്ട് എഴുതാതെ വരും. ഒരു 7 പാഠം എടുത്തിട്ടുണ്ട്, 3 പാഠം നോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ആദ്യം ഞാൻ വെള്ളിയാഴ്ച പറഞ്ഞു കൊടുത്ത്, തിങ്കളാഴ്ച 2 ദിവസം സ്കൂൾ ലീവാണല്ലോ, തിങ്കളാഴ്ച വരുമ്പോ നോട്ട് ഫുൾ ആക്കിയിട്ടില്ലെങ്കിൽ എന്നാൽ സ്കൂൾക്ക് പറഞ്ഞേക്കൂല പറഞ്ഞു ഞാൻ. കാരണം ആ ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ സ്കൂളിന് നല്ല പ്രാധാന്യം കൊടുക്കലുണ്ട്, ഭയങ്കര സീരിയസ്നെസ് എടുക്കുന്ന കുട്ടിയാണ്. എന്റെ കുട്ടിനോട് എങ്ങാനും പറഞ്ഞു ഞാൻ നോട്ടേ എഴുതൂല കഴിച്ചിലായി അറിയില്ലേ? അത് നമ്മൾ നോക്കി പറയണം. അത് ചില കുട്ടികൾ പറഞ്ഞാൽ കഴിച്ചിലായി ഉസ്താദ് എന്നാൽ സ്കൂൾക്ക് പോയിക്കോന്ന് ഞാൻ പറഞ്ഞേക്കോ, അത് ചെയ്തണ്ട നോട്ട് ചെയ്തണ്ട അറിഞ്ഞു ഞാൻ. അതെ ആലോചിച്ച്. ഇന്നത്തെ കുട്ടിനോട് പറഞ്ഞപ്പോ ആ കുട്ടിക്ക് ഭയങ്കര ഫീലിംഗ് ആയി സ്കൂൾക്ക് വിടാറുണ്ടോ. അപ്പൊ എന്ത് അപ്രോപ്രിയേറ്റ് ആയി ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് അവന്റെ അമ്മക്ക് വിളിച്ച് ഞാൻ എന്താ ഓനെ സ്കൂൾക്ക് പറഞ്ഞേക്കണോ അതോ ഇരുത്തണോ ചോദിച്ചു ഞാൻ. അല്ല ഉം. ഉസ്താദങ്ങള് പറഞ്ഞേക്ക് സ്കൂൾക്ക് വിടാക്കാൻ പറ്റൂല അറിഞ്ഞു ഞാൻ. അപ്പൊ അങ്ങനത്തെ കുറച്ച് പണിഷ്മെന്റ് ചില കുട്ടിയൊക്കെ എഫക്ട് ചെയ്യും. ഓൽക്ക് നല്ല അത്യാവശ്യം ഉള്ള സംഗതികൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇനിയോ നല്ല ഇതാ വരുന്നത് പണിഷ്മെന്റ്. ഉറപ്പാണ്. ഇനിയോ ഇതാ വരില്ല. കാരണം അവിടെ അടിന്റെ ആവശ്യം വന്നിട്ടില്ല, ചീത്ത അറിഞ്ഞും ചെയ്തില്ല ഞാന്. അത് എന്റെ മക്കളെ വിശ്വസിച്ചില്ല തന്നെയാണ്. ഓൾക്ക് കിട്ടേണ്ട സാധനം എന്ത് ചെയ്യും, ഞാൻ ബ്ലോക്ക് ചെയ്യും. ഇപ്പൊ ഒരു സൈക്കിൾ വാങ്ങി, ഉദാഹരണം പുതിയ സൈക്കിൾ വാങ്ങിക്കണേ,
അപ്പൊ ഞാൻ പറഞ്ഞു എഴുതിയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ, സൈക്കിൾ കയറാൻ സമയക്കൂല അറിയും. അപ്പൊ അവിടെ നമുക്ക് അധികം അധ്വാനം വന്നിട്ടില്ല, അടിന്റെ ചീത്തന്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പൊ അതൊരു വേഗം എന്ത് നെഗറ്റീവ് ചെയ്യും? പണിഷ്മെന്റ്. അതായത് നമ്മള് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ റിമൂവ് ചെയ്യുക ചെയ്യുന്നത്. ഉം. പണിഷ്മെന്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. ഞാൻ പറയാം. ഉം. ഫൈറൂസ് എന്താ ചെയ്യാ? നെഗറ്റീവ് എന്ന് പറഞ്ഞ നെഗറ്റീവ് മോശന്നല്ല കേട്ടോ പറയുന്നത്. അത് ആ ഉം. ടേമിന്റെ രീതിയിലാണ്. പണിഷ്മെന്റ് മോശമല്ല, പണിഷ്മെന്റിൽ നെഗറ്റീവ് പണിഷ്മെന്റ് നല്ലതാണ്. ഉം. ഫൈറൂസ് ഞാനും ചീത്ത പറയാറ് തന്നെയാണ് അധികവും. ചീത്ത പറയുന്ന മക്കളെ നിർത്തിക്കോളി, ഒരു കാര്യമില്ല. ചീത്ത പറഞ്ഞ് നമ്മൾ ഒച്ച കൂടുക എന്നല്ലാതെ അതെ. മക്കളത് പിന്നെ ചിലപ്പോ നമ്മോടുള്ള നമ്മൾ പറയാൻ ബഹുമാനം നിൽക്കുമ്പോ നഷ്ടപ്പെടും. തന്നെ നമ്മൾ പറയാനുള്ള കണക്കൊക്കെ ഒരു ഇങ്ങോട്ട് പറഞ്ഞുതരും. അതല്ലേ പറയാൻ വരുന്നേ എന്ന് ആ ചോദിച്ചിട്ട് ഒരു കാണും. അതുണ്ട്. ഉം. ഉം. പിന്നെ പ്രശ്നം ഇതുപോലെ ഒറ്റ ഇത്ര പോവുകയും എത്ര ചെയ്യും. ടൈം പഠിച്ചാല് ആ എത്ര ടൈം പഠിച്ചു അതിനുള്ള അത്ര ടൈം ഫോൺ കാണാം അങ്ങനെ പറയും. അപ്പൊ പിന്നെ ആ അങ്ങനെ ചെയ്യും. ഓക്കെ ഓക്കെ. എങ്ങനായാലും ഫോൺ കാണും. അപ്പൊ പിന്നെ അതിനൊരു ടൈം വെച്ച് കൊടുത്താല് ആ അങ്ങനെ. ആ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ ചിലപ്പോ വർക്ക് ചെയ്യലുണ്ട് അല്ലേ? ഉം. ഉം. ഓക്കെ ഓക്കെ. ഷെഫ്ന, ഷെഫ്ന പോയോ? ഷെഫ്ന ഇല്ലേ? ഞാൻ പണിഷ്മെന്റ് രണ്ട് ടൈപ്പിലുണ്ട്. പോസിറ്റീവ് പണിഷ്മെന്റ് ആൻഡ് നെഗറ്റീവ് പണിഷ്മെന്റ്. പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്ന ആഡ്, നെഗറ്റീവ് റിമൂവ്, ആ ഒരു മീനിങ്ങിലാട്ടോ. അല്ലാതെ നെഗറ്റീവ് നല്ലതല്ല, പോസിറ്റീവ് ചീത്ത, അങ്ങനെയുള്ള ഭയങ്കരമായ മോശം ഇതൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പണിഷ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ആഡിങ് അൺപ്ലസന്റ് സ്റ്റിമുലസ് ടു വീക്കൻ റെസ്പോൺസ്. അതായത് ഒരു കുട്ടിയുടെ ബാഡ് ബിഹേവിയർ മാറ്റണതിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത ഒരു സാധനം ആഡ് ചെയ്യാം. രണ്ട് മൂന്ന് തരത്തിൽ അത് പറയാം. നിങ്ങൾ ഈ ചീത്ത പറയുന്നത് അതിനൊരു ഉദാഹരണമാണ്. അതായത് ഒരാൾക്കും ചീത്ത കേൾക്കുക എന്നുള്ളത് ഇഷ്ടമുള്ള കാര്യമല്ല, അൺപ്ലസന്റ് ആണ്. അത് കൊടുക്കുമ്പോൾ അതിനെ റിമൂവ് ആവുന്നുണ്ടെങ്കിൽ കേട്ടോ, അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പൊ അതൊരു പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. അടിക്കുക എന്നുള്ളത് ചിലപ്പോ അൺപ്ലസന്റ് ആണ്, കുട്ടിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അത് ആ കുട്ടിയിൽ ആഡ് ചെയ്യുമ്പോൾ അതൊരു നെഗറ്റീവ് പോസിറ്റീവ് പണിഷ്മെന്റ് ആണ്. പക്ഷെ അത് രണ്ടും വല്ലാതെ റിസൾട്ട് ന്യൂജനിലിന് കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പൊ അതിന് വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് വീട്ടിലെ ജോലി കൊടുക്കുക. ഓക്കെ, അതായത് ഇപ്പൊ ഒരു കുട്ടി ഹോംവർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ചെയ്യാൻ മടി കാണിക്കുന്നു. അപ്പോൾ ആ ഒരു ഹോംവർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണ്, അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു, നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു നെഗറ്റീവ് ബിഹേവിയർ ആണ്. പഠിക്കുന്നില്ല, നെഗറ്റീവ് ബിഹേവിയർ. നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ പഠിക്കാൻ പറഞ്ഞു, ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞു, എഴുതാൻ പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടി നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ബിഹേവിയർ വീട്ടിൽ കാണിച്ചു, ഒരു അനുസരണക്കേട്, ഒരു തല്ലുകൊള്ളിത്തരം കാണിച്ചു. നമ്മൾ പറയാണ്, ഇന്ന് ഇത് ചെയ്തത് കൊണ്ട് നീ ഞങ്ങളുടെ എല്ലാവരുടെയും ക്ലോത്ത് ഫോൾഡ് ചെയ്ത് അലമാരയിൽ വെക്കണം. ഈ റൂം ഫുള്ള് ക്ലീനിങ് ഡ്യൂട്ടി എന്റേതാണ്. അല്ലെങ്കിൽ ആ ഏജ് അപ്രോപ്രിയേറ്റ് കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത പണികൾ കൊടുക്കാം. അത് രണ്ടുണ്ട് കാര്യം. ആ പണി അവിടെ ഒന്നെങ്കിൽ കുട്ടി ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ അത് നടന്നില്ലെങ്കിൽ ഇവിടെ ഇത് നടന്നു. അപ്പൊ എപ്പോഴും അൺപ്ലസന്റ് സ്റ്റിമുലസ് ആഡ് ചെയ്തിട്ട് ഒരു ബിഹേവിയറിനെ കുറക്കാൻ വേണ്ടി ചെയ്യുന്നതിനെയാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് നല്ല എക്സാമ്പിളുകൾ എന്ന് പറഞ്ഞാൽ അടിക്കുന്നതും ചീത്ത പറയുന്നതിനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ അവർക്ക് ഇഷ്ടമില്ലാത്ത പണി കൊടുക്കുക എന്നുള്ളതാണ്. ചെയ്തോളാം, ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യാം. പിന്നെ അത്രയും തലതിരിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറയാനും വേണ്ടി ഒരു നിങ്ങൾ തല്ലലും ഓടലും, അങ്ങനെയും ചില കുട്ടികൾ ഉണ്ടാവും കേട്ടോ. അതൊന്ന് ചെയ്ത് കിട്ടാൻ വേണ്ടി നിങ്ങൾ തല്ലണ്ട വരും, പിന്നാലെ ഓടേണ്ടി വരും, നടക്കേണ്ടി വരും. അതിന് നമുക്ക് വേറെ രൂപത്തിൽ മാറ്റാം. അപ്പൊ ഇതെന്താ വെച്ചാല് പണിഷ്മെന്റ് ചെറിയ കുട്ടികളൊക്കെ ആയിരിക്കുമ്പോൾ ഈ പണിഷ്മെന്റ് അപ്പൊ ചെറുപ്പത്തിലേ നന്നായിട്ട് വർക്ക് ചെയ്യും. ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടാത്ത വീട്ടിലെ ഹൗസ് ഹോൾഡ് ടാസ്കുകളെ ആഡ് ചെയ്യാം. എന്നത് ചെയ്തത് കൊണ്ട് എപ്പോഴും ഒരു സാധനം, ഒരു പണിഷ്മെന്റ് നമ്മൾ കൊടുക്കുമ്പോൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കണേ. തല്ലലിനും ചീത്ത പറച്ചിലിനും ചിലപ്പോൾ എക്സ്പ്ലനേഷൻ വരാറ് കുറവാണ്. കാരണം അത്രയും ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുന്ന, നമ്മളിപ്പോ ഭയങ്കര സുഖമായിട്ട് ഇരിക്കുന്ന ടൈം ആയിരിക്കൂല. പുറത്ത് വർക്ക് കഴിഞ്ഞ് വരിക, വീട്ടിലെ ജോലി, ഹസ്ബൻഡ്, കുഞ്ഞുങ്ങള്, അങ്ങനെ ഒരുപാട് വീടും ബിസിനസ്സും ഒക്കെ കൂടെ ബാലൻസ് ചെയ്ത് പോകുന്ന ലേഡീസ് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും സകല ഫ്രസ്ട്രേഷനും കുട്ടിയിലേക്ക് പോകും. കുട്ടി എന്തെങ്കിലും ബാഡ് ബിഹേവിയറോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ബിഹേവിയറോ ചെയ്ത് അതോടുകൂടി അവിടെ തല്ലി തീരുമാനമാക്കും. പക്ഷെ
കുട്ടികളെ തല്ലൊക്കെ ചെയ്യാം, ഒട്ടും തല്ലണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. വടി വീട്ടിൽ വെക്കണം, തല്ല് എപ്പോഴെങ്കിലുമൊക്കെ ഒരു അടി കൊടുക്കണം. പക്ഷെ അടി കിട്ടിയത് എന്തിനാന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം കൊടുക്കാൻ. ഇന്ന കാര്യം ഈ സമയത്ത് ഞാൻ ഇത്ര തവണ പറഞ്ഞത് കൊണ്ട് ചെയ്യാത്തത് കൊണ്ട്, അപ്പൊ അതിന്റെ ഇന്റൻസിറ്റി കുറയും. ഒരു വടിയോ പൊതുവെ വടി കൊണ്ട് തല്ലണവരാണോ അതോ കൊട്ടക്കൈയില് തവി, കത്തി, മുള്ള് ഇതുകൊണ്ടൊക്കെ തല്ലലാണോ? അല്ലല്ലോ. ആണുങ്ങളെ ഞാൻ പറയണില്ല, പക്ഷെ ലേഡീസിന് ഇതൊന്നും എടുത്തു വെറുക്കാനുള്ള തിരക്ക് നേരം ഉണ്ടാവില്ല, പണിത്തിരക്ക് കിടക്കുക. അപ്പൊ കയ്യിൽ എന്താ ഉള്ളത് ചിലപ്പോ അതുകൊണ്ട് തല്ലും. അതുകൊണ്ട് തല്ലണ്ട, കടയിൽ നിന്ന് ഒരു വടി വാങ്ങിച്ചു വെക്കാം. എന്താണോ നമ്മൾ ഭയങ്കര എക്സ്പ്ലനേഷൻ കൊടുക്കാതെ തല്ലാൻ പോകുമ്പോ ആ തല്ലിന് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും. വേദന പെട്ടെന്ന് മറക്കും, വേദന കൊണ്ട് റിസൾട്ട് ഒന്നും വരില്ല, പക്ഷെ അവിടെ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതേസമയം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുമ്പോൾ ആ ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി ഇത്തിരിയെങ്കിലും കുറയും. അപ്പൊ തല്ലിന്റെ സ്ട്രെങ്ത് കുറയും. എപ്പോഴും നിങ്ങൾ കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് മാത്രം തല്ലണം, എന്തിനാ കിട്ടിയെന്നറിയാം. ചിലപ്പോ മൂന്നോ നാലോ മക്കളുള്ളടത്ത് എക്സ്പ്ലനേഷൻ ഒന്നും ടൈം ഉണ്ടാവില്ല കേട്ടോ. 4 റൂമൊക്കെ പോയിട്ട് 4 റൂം അടച്ചിട്ടുണ്ടാവും. പാവം എന്നും തല്ല് കൊള്ളാൻ ഒരാളുണ്ടാവും അവിടെ, ഒന്നും അറിയാതെ ഇരിക്കണ ആള്. അയാൾക്ക് 4 കൊടുത്തിട്ട് ഉമ്മ സാറ്റിസ്ഫൈഡ് ആയിട്ട് തിരിച്ചു പോകും. ഇങ്ങനത്തെ ഒക്കെ അവസ്ഥകളുണ്ട്. ചില വീടുകളിൽ അങ്ങനെ പാപം തല്ലുകൊള്ളാനായിട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പൊ നിങ്ങൾ പോസിറ്റീവ് പണിഷ്മെന്റ് എന്താന്ന് മനസ്സിലാക്കുക. ഒരു അൺപ്ലസന്റ് സ്റ്റിമുലസ് ആഡ് ചെയ്തിട്ട് സ്വഭാവത്തെ വീക്കൻ ചെയ്യാം, ചീത്ത സ്വഭാവത്തെ കുറക്കുന്നതിനെയാണ് പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. അതിന് എക്സാമ്പിൾ അവർക്കുള്ള ചെറിയ ചെറിയ ടാസ്കുകൾ, വർക്കുകൾ കൊടുക്കുക, എന്തെങ്കിലും ബാഡ് ബിഹേവിയർ ചെയ്താൽ. ഇനി നെഗറ്റീവ് പണിഷ്മെന്റ് എന്താന്ന് പറയാം. നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ റിമൂവിങ് പ്ലസന്റ് സ്റ്റിമുലസ് വീക്കൻ റെസ്പോൺസ്. അതായത് ഇപ്പൊ നമ്മൾ ഡെയിലി നമ്മളെ കുട്ടികൾക്ക് നേരത്തെ ഫർസാന പറഞ്ഞ പോലെ ഒരു സ്ക്രീൻ ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. 1/2 മണിക്കൂർ, 1 മണിക്കൂർ, വേറെ എന്ത് അവര് മുടക്കിയിട്ടില്ലെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ 1/2 മണിക്കൂർ TV കാണും, ഫോണ് കാണും, 1 മണിക്കൂർ കാണും എന്നൊക്കെ സെറ്റ് ചെയ്ത സാധനം അവർ മുടക്കൂല. കാരണം അവർക്ക് പ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കാത്ത ഒരു സ്വഭാവം കുട്ടികളിൽ കണ്ടു കഴിഞ്ഞാൽ ആ പ്ലസന്റ് ആയിട്ടുള്ള ബിഹേവിയറിന് അവിടെ ഫെസിലിറ്റീനെ കട്ട് ചെയ്യാം. അപ്പൊ തൗഫീക്ക് നേരത്തെ കുട്ടിക്ക് കൊടുത്ത പോലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തെ നമ്മൾ ആ ഫെസിലിറ്റി ഇല്ലാതാക്കുക. ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തോണ്ട്, അല്ലെങ്കിൽ ഇന്ന് നീ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഇന്നത്തെ സ്ക്രീൻ ടൈം ഇല്ല കേട്ടോ. ഇല്ലാട്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല തന്നെയാണ് കേട്ടോ. അത് എത്താവരുത് ഒരിക്കലും. ഒരു ഡേയിൽ നിങ്ങൾ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇന്നെല്ലാം വന്ന് ഇന്നൊരു ദിവസം ഒരു എക്സ്ക്യൂസ്, നാളെ ഞാനത് ചെയ്യൂല, അവിടെ ആക്കരുത്. നമ്മൾ കൺസിസ്റ്റന്റ് ആവണം എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളൊക്കെ നിങ്ങളെ പാർട്ണറെ സൈക്കോളജി പഠിപ്പിക്കേണ്ടി വരും ചിലപ്പോ. കാരണം നിങ്ങൾ നോ പറഞ്ഞത് പാർട്ണർ എസ് പറയും. എനിക്കിപ്പോ വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന IAS-നല്ല പഠിപ്പിക്കുന്നത്, 3-ാം ക്ലാസ്സിൽ ഒരു കുട്ടി ഒരു ഫോൺ കുറച്ചു നേരം കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ, കുറച്ചു നേരം കൊടുക്കുക എന്ന് ഇപ്പാനെ പൊറുതിയേട് കാണിക്കുമ്പോ ഇപ്പൊ ഫോണും കൊടുക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഫോൺ കൊടുക്കും. അതോടെ അവിടെ ഒരു ഓപ്പോസിറ്റ് പാരന്റിങ് ആയി. വല്യമ്മമാരൊന്നും നിങ്ങൾ മാറ്റാൻ പോണ്ട, അതായത് ഇൻലോസിനോടൊന്നും ഇടപെടാൻ പോണ്ട. അവർക്കൊന്നും അവരെ ഒരു ശാസ്ത്രീയപരമായി അവർ കാലങ്ങളായി പഠിച്ച ട്രഡീഷൻ അപ്പുറം ഒരു സൈക്കോളജി അവരോട് പല ട്രഡീഷനും കറക്റ്റ് ആണ് കേട്ടോ. പക്ഷെ ഇതൊന്നും പറഞ്ഞാൽ ഒരു വർക്കാവില്ല. പക്ഷെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെ ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ അനുവദിക്കാത്തത് ഓരും അനുവദിക്കരുത്, അനുവദിച്ച സാധനം നിങ്ങൾ അനുവദിച്ചു കൊടുക്കണം. അതായത് ഓപ്പോസിറ്റ് പാരന്റിങ് ഉണ്ടാവരുത്. ഡബിൾ ഈ പാരന്റിങ്. ഓപ്പോസിറ്റ് പാരന്റിങ്ങിൽ പലപ്പോഴും പലരും നല്ലത് വിചാരിച്ച് ചെയ്യും. അതായത് ഇപ്പേ സ്ട്രോങ് ആ, ഞാൻ സമ്മതിച്ചു കൊടുക്കാം എന്ന് പറയുന്ന ഉമ്മമാരുണ്ട്. അതായത് ഇപ്പാനോട് ചോദിക്കും, കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇവരെ എക്സ്ക്യൂസ് കൊടുത്തു കൊടുക്കും. ഇത് നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ നല്ലേനാ ചെയ്യുന്നതെങ്കിൽ ഇത് നമ്മൾ മിസ്യൂസ് ചെയ്യപ്പെടും. കുട്ടി ആരാണോ സ്ട്രോങ് ഉള്ളത് അവരിലേക്ക് കണക്ഷൻ കുറയുകയും ചെയ്യും. ഈ സ്ട്രെങ്ത് കുറഞ്ഞ വീക്കായ പാരന്റിനെ നന്നായിട്ട് മിസ്യൂസ് ചെയ്യുകയും ചെയ്യും, കൺവിൻസ് ചെയ്യും. അതുകൊണ്ട് എപ്പോഴും ഇനി അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ചില പാർട്ട്നേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടുള്ളൂ. മാക്സിമം ആ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അത്രയും അനുവദിക്കപ്പെട്ട ഒരു സാധനം, അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് അവശ്യ സാധനം കട്ട് ചെയ്താൽ മാത്രം അതിൽ നിങ്ങൾ ഇടപെടുക. അല്ലാതെ ഒരു ഓപ്പോസിഷൻ അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ കുട്ടി തന്നെ മനസ്സിലാക്കുക, ഉപ്പ സമ്മതിച്ചിട്ടില്ലെങ്കിൽ ഉമ്മ സമ്മതിക്കും, ഇനിയിപ്പോ എന്തെന്നെ ഉണ്ടായാലും ഉമ്മന്റെ കൂടെ നിൽക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇനി എന്തെന്നെ ഉണ്ടായാലും ഉമ്മ എന്ത് എതിർത്ത് പറഞ്ഞാലും ഉപ്പ എന്റെ കൂടെ നിൽക്കും. അതൊരു ഓപ്പോസിറ്റ് പാരന്റിങ് ആണ്. ഓപ്പോസിറ്റ് പാരന്റിങ് ഭയങ്കരമായിട്ട്
ചെറുപ്പത്തിൽ വലിയ കുഴപ്പമില്ലെങ്കിലും കുട്ടികൾ അഡോൾസെന്റ് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ആവും നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ. അപ്പോ ഈ റിമൂവിങ് പ്ലസന്റ് സ്റ്റിമുലസ് മനസ്സിലായോ? യെസ്. മനസ്സിലായല്ലോ? അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ നമ്മൾ റിമൂവ് ചെയ്യാം. അതാണ് നെഗറ്റീവ് പണിഷ്മെന്റ്. ഇനി റീഇൻഫോഴ്സ്മെന്റ് ആയാലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. റീഇൻഫോഴ്സ് ചെയ്യാറുണ്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അപ്രീസിയേഷൻ ആവാം, മെറ്റീരിയലിസ്റ്റിക് ആവാം, വേർഡ് ആവാം, ഫിസിക്കൽ ആവാം. നമ്മളൊന്ന് ഹഗ് ചെയ്യുന്നു, ജസ്റ്റ് പാറ്റ് ചെയ്യുന്നു, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ കിസ് ചെയ്യുന്നു, ഇതൊക്കെ റീഇൻഫോഴ്സ്മെന്റ് ആണ്. അപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ എന്താണ്? ആഡിങ് പ്ലസന്റ് സ്റ്റിമുലസ് ടു സ്ട്രെങ്തൻ എ ബിഹേവിയർ. ഒരു കുട്ടിയിൽ നമ്മളിപ്പോ പറഞ്ഞ സ്റ്റാർ സിസ്റ്റം അല്ലെങ്കിൽ ടോക്കൺ എക്കണോമി പോലെ റിവാർഡ് കുറെ ടോക്കൺസ് കൊടുത്തിട്ട് അതിനെ ഒരു വാല്യൂ ഉള്ള സംഭവത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെറിയ ഗിഫ്റ്റുകൾ വാങ്ങി കൊടുക്കുന്നത്. ഗിഫ്റ്റിനേക്കാളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങളുടെ വാക്കുകൾ കേട്ടോ. നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര മൂർച്ചയുണ്ട്. പാരന്റ്സിന്റെ പല വാക്കുകളും നമ്മൾ അറിയാതെ പറഞ്ഞ പല സംഭവങ്ങളും ഭയങ്കര ഡെപ്ത് ആയിട്ട് കുട്ടികളിൽ എത്തി നിൽക്കും. അപ്പൊ എപ്പോഴും കുട്ടികൾ എന്താ പറയുന്നത് അതിനെ ആക്റ്റീവ് ലിസൺ ചെയ്യുക. ആക്റ്റീവ് ലിസൺ എന്ന് പറഞ്ഞാല് വേറൊരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പൊ തൗഫീക്ക് ക്യാമറ ഓഫ് ആക്കി ബാഗൊക്കെ എടുത്ത് വണ്ടിയുമ്മ കയറാൻ നിൽക്കുകയായിരിക്കും. അത് നിവർത്തികേട് കൊണ്ടാണ്, വർക്കിംഗ് ടൈമിൽ നിന്ന് വീട്ടിലേക്ക് പോണ ടൈമൊക്കെ ആയതുകൊണ്ട്. പക്ഷെ അത് ആക്റ്റീവ് ലിസണിങ് അല്ല. നമ്മൾ ഫിസിക്കലി മെന്റലി ഒരു സ്ഥലത്ത് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ആക്റ്റീവ് ലിസണിങ് എന്ന് പറയുന്നത്. അതുപോലെയാണ് പലപ്പോഴും നമ്മളൊരു ലിസണർ ആവും നമ്മളെ മക്കളുടെ അടുത്ത്. ജസ്റ്റ് എ ലിസണർ. നിങ്ങൾ എല്ലാവരും ലിസണർ ആണ്, ചിലരെ ആക്റ്റീവ് ലിസണർ ആവുള്ളൂ. അപ്പൊ നമ്മുടെ കുഞ്ഞ് സ്കൂളിട്ട് വരികയാണ്, അല്ലെങ്കിൽ ഏത് പ്രായം കുട്ടികൾ സ്കൂളിട്ട് വരികയാണ്. ഈ പ്രായത്തില് കുട്ടികൾ വരുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടികൾക്കുള്ള സ്നാക്ക് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പണി ചെയ്തുകൊണ്ട് അവരെ കേൾക്കുന്നത് ലിസണിങ് ആണ്. ആ പണി അവിടെ മാറ്റി വെച്ചുകൊണ്ട് അവരെ മുന്നിലിരുന്ന് അവരെ കേൾക്കുന്നത് ആക്റ്റീവ് ലിസണിങ് ആണ്. വളരെ ചെറിയ പ്രായത്തില് കുട്ടിക്ക് ആക്റ്റീവ് ലിസണിങ് കൊടുത്ത മദറും ഫാദറും ആണെങ്കിൽ അഡോളസെന്റ് പീരീഡിൽ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഫ്രണ്ടായി മാറും. നമ്മൾ എപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ഒന്നും നമ്മൾ അത്ര കൺസേൺ അല്ല. ഈ കുട്ടികളെ എതിർക്കുന്ന 12, 11, 12, 13, ഈ 14, 15 ഈ വയസ്സുകൾ എത്തുമ്പോഴാണ് ഒരു കുട്ടീനോട് കുറച്ച് സംസാരം കുറഞ്ഞോ, കുറച്ച് ഓപ്പൺ അല്ലല്ലോ, ഫ്രണ്ട്സിനോടാണല്ലോ. ഫ്രണ്ട്ഷിപ്പും വെവ്വേറെ ലോകങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ടൈം ആണെങ്കിലും ഒരു 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 3ാം ക്ലാസ് 3 വയസ്സ് മുതൽ കുട്ടീനെ സ്കൂളിൽ വിട്ടിരുന്ന ഒരു പാരന്റ് ആ കുട്ടി സ്കൂളിട്ട് വരുമ്പോ, ഇനി സ്കൂളിട്ട് വരുമ്പോ എന്നല്ല, ക്വാണ്ടിറ്റി ടൈമിന് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, ക്വാളിറ്റി ടൈമിനാണ് ഇമ്പോർട്ടന്റ്. ഏത് ടൈം ആയാലും ആ കുട്ടീനെ ആക്റ്റീവായിട്ട് കേട്ടിരുന്ന ഒരു ലിസണറാണ് പാരന്റ്സ് എങ്കിൽ ആ കുട്ടി അഡോളസെന്റ് പ്രായത്തില് ഒരു ഫ്രണ്ടായി മാറും. അല്ലാതെ പെട്ടെന്ന് ഇനി എന്നോടെല്ലാം ഓപ്പൺ ആയി പറയണം, എനിക്ക് എന്ത് കമ്പനി ഉണ്ടെങ്കിലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാന്നൊന്നും പറഞ്ഞാല് ഈ കൗമാരക്കാര് നമ്മളെ ആക്കൂല. അതാക്കണമെങ്കിൽ അവർക്ക് ചെറുപ്പത്തിലേ ആ ഫീലിങ്സ് വന്നിരിക്കണം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നോർമൽ ലിസണേഴ്സ് ആണെങ്കിൽ ഇനി ആക്റ്റീവ് ലിസണർ ആവും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നമ്മൾ വേറെ എന്തേലും പണിയിൽ അവരെ ലിസൺ ചെയ്യുമ്പോൾ അവർ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു പോകും. അല്ലെങ്കിൽ ഇത് നോക്ക്, ഇതൊന്ന് കേക്ക്, ഇന്നെ കേക്ക് എന്ന് പറയും. അത് നമ്മൾ കുറെ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും, പതുക്കെ സ്റ്റോപ്പ് ചെയ്യും. അത് കേൾക്കണ്ട, ഡൈവേർട്ട് ചെയ്യുന്നതിലേക്ക് പോകും, അല്ലെങ്കിൽ വേറെ എന്തിലേക്കെങ്കിലും അവർ അത് ഡൈവേർട്ട് ചെയ്യും, ഫോണിലേക്കോ ടിവിയിലേക്കോ. അവരുടെ ഇഷ്ടങ്ങളും കാര്യം. കുട്ടികളുടെ പെർസ്പെക്റ്റീവ് ഡിഫറെന്റ് ആണ്. നമ്മളൊന്നും എല്ലാ പാരന്റ്സും എല്ലാ മക്കളെയും വളർത്തുന്നത് നല്ലതാവണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷേ ഒരു ചെറിയ വാക്കോ ചെറിയ നോട്ടോ എന്തേലും തെറ്റിയ കുട്ടികളുള്ളിൽ കാണുന്നത് ഉമ്മയ്ക്ക് ഇന്ന ഇഷ്ടമല്ല, മറ്റോന് ഇഷ്ടമാണ്, ഉമ്മയ്ക്ക് ഓളെ ഇഷ്ടമാണ്, ഉപ്പയ്ക്ക് ഓനെ ഇഷ്ടമാണ്. ഈ മക്കൾ ഇങ്ങനെ തെറ്റായാണ് പെർസീവ് ചെയ്യുന്നത്. ഈ പെർസെപ്ഷനിലൂടെ വളർന്നു വരുമ്പോൾ കുട്ടികളുടെ ട്രസ്റ്റ് കുറയും, കുട്ടികൾക്ക് സങ്കടം വരും, കോൺഫിഡൻസ് കുറയും. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ കൂടെ നമുക്ക് ഐഡിയൽ ആയിട്ടൊന്നും കഴിഞ്ഞില്ലെങ്കിലും മക്കളുടെ ആക്റ്റീവ് ലിസണർ ആവാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പോ ആക്റ്റീവ് ലിസണർ ആവുന്ന ആളുകൾക്ക് നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനും കഴിയും. അവരെ കേട്ട് കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ സംസാരിക്കാൻ കഴിയും. പണ്ടത്തെ ഒരു സിസ്റ്റം ഞാൻ പറയട്ടെ, ഇപ്പൊ അതില്ല കേട്ടോ. ഇപ്പൊ എല്ലാ പാരന്റ്സും ഭയങ്കര, നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോ ഉള്ള ഒരു കോളേജ് ലെവലിലൊക്കെ ഉണ്ടായിരുന്നപ്പോ, അല്ലെങ്കിൽ ഒരു +2 10th ലെവലിലൊക്കെ ഉണ്ടായിരുന്നപ്പോ ഒരു സിസ്റ്റം നമ്മളൊക്കെ ഇങ്ങനെ പൊതുവെ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാ, പെട്ടെന്ന് മനസ്സിലാവാൻ കേട്ടോ. ഉമ്മാനോടൊക്കെ വന്നിട്ട് ഉമ്മ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവൻ എന്നെ തന്നെ നോക്കി എന്ന് പറയുമ്പോ അപ്പൊ വരുന്ന റിപ്ലൈ, ഈ ഓനെ നോക്കിയിട്ടല്ലേ. ചിലപ്പോ നമ്മള് ഈ ശ്രദ്ധിക്കേണ്ടാന്നോ ചിലരങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ.
പക്ഷെ ചില പേരൻസ് അപ്പൊ തന്നെ റിപ്ലൈ ചെയ്യും, ഈ പോനെ അന്നെ നോക്കിയത് എങ്ങനെയാ കണ്ട്, ഈ അങ്ങോട്ട് നോക്കിയിട്ടല്ലേ. അതോടുകൂടി പിന്നെ ഓൻ നോക്കിയതോ അതിനുശേഷം സെറ്റ് ആയതോ അതിനുശേഷം റിലേഷൻഷിപ്പ് ആയതോ ഒന്നും അറിയാൻ സാധ്യതയില്ല. കാരണം കുട്ടീനെ ആ സമയത്ത് അവിടെ ബ്ലെയിം ചെയ്തു. കുട്ടി ചിലപ്പോ നോക്കിയിട്ടുണ്ട്, ഒരാളെ നോക്കിയാലല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയേ കാണുള്ളൂ. അത് സ്വാഭാവികമായിട്ടുള്ള സത്യമാണ്. പക്ഷെ നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പണ്ട് ഇപ്പൊ കുറെ പാരന്റ്സ് കുറച്ചുകൂടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് തന്നെ ഇപ്പൊ എന്താ എന്നിട്ട് എന്താ ഉണ്ടായി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാൻ കപ്പാസിറ്റി ഉള്ള കുറച്ചുകൂടെ ഫോർവേഡ് ആയി ചിന്തിക്കുന്ന പാരന്റ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഈ കുട്ടികളെ റിവാർഡിന്ന് നേരെ ഓപ്പോസിറ്റിലേക്കാണ് കൊണ്ടുപോകാന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പൊ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താന്ന് വെച്ചാൽ ഒരു വ്യക്തിയില് അല്ലെങ്കിൽ ഒരു കുട്ടിയില് നല്ല സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർ ആവാം, സ്റ്റിക്കർ ആവാം, അപ്രീസിയേഷൻ ആവാം, അല്ലെങ്കിൽ കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ കുട്ടീനെ റെക്കഗ്നൈസ് ചെയ്യുന്നതാവാം. ഇപ്പൊ നമ്മളിപ്പോ ഷോർട്സിലൊക്കെ കാണാം 1 മന്ത് നോ സ്ക്രീൻ ടൈം ഉള്ള കുട്ടികൾക്കൊക്കെ അവാർഡ്, കേക്ക് കട്ടിങ്, അല്ലെ? ഇതൊക്കെ ഭയങ്കര ഒരു റെക്കഗ്നീഷൻ അവർക്ക് കൊടുക്കുന്നത്. കാരണം അവരെ കാണുന്നവരൊക്കെ ചോദിക്കും, ഒരു മാസം ഫോൺ ഉപയോഗിച്ചില്ലല്ലേ, അടിപൊളി. നമ്മൾ കാരണം അത്രയും ആളുകൾ ആ കുട്ടീനെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. അപ്പൊ ആ കുട്ടിക്ക് ആ സ്വഭാവം, ഓക്കെ ഫോൺ ഉപയോഗിക്കാത്ത, അപ്പൊ ഇത്രയും എപ്പോഴും ഫോൺ ഉപയോഗിക്കുന്ന നല്ലൊരു സ്വഭാവം അല്ല അല്ലെ, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പോസിറ്റീവ് ബിഹേവിയർ അവിടെ ആഡ് ആവും. അപ്പോൾ ഏതൊരു പോസിറ്റീവ് ബിഹേവിയറിനെ ആഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ടുള്ള കുട്ടിക്ക് ഇഷ്ടപ്പെടുന്ന പ്ലസന്റ് ആയിട്ടുള്ള സ്റ്റിമുലസ് കൊടുക്കുക. ഇനി നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്താന്ന് വെച്ചാൽ റിമൂവിങ് അൺപ്ലസന്റ് സ്റ്റിമുലസ് ടു സ്ട്രെങ്തൻ ബിഹേവിയർ. ഇത് കുറച്ച് മനസ്സിലാവോന്ന് എനിക്കറിയില്ല, എന്നാലും മനസ്സിലാക്കുക. വലിയ പ്രയാസമൊന്നുമില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പഠിക്കുക 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 ഇങ്ങനെ കുട്ടീനോട് പറഞ്ഞെടുക്കാം. മരുവായാ തുടങ്ങും, പഠിക്കടാ പഠിക്കടാ പഠിക്കടാ, എഴുതടാ എഴുതടാ, എക്സാം 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 എക്സാം. ഈ സാധനം കുട്ടിക്ക് അൺപ്ലസന്റ് ആണ്, ഇഷ്ടപ്പെടുന്നില്ല ഈ വർത്താനം, അല്ലെങ്കിൽ ചീത്ത പറയുന്ന കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ നമുക്ക് ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒന്നത് കുറച്ചു നോക്കുക. കുറച്ചു നോക്കുമ്പോ ആദ്യമേ പറയണം, ഞാൻ വല്ലാതെ ഒന്നും തന്നെ പറയൂല, ഒരു പ്രാവശ്യം പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്നില്ല, നീ തനിയെ ചെയ്യട്ടോ എന്ന് പറയാം. അത് ചെയ്തിട്ടില്ലെങ്കിൽ അന്ന് ചെയ്യുമ്പോൾ കുറച്ച് ക്ഷമ നമുക്ക് വേണം. ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ പറയേണ്ടത്, ഞാൻ ആഗ്രഹിച്ചേ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ വെറുപ്പിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ എനിക്ക് ദേഷ്യം വരുന്നത് ഞാൻ പറഞ്ഞു, അപ്പൊ ഞാൻ പറഞ്ഞില്ലെങ്കിൽ ചെയ്യുന്നാണ്. പക്ഷെ എന്റെ കുട്ടി ചെയ്ത് കണ്ടില്ല, കുഴപ്പമില്ല, നാളെ ചെയ്യുന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നല്ല രീതിയിൽ ഭയങ്കര സോപ്പ് പതപ്പിച്ച് വർത്താനം പറഞ്ഞുകൊണ്ട് മക്കളോട് നമ്മൾ വിചാരിക്കും മനസ്സിൽ വേറെ ആയിരിക്കും ഫീലിങ്സ് വരുന്നത്, കുട്ടികൾ ഇങ്ങനെ ഇങ്ങനെ, പക്ഷെ ആ പുറത്തേക്ക് അത് കാണിക്കാതെ വർത്താനം പറഞ്ഞ നിങ്ങൾ രക്ഷപ്പെട്ടോ. പുറത്തേക്ക് കാണിച്ചോ കുട്ടി അത് ചെയ്യൂല. കാരണം ഒരു മക്കൾക്കും അറിയില്ല ഒരു നന്നാവാനാ നമ്മള് ചീത്ത അറിയുന്നത്, ഒരു നന്നാവാനാ നമ്മള് തല്ലണേ. ഒരു വിചാരം ഇതൊക്കെ നമ്മളെ ഡ്യൂട്ടിയാണ് എന്നാണ്. അപ്പോ ഈ ഒരു സാധനം പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പലപ്പോഴും ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് വീടുകളിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അല്ല, നെഗറ്റീവ് സാധനം നടക്കാറുണ്ട്. സോറി, പോസിറ്റീവ് പണിഷ്മെന്റ് നടക്കാറുണ്ട്. അതായത് വെറുതെ അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അത് റോങ് വേല്. ഞാൻ പറഞ്ഞല്ലോ, അവർക്ക് എന്തെങ്കിലും ടാസ്ക് കൊടുക്കുന്നത് നല്ല വേ ആണ്. ചീത്ത പറയുന്നത്, അടിക്കുന്നത്, റിപ്പീറ്റ് വർത്താനം പറയുന്നത്, ഇത് റോങ് വേയിലുള്ള പണിഷ്മെന്റ് ആണ്. ഈ പണിഷ്മെന്റ് കൊണ്ട് ചിലപ്പോൾ സ്ട്രെങ്തൻ ചെയ്യാൻ കഴിയൂല. അപ്പൊ പാരന്റ്സ് വരുന്ന സമയത്ത് ഈ ഒരു സംഭവത്തെ കുറിച്ച് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവർക്ക് ഏത് സംഭവം കൊടുക്കാൻ പറ്റും, ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ? ഇങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് ഫെയിൽ ആയവരോ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഫൈറൂസ് ഉണ്ടാ? ഏതൊക്കെ അപ്ലൈ ചെയ്ത് ഫെയിലായി? അങ്ങനെ ഈ പഠിക്കുന്ന പറയണ സംഗതി കൊറേ ഞാനിങ്ങനെ നല്ല സോപ്പിട്ടൊക്കെ കൊറേ പറഞ്ഞു നോക്കിയിട്ടുണ്ടായി. പിന്നെ അതൊന്നും വർക്കാവുന്നില്ല. അപ്പോഴേക്കും നിന്നെ കാണാതെ ഫോണുമൊക്കെ എത്തിയിട്ടുണ്ടാവും. ഈ അങ്ങനെ ഫോൺ ഒരുപാട് എണ്ണം ഉണ്ടോ വീട്ടില്, ഇയാളുടെ അല്ലാതെ? ഇല്ല, ഉമ്മയുടേതുണ്ട്. ഉം. പിന്നെ അവന്റെ ഇതിൽ സിമ്മൊന്നും ഇതൊന്നുമില്ല. പക്ഷെ ഉമ്മാരേന്ന് എന്താണ് ടെതർ ചെയ്തിട്ട് അവന് യൂസ് ആക്കും. ആ, ആ, ആ. അവരെ ഈ ഫോൺ വർക്കൊക്കെ വാങ്ങിച്ചു വെക്കുന്ന പോസിബിളും അല്ല. ഫോൺ എന്നിട്ട് ഞാൻ വാങ്ങി വെച്ച് വെക്കാറുണ്ട്. അപ്പം ഉമ്മാന്റെ എടുക്കും. അങ്ങനെ അപ്പോ ഉമ്മാന്റെ ഫോൺ നമ്മുടെ ടെമ്പർ മാറും. ഏത് ഏജിലുള്ള കുട്ടിയാ? അവന് 12 years ആയി. ആ, ഏത് സെവൻത്തിലാ? സെവൻത്തിലാ. സിക്സ് സെവൻത്തിലാ? സെവൻത്തില്. ഉം. ആ, ഓക്കെ ഓക്കെ. എങ്ങനെയാ ഒരു അക്കാദമിക്സ് ലെവലൊക്കെ? ആവറേജ് ആണ്.
ബിഹേവിയറിലോ? ബിഹേവിയറിൽ കുഴപ്പമില്ല ആള്. ആ, ഇല്ല. ഉം. ആവറേജ് സ്റ്റഡി ഉണ്ടെങ്കിൽ വല്ല പുഷ് ചെയ്യണോ? അത് പോരെ ഒരു കുട്ടിക്ക്? അല്ല, ആവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 60ന്റെ താഴേക്ക് തന്നെ വരാറുള്ളൂ മാർക്കൊക്കെ. മലയാളം, ഹിന്ദി അതിലൊക്കെ നല്ല കുറവുണ്ടാവാറ് എപ്പോഴും. 100-ലാ? അല്ല, 100ൽ 60% താഴെ ഉണ്ടാവാറ് ആ. മലയാളം, ഹിന്ദി ആ സബ്ജക്റ്റിലൊക്കെ. ഉം, ബാക്കിയുള്ള സബ്ജക്റ്റിലൊക്കെ എങ്ങനെയൊക്കെ കരകയറും. 1-to-1 സപ്പോർട്ട് ഒന്നുമില്ല? 1-to-1 സപ്പോർട്ട് കൊടുത്തിരുന്നു. പിന്നെ എന്റെ ടെമ്പർ മാറുമ്പോ ഞാനത് പിന്നെ നിർത്തി. അല്ല, ഒരു 40% അല്ലെങ്കിൽ 50% മാർക്കുകാരന്റെ പാരന്റിനോടാണ് ഫൈറൂസ് പറയുന്നത്. അതുകൊണ്ട് എനിക്കിത് വലിയതൊന്നുമല്ല. ഹിന്ദി ഇന്ന് പഠിക്കുന്ന മോൻ എങ്ങനെയാണോ, ഞാൻ ഐഡിയപരമായിട്ടാണ് പഠിക്കുന്നത്. ഞാൻ എന്തേലും ഒന്ന് പഠിക്കുക, അക്ഷരങ്ങളൊന്നും അറിയില്ല. അവൻ ഇത്രയും കാലം സ്കൂളിൽ പോകത്തോണ്ട് പെട്ടെന്ന് പോകണല്ലേ. 4th എന്നല്ലേ ആദ്യമായിട്ട് സ്കൂളിൽ പോണ്. അപ്പൊ 5th എത്തിയപ്പോ ഹിന്ദി ഉണ്ട്. അപ്പൊ 1 മുതൽ ഹിന്ദി പഠിച്ച കുട്ടികളാണ്. അവൻ അക്ഷരങ്ങളൊന്നും കിട്ടൂല. അപ്പൊ അവന് ഐ ഏക് ദോ തീൻ അങ്ങനെ കുറെ പഠിച്ചു വെക്കാണ്ട് എല്ലാത്തിന്റെ ആദ്യത്തെ അക്ഷരം പഠിച്ചു തരാം. ഇത് എന്താ ഫുള്ള് പഠിച്ചു വെക്കുക ചോദിച്ചപ്പോ ഇത്രയോ പഠിക്കണം. ഇത് പഠിച്ച മിസ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോ ഞാൻ അവിടെ വേഗം മലയാളം എഴുതും. സോ എനിക്ക് ഉത്തരം കിട്ടും. പിന്നെ അടുത്തിരിക്കുന്ന കുട്ടീനോട് ക്വസ്റ്റ്യൻ വായിച്ചു തരാൻ പറഞ്ഞു, മിഠായി വാങ്ങിത്തരാ പറഞ്ഞു. ക്വസ്റ്റ്യൻ വായിച്ചിട്ടിയാ മതി, കാരണം അവന് വായിച്ചാ മനസ്സിലാവും, വായിക്കാൻ അറിയില്ല. ഓഹോ ഓഹോ. ഇങ്ങനൊക്കെ ഒരു ഐഡിയപരമായി ഞാൻ പിന്നെ വിചാരിക്കും ആവറേജ് ലേണിംഗ് ഇല്ലേ എന്ന്. അവനക്ക് LD ലേണിംഗ് ഡിസബിലിറ്റി, ഡിസ്ഗ്രാഫിക് ആണ് അവന്. നന്നായിട്ട് ഹിന്ദി അല്ല ഇംഗ്ലീഷും മലയാളം നന്നായിട്ട് റീഡ് ചെയ്യും. ഏത് കോംപ്ലിക്കേറ്റഡ് വേർഡും ഏത് കോംപ്ലിക്കേറ്റഡ് സെന്റൻസും റീഡ് ചെയ്യും. പക്ഷെ എഴുതാൻ അറിയില്ല. ഈ മലയാളം ഇതും എഴുതിയാലും അവന് ഭയങ്കര ഭാവനകളാണ്. പക്ഷെ ഭാവനയൊന്നും വായിക്കുന്നവർക്ക് അതാണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവില്ല. പറഞ്ഞാതാവും. കുറെയൊക്കെ റൈറ്റ് ചെയ്യും. കുത്തും പുള്ളിയും ചിഹ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയൂല. ഒരു കുട്ടിയുടെ കേട്ടിരുന്നു. ആ കുട്ടിക്ക് എക്സാമിനേഷനിലൊക്കെ മാർക്ക് ഉണ്ടാകും അത്രേ. ബട്ട് അവനെ കൊണ്ട് വായിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വായിക്കാൻ കഴിയൂല. ആ വായിച്ചത് എഴുതാനും പറഞ്ഞാല് അതും കഴിയില്ല. പക്ഷെ സ്കൂളിലുള്ള അക്കാദമിക്കിന്റെ എന്തെങ്കിലുള്ളത് അവൻ അങ്ങനെ ബൈഹാർട്ട് പഠിച്ചിട്ട് അതുപോലെ അങ്ങ് എഴുതി വെക്കും. അത് എന്തിന്റെ ഇതുകൊണ്ടാണ് വരുന്നത് അങ്ങനെ? നല്ല ബൈ ഹാർട്ട് ലേണിംഗ് ഉണ്ടാവും. അതായത് പിക്ചർ ഐഡന്റിഫിക്കേഷൻ നന്നായിട്ടുണ്ടാവും. ഒരു സാധനത്തെ കോപ്പി ചെയ്യാനുള്ള ഒരു എന്താ പറയുക, റോബോട്ടിക് മെമ്മറി എന്നൊക്കെ പറയില്ല, ആ സാധനം ഉണ്ടാവും. അപ്പോ അതൊന്നും അറിയില്ലെങ്കിലും ആ സാധനങ്ങളൊക്കെ അക്ഷരങ്ങൾ, ചിത്രങ്ങളായിട്ട് അവരുടെ മനസ്സിലുണ്ടാവും. അത് അവർക്ക് അതുപോലെ കോപ്പി ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മള് എക്സാമിന് മാർക്ക് എക്സാമിന് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മളൊരു പാസ്സാവാൻ പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റീഡ് ചെയ്യാനോ ചിഹ്നങ്ങൾ ഏതാ ചോദിച്ചാൽ അക്ഷരങ്ങളോ ഒന്നും അറിയുന്നില്ല. പുതിയ സാധനങ്ങൾ കൊടുത്താൽ കിട്ടൂല. ആ കുട്ടി ആഹാ. ബൈഹാർട്ട് ചെയ്ത സാധനമാണെങ്കിൽ പിന്നെയും അതിൻ്റെതാണ് എന്ന് സൂചിപ്പിച്ച് ആ കുട്ടി ഗസ് റീഡ് ചെയ്യും. നമ്മൾ LD പറയുമ്പോ ഗസ് റീഡ് ചെയ്യും എന്ന് പറയുന്നതായിട്ടില്ലേ. ഇത് ഇന്ന പാടാന്ന് പറഞ്ഞു കൊടുത്തു നോക്കൊണ്ടു ആ പാടത്തിലുള്ളത് കുട്ടി ഗസ് റീഡ് ചെയ്ത് വായിച്ചിരും. കാണാതെ, കാരണം കുട്ടി മനപ്പാടാക്കിയിട്ടില്ല. ഇവർക്ക് ഭയങ്കര മെമ്മറിയാ. LD സ്റ്റുഡൻസിന്, മോസ്റ്റ് ഓഫ് LD സ്റ്റുഡൻസിന് ഭയങ്കര മെമ്മറി ഉണ്ടാവും, ബൈഹാർട്ട് ലേണിംഗ് ഉണ്ടാവും. അപ്പൊ എന്റെ മോനെ സംബന്ധിച്ചിടത്തോളം ഇഫിലിൽ 50-ൽ 50 മാർക്ക്. നോക്കി ഓതാനുള്ളതില് 10ഉം 12 ഉണ്ടാവുള്ളൂ. അഡ്ജസ്റ്റ് ചെയ്താ ഒപ്പിച്ച് ഇങ്ങനെ ഓതി കൊടുക്കും. കാണാതെ അവർക്കറിയാം, കണ്ടിട്ടാണ് അവർക്ക് അറിയാത്തത്. ഓതാൻ അറബി തീരെ അറിയില്ല. അറബി അവന് അക്ഷരങ്ങളാ, ചിത്രങ്ങളാ. ചെറുപ്പത്തിലൊക്കെ എന്നോട് പറയായിരുന്നു, എന്താ ഈ ചിത്രങ്ങള്, ഇത് എന്താ ഖുർആൻ ഓതുമ്പോ എന്ത് ചിത്രം ഇത് എന്ന്. പിന്നെ അവൻ നന്നായിട്ട് ചിത്രം വരയ്ക്കും. ഇപ്പൊ മനാല് പറഞ്ഞ മാതിരി നന്നായി ചിത്രം വരയ്ക്കും. അപ്പൊ ആ ചിത്രം വരയ്ക്കുന്നതിന്റെ മലയാളം വേർഡും ഇംഗ്ലീഷ് വേർഡും എഴുതിപ്പിച്ചിട്ടാണ് കുറച്ചെങ്കിലും അക്ഷരങ്ങൾ രജിസ്റ്റർ ആയത്. അപ്പൊ അവൻ നന്നായിട്ട് വായിക്കും, സൗണ്ട് വെച്ചിട്ടാ വായിക്കുക. അതുകൊണ്ട് ഏത് പുതിയ വേർഡ് കിട്ടിയാലും വായിക്കാൻ അറിയാം. സൗണ്ട്സ് വെച്ചിട്ട് വായിക്കണോണ്ട് അക്ഷരങ്ങളെ സൗണ്ട് അറിയാം. മലയാളം ഇതുപോലെ അക്ഷരങ്ങളെല്ലാം അറിയും, പക്ഷെ എഴുതുമ്പോ ചിഹ്നങ്ങളൊക്കെ തെറ്റിപ്പോകും, ഷഫിൾ ചെയ്തു പോകും. പക്ഷെ അതാണ് ഒരു ആവറേജ് ലേണേഴ്സ് ഒക്കെ ആണെങ്കിൽ നമ്മള് നിങ്ങള് ട്രീറ്റ് ചെയ്യാൻ പോകുന്ന LD സ്റ്റുഡൻസ് എന്താണോ, അക്കാദമിക്സിലെ അവർക്ക് പ്രശ്നമുള്ളൂ. അവർ ഈ 10ാം ക്ലാസ് അല്ലെങ്കിൽ +2 ഒക്കെ ഒരു സ്ക്രൈബ് വെച്ച് എഴുതി കഴിഞ്ഞാല് അവരുടേതായിട്ടുള്ള പല കുട്ടികളും, ഒരു 90% കുട്ടികൾക്ക് എക്സ്ട്രാ എബിലിറ്റി എന്തെങ്കിലും ഉണ്ടാവാറുണ്ട്. ആ എബിലിറ്റിക്ക് പറ്റിയ ഒരു ജോബിലേക്ക് അവരെ ഡൈവേർട്ട് ചെയ്യുന്നതിലാണ് ഒരു പാരന്റിന്റെ വിജയം കിടക്കുന്നത്. ഇതൊരു ടീച്ചേഴ്സും പാരന്റ്സും LD കുട്ടീനെ മാനേജ് ചെയ്യാന്, ആ കുട്ടിയുടെ മദ്രസ അധ്യാപകൻ, സ്കൂൾ ടീച്ചേഴ്സ്, വീട്ടിലെ ആൾക്കാർ, തെറാപ്പിസ്റ്റുമാർ, ഇവരൊക്കെ വിചാരിച്ചാലേ നടക്കുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു മക്കൾക്ക്.
പഠിക്കാൻ പറ്റാത്തവനാ, പൊട്ടനാ, മണ്ടനാ. പഠിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് ഒരു രോഗമാണ് എന്ന് എത്ര അന്തള്ള ടീച്ചേഴ്സും പെട്ടെന്നൊന്നും ഐഡന്റിഫൈ ചെയ്യൂല. ഈ എൽ ഡി ഒക്കെ പഠിച്ച് B.Ed ഒക്കെ കഴിഞ്ഞു വന്ന ടീച്ചേഴ്സ് പോലും പറയുക എന്താണോ, ഒന്ന് ഇരുത്തി പഠിപ്പിച്ചാൽ മതി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഓനൊന്ന് ഇരുന്നാ മതി, ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മതി. പക്ഷെ ഇത് ഇങ്ങനെ ഒരു കണ്ടീഷൻ ആണെന്ന് എഴുതാനും വായിക്കാനും മാത്രമാണ് അവർക്ക് ബുദ്ധിമുട്ടെന്ന്, ബാക്കിയൊന്നും ഒരു കുഴപ്പമില്ലാന്ന് B.Edലൊക്കെ പഠിക്കുന്നുണ്ട്, TTCയിലും പഠിക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ അവർക്കത് പഠിക്കാൻ പറ്റാത്ത കുട്ടികളെ, LD കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കേൾക്കുന്ന ലേബൽ ഇരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, പഠിക്കുന്നില്ല, പഠിച്ചാൽ മതി, ഒന്ന് ഇരുന്നാ മതി, മണ്ടനാണ്, പൊട്ടനാണ്, മടിയനാണ്. മടിയൻ എപ്പോഴും കേൾക്കും. ചില മടികൾ എന്താണോ, ചിലര് ചിലപ്പോ നമുക്ക് കണ്ടാൽ തിരിച്ചറിയണം കേട്ടോ. ചില കുട്ടികൾ എഴുതുന്ന സമയത്ത് പറയും കുഴങ്ങി കൈ കഴച്ചിട്ട് വയ്യാന്ന്. പക്ഷെ ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾക്ക് പൊതുവെ കൈ കഴക്കും. ഡിസ്ഗ്രാഫി എഴുത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പെൻസിൽ ഗ്രിപ്പ് ഒന്നും കറക്റ്റ് അല്ലാതെ അവരെ ഹാൻഡ് റൈറ്റിംഗ്, അവരെ ഈ മസിൽ സ്പാസം ബുദ്ധിമുട്ടായതുകൊണ്ട് മസില് പെയിൻ എടുക്കും. അതുകൊണ്ട് അവർ കുറച്ച് എഴുതിയാൽ തന്നെ അവർക്ക് പെട്ടെന്ന് കൈ വേദനിക്കും. അതുകൊണ്ട് അവർ എഴുതാൻ വരൂല. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു റെമഡിയൽ ടീച്ചർ ഡിസ്ഗ്രാഫിക് ഉള്ള കുട്ടികൾക്ക് സ്ട്രെസ് ബോൾ ഒക്കെ കൊടുക്കും. അതുപോലെ ഒരു കുഞ്ഞു ബോൾ കിട്ടും, മെഡിക്കൽ ബോൾ എന്ന് പറയും. ഇങ്ങനെ ഫിംഗറിൽ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ റോൾ ചെയ്യുന്ന ബോള്. ഇത് ചെറിയ കുട്ടികളായിരിക്കുമ്പോ തന്നെ ഒരു പ്രശ്നമില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ അവര് വായിലിടുന്ന പ്രായത്തിലല്ല ഞാൻ പറയുന്നത്, അന്തം വെച്ച പ്രായത്തില് മണ്ണില്, പൊടിയില്, ചപ്പാത്തി പൊടിയില്, സ്ലൈമില്, ക്ലേയില് ഇതിലൊക്കെ നന്നായി കളിക്കാൻ അനുവദിക്കണം. അപ്പോഴേ അവർ ഈ ഫിംഗറിന്റെ മസിൽസ് സ്ട്രോങ് ആവുള്ളൂ. ഈ ഫിംഗർ മസിൽസ് സ്ട്രോങ് ആയാലേ പെൻസിൽ ഗ്രിപ്പ് നീറ്റിൽ കിട്ടുള്ളൂ. നിങ്ങൾക്ക് അങ്ങനെ കണ്ടിട്ടുണ്ടോ കുട്ടികളുടെ പെൻസിൽ ഗ്രിപ്പ് ഇല്ലാത്ത കുട്ടികളുടെ, അല്ലെങ്കിൽ റൈറ്റിംഗ് കണ്ടിട്ടുണ്ടോ ഡിസ്ഗ്രാഫിക് ഉള്ള കുട്ടികളുടെ? നേരിട്ടാരും കണ്ടിട്ടുണ്ടാവില്ല അല്ലെ? ഭയങ്കര ഇല്ല. ഷഫിളിങ് ആയിരിക്കും. അതുപോലെ നമ്മളിങ്ങനെ കുട്ടികളോട് എപ്പോഴും പറയും, കുട്ടികളോട് എങ്ങനെ പറയില്ല വെച്ചാൽ, നിങ്ങൾ ഓരോ വാക്ക് എഴുതി കഴിഞ്ഞാലും നിങ്ങൾ ഒരു ഫിംഗർ ഇങ്ങനെ വെച്ചിട്ട് വേണം അടുത്ത വാക്ക് എഴുതാൻ, വേർഡ്. പക്ഷെ എവിടെ നമ്മൾ മാറുന്നവർക്ക് ഒരു ഫിംഗറും ഉണ്ടാവില്ല, അങ്ങനെ പോകും. മോനുണ്ട്, മോന് എത്ര കറക്റ്റ് ആവില്ല ലൈന്. ബോർഡിൽ നോക്കിയിട്ട് ബുക്കിൽ നോക്കാതെ ഒരു എഴുത്തെങ്ങനെ എഴുതും, ലൈൻ എവിടെ ഉണ്ടാവും. പിന്നെ കുത്തും കോമിയൊന്നും അവർക്ക് ഉണ്ടാവില്ല. അത് അവരെ വായനയിലും മനസ്സിലാവും. അവർക്ക് ഫുൾ സ്റ്റോപ്പിൽ അവർ നിർത്താൻ സാധ്യത കുറവാണ്. കാരണം അത് ഒരു രജിസ്റ്റേർഡ് അല്ല. ഒരു ഫുൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നിർത്തേണ്ടതാണ്. സ്പീഡിൽ വായിച്ചു പോകും. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് അടുത്ത വേർഡിലൊക്കെ അവർ നിർത്തുക. കൂടെ നിന്ന് ചെയ്യുമ്പോ കറക്റ്റ് ആയിട്ട് എഴുതും. പക്ഷെ ചില സമയത്ത് നീറ്റിൽ എഴുതും. പക്ഷെ 90% ടൈമും മാറും. അല്ലാതെ അതായത് നമ്മൾ നിന്നാല് മാത്രം. അതുപോലെ ഈ എൽ ഡി കുട്ടികൾക്ക് എൽ ഡി കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യും. നമ്മൾ അങ്ങനെ ഉണ്ടാവോ? അസിസ്റ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ അസിസ്റ്റ് ചെയ്ത പല എൽ ഡി കുട്ടികൾക്കും വൃത്തിക്ക് എക്സാം എഴുതാൻ കഴിയും. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്സിൽ സ്ക്രൈബിനെ വെക്കുക എന്നല്ലാതെ ഇവർക്ക് ഒരു എക്സ്ട്രാ ടൈമോ ഇവർക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ടറെ പറഞ്ഞു കൊടുക്കാൻ നിൽക്കാനോ ഒന്നുമില്ല. ഒരു എക്സ്ട്രാ ടൈം കൊടുക്കുക, എക്സ്ട്രാ റീഡ് ചെയ്ത് കൊടുക്കുക ചെയ്താൽ ഇവര് കുറെ മാറും. ഇവർക്ക് ഒരു എക്സ്ട്രാ സപ്പോർട്ട്, സെപ്പറേറ്റ് സപ്പോർട്ട് കൊടുത്താൽ മതി. അതിവിടെ ഇല്ല സിസ്റ്റം. തൗഫിക്ക് എന്താ ചോദിച്ചേ? ഇല്ല, ഞാൻ ഇവിടെ പറഞ്ഞ മോനോട് പറഞ്ഞ. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോ കാണും. എന്താ പറയാ, CID മുസേൽ ഹരിശ്രീ അശോകൻ പറയുന്നില്ലേ, എഴുതാനല്ല അറിയുള്ളൂ, വായിക്കാൻ അറിയത്തില്ലല്ലോ, അങ്ങനെ പറയുന്നവരാണ് എൽഡിക്കാര്. നമ്മൾ എന്താ എങ്ങനെ ഇത് കണക്ട് ആവണോ? എഴുതുന്ന കുട്ടിയൊക്കെ എന്തുകൊണ്ട് വായിക്കാൻ അറിയുന്നില്ല, വായിക്കുന്ന കുട്ടിയൊക്കെ എന്തുകൊണ്ട് എഴുതാൻ അറിയുന്നില്ല? അത് ആ ഒരു എഴുതാന്, വായിക്കാന്, കേൾക്കാനൊക്കെ ബ്രെയിനിൽ ഓരോ ഭാഗങ്ങളുണ്ട്. എല്ലാ ഭാഗവും ഒരുപോലെ ആക്റ്റീവ് ആവണോണ്ടാണ് ഇത് പറ്റണത്. ഏതെങ്കിലും ഒരു ഭാഗം ആക്റ്റീവ് അല്ലെങ്കിൽ ആ ഭാഗത്തിന്റെ വർക്ക് അവിടെ നടക്കൂല. വായിക്കാനുള്ള കഴിവുണ്ടാവും, പക്ഷെ അത് എഴുതിയെടുക്കുമ്പോ ചിഹ്നങ്ങളൊക്കെ പോയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പിന്നെ നേരത്തെ പറഞ്ഞ പണിഷ്മെന്റ് ഉണ്ടല്ലോ, ഞാൻ കേട്ടുകൊണ്ട് പോരേനി. നിങ്ങൾ പറഞ്ഞ ആക്റ്റീവ് ലിസണിങ് അല്ലേ, എന്നാലും കേട്ടിക്കണേ ഞാൻ. അപ്പൊ അതിലേ അത് എന്താണ്, അത് എല്ലാ ഏജിലേക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഏകദേശം ഒരു കുട്ടിയാണല്ലോ നമ്മള് പറഞ്ഞ കേൾക്കണേ. ഓരോരു അങ്ങനെയാണ് ആ പ്രായത്തിലുണ്ടെങ്കിലേ പറ്റുള്ളത്. ഒരു 10 വയസ്സ് സ്കൂളിൽ പോയി 7ാം ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരു 6 വയസ്സിന് താഴെയാണ് ഈ റിവാർഡ് സിസ്റ്റം, പണിഷ്മെന്റ് സിസ്റ്റം ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുക. പക്ഷെ
ഈ റിമൂവിങ് പ്ലസന്റ് സ്റ്റിമുലസ് ഉണ്ടല്ലോ, അത് ഒരുവിധം നമ്മുടെ കൺട്രോളിലുള്ള മൈനറായ ഏത് പ്രായത്തിലും നടക്കും. അതായത് കുട്ടി നമ്മളെ കൺട്രോളിലായിരിക്കണം, വല്ലാണ്ട് കൺട്രോൾ വിട്ടുപോകരുത്. ചില മക്കളുണ്ട് ഇപ്പാരിമാരി പേടിപ്പിച്ച് ഇറങ്ങിപ്പോണം. അങ്ങനത്തെ മക്കളല്ലാതെ ഒരു 18 വയസ്സൊക്കെ ആണെങ്കിൽ ഇന്നും ഫോൺ എടുക്കണ്ട പറഞ്ഞാൽ എടുക്കൂല കേട്ടോ. എന്നുള്ളത് പറഞ്ഞ പേടിയുള്ള കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അത് അനുവദിക്കുന്നില്ല എന്ന് നമ്മളെടുത്തുന്ന ആ പവർ ആർക്കെങ്കിലും ഫാദറിനോ മദറിനോ ആ പവർ ഉണ്ടെങ്കിൽ 15+2 വരെയുള്ള കുട്ടികളത് അപ്ലൈ ആക്കാം. ഈ റിമൂവിങ് സിസ്റ്റം അല്ലേ? റിമൂവിങ് പ്ലസന്റ് സ്റ്റിമുലസ്. തല്ലാൻ പോണൊന്നും ഒരു പ്രായം ഓക്കെ. കഴിഞ്ഞാൽ തല്ലരുത്, കാര്യമില്ല. നമുക്കേ നമ്മുടെ മക്കളെ അടുത്തുനിന്ന് തിരിച്ച് കിട്ടാത്തിടത്തോളം നമ്മള് സേഫാ അല്ലെ? നമുക്കൊന്നും കുട്ടികളെ തല്ലണില്ല. 5-ാം ക്ലാസ്സുകാരനോ 4-ാം ക്ലാസ്സുകാരിയോ നമ്മളെ തല്ലിയ നമുക്ക് സങ്കടമില്ല. അതേസമയം 10-ാം ക്ലാസ്സുകാരിയോ 10-ാം ക്ലാസ്സുകാരനോ +2കാരിയോ നമ്മളെ തിരിച്ചു തല്ലിയ നമുക്കത് താങ്ങൂല. അതുകൊണ്ട് തല്ലാൻ പോവരുത്. പെട്ടെന്നുള്ള റിഫ്ലക്സാ, മനഃപൂർവ്വമല്ല. നമ്മൾ വേദനിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരു റെസ്പോൺസ് ചിലപ്പോൾ തിരിച്ച് നമ്മളെ തല്ലേ ഉന്തേ തല്ലണം എന്ന് കരുതി ചെയ്യണവരല്ല പലപ്പോഴും. പക്ഷെ അതോടുകൂടി നമ്മളെ എന്താ പറയാ മാതൃത്വം അവിടെ ആകെ ഡാമേജ് ആയി പോകും. അതുകൊണ്ട് വെറുതെ അടി വാങ്ങാൻ പോകണ്ട. ഒരു പ്രായം കുട്ടികളാവുമ്പോ അങ്ങനെ ആയിരിക്കും. നമ്മുടെ വടി വേണം കേട്ടോ, വേണ്ട ഞാൻ പറയുന്നില്ല. നമ്മുടെ ദീനിലൊക്കെ പറയണ മാതിരി കുട്ടികളെ പേടിപ്പിക്കാൻ വടി വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഒരു വടി ഉമ്മറത്ത് വെക്കുന്നൊക്കെ, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് വേണം പേടിപ്പിക്കാൻ, തല്ലാനല്ല. അതുകൊണ്ട് കുട്ടിക്ക് ഇത് കിട്ടും കിട്ടും തോന്നാനേ പറ്റുള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു. ഇപ്പൊ ഇത്രയൊക്കെ വികൃതിയാണെങ്കിലും ഇപ്പൊ എന്റെ മോന് ബോക്സിംഗ് പ്ലെയറും സംഭവമൊക്കെയാണ്. ഭയങ്കര വികൃതി ആയതുകൊണ്ട് ബോക്സിംഗ് പഠിപ്പിച്ചതാണ്. അതൊരു ഡിഫൻസ് മെക്കാനിസം ആയിരുന്നു, പക്ഷെ അതിൽ എക്സലന്റ് ആയി. പക്ഷെ ഒരു വടി എടുത്ത അതോടുകൂടി പേടിച്ചു. സോറി 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 സോറി, കാരണം ഇതുവരെ വല്ലാതെ കിട്ടിയിട്ടില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് തീർന്നു. അവന് മനസ്സിലാവും ഇതിന്റെ വേദന എത്ര ഉള്ളൂ, തീർന്നു. പക്ഷെ അത് പേടിപ്പിക്കാനുള്ള സംഭവം ആയിരിക്കണം. കൊടുക്കും കൊടുക്കും ഇങ്ങനെ തോന്നിയാൽ മതി, കിട്ടരുത്. ഇപ്പോഴും തല്ലിയ അതിന്റെ റിസൾട്ട് പോയി അല്ലെ? തല്ലിയവർക്ക് ഇപ്പൊ മനസ്സിലാവുണ്ടാവും, ഒരു കാര്യവും ഉണ്ടാവില്ല. അങ്ങനല്ലേ? അല്ലെ അതെ, നമ്മുടെ എപ്പോഴും തമ്മിലുള്ള പ്രശ്നമുള്ളൂ. അപൂർവമായിട്ട് കിട്ടുമ്പം കുട്ടിക്ക് അത് ഓർമ്മ ഉണ്ടാവും നല്ല ചെയ്യും. പേടിയായിരിക്കും. ഇനി അത് അപൂർവമായി കിട്ടുമ്പോ കിട്ടുന്നില്ലാണ്ടല്ലോ. നല്ല പേടിയായിരിക്കും. അതെ പേടി അതെ അതെ. ഇപ്പൊ ഇന്ന് ഞാൻ എന്റെ മോനെ നന്നായി പേടിപ്പിച്ച് തല്ലിന്ന് കരുതാ. അത്രയും ബുദ്ധിമുട്ടിച്ചപ്പോ ഒരു തല്ല് കൊടുത്തു. ആ തല്ലിന്റെ വേദന ആ കുട്ടി ഓർക്കണമെങ്കിൽ അത് പിന്നെ കിട്ടാതിരിക്കണം. പിറ്റേ ദിവസം കിട്ടിയ അത് യൂസ്ഡ് ആയി, അടുത്ത ദിവസം കിട്ടിയ അത് യൂസ്ഡ് ആയി. പക്ഷെ പിന്നെ ഒരു മാസോ 2 മാസോ കഴിഞ്ഞിട്ട് എന്തോ ഒരു തല്ലുകൊള്ളിത്തരം ചെയ്തപ്പോ ഞാൻ ആ വടി എടുക്കുമ്പോ ആ വേദനയുടെ ഇന്റൻസിറ്റി നന്നായി ഓർക്കും. മറ്റേ യൂസ്ഡ് ആയ എക്സ്പോഷർ യെസ്. തെറാപ്പി കൊടുത്ത പോലെയാണ് ഞങ്ങള്. എപ്പോഴും എക്സ്പോഷർ കൊടുത്ത് അതിനോടുള്ള പേടി ഇല്ലാതാക്കാണ്. ചീത്തയായാലും കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞാല് എവറിത്തിങ് ആർ യുണീക്ക്. നിങ്ങളെ മക്കളൊക്കെ യുണീക്കാണ്. നിങ്ങൾക്ക് എങ്ങനെയോ മാനേജ് ചെയ്യേണ്ടത്, കുറെയൊക്കെ നമ്മൾ അറിയാതെ ഉണ്ടാക്കിയ ശീലങ്ങൾ ആകെ വാർത്തെടുക്കേണ്ടി വരും. എന്താ പുതിയതാക്കി എടുക്കേണ്ടി വരും ഫുള്ള്. കുട്ടി ക്ലാസ് ഓളെ കേൾക്കാൻ കേട്ടിക്കണേ വന്നിട്ടുണ്ടോ? അങ്ങോട്ട് ആ പോ. എല്ലാം കാത്തിരിക്കണല്ലോ, കുട്ടികളെ റൂമുക്ക് വന്നാണ്. ചിലതൊന്നും കുട്ടികളെ കേൾപ്പിക്കണ്ട. നമ്മൾ കുട്ടി എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഉപ്പാന്റെ സൈക്കോളജിയാണ് അത് എന്ന് പറയും. അതെ അതെ. ഓക്കെ, അപ്പോ ബാക്ക് ടു ദ ഓക്കെ. പോസിറ്റീവ്. പിന്നെ ഞാൻ നേരത്തെ എന്താ പറയാ, തൗഫീക്ക് കയറാഞ്ഞിട്ടായിരുന്നു. കുറച്ച് വലിയ ആളുകൾക്കൊക്കെ സെറ്റ് ചെയ്യേണ്ട ടോക്കൺ എക്കണോമി എന്ന് പറഞ്ഞൊരു റിവാർഡ് സിസ്റ്റം ഞാൻ പറഞ്ഞിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് ഗിഫ്റ്റ് കൊടുക്കാതെ ഒരു വാല്യൂ ഇല്ലാത്ത സംഭവങ്ങൾ റിവാർഡായിട്ടോ വർത്താനായിട്ടോ ഒക്കെ ഇങ്ങനെ കൊടുക്കുക. അത് കുറെ എണ്ണം ആവുമ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. കാരണം നമ്മൾ ഒരു മനുഷ്യരിലെ ഹാബിറ്റ് ഫോം ചെയ്യേണ്ട ഒരു ഇത് എന്ന് പറയുന്നത് 21 ദിവസമൊക്കെ അടുപ്പിച്ചൊരു കാര്യം ചെയ്താൽ അറിയാതെ നമ്മുടെ ഒരു ഇഷ്ടമായി മാറാൻ സാധ്യതയുണ്ട്. അത് അല്ലെങ്കിൽ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആവാൻ സാധ്യതയുണ്ട്. 21 ഡേയ്സ്, അത് പിന്നെ കുറച്ചുകൂടെ കൂടി 41 ഡേയ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ശീലത്തിലേക്ക് അത് വരും. ശീലത്തിലേക്ക് വരാൻ അത് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രയാസം. അപ്പൊ നിങ്ങളൊരു 41 ദിവസം അടുപ്പിച്ച് വർക്കൗട്ട് ചെയ്ത ആളാണെന്ന് കരുതാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 42, 43-ാമത്തെ ദിവസം ആ വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ മിസ് ചെയ്തേലുള്ള ഒരു വിഷമം നിങ്ങൾക്ക് വരും. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ. അപ്പൊ അതേപോലെ ഈ 41 ഡേയ്സ് അല്ലെങ്കിൽ 21 ഡേയ്സ് ഒക്കെ കുട്ടിയിൽ ഇങ്ങനെ ടോക്കൺ വെച്ചിട്ട് ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത പതുക്കെ അത് പാർട്ട് ഓഫ് ലൈഫ് ആയിട്ട് മാറിക്കോളും.
അങ്ങനെ കുറച്ച് വലിയ മക്കളെ അങ്ങനെ മാനേജ് ചെയ്യാം. ഈ സംഭവമാണ് ഏത് കുട്ടികൾ വന്നാലും ബിഹേവിയർ മോഡിഫിക്കേഷൻ എന്ന് സൈക്കോളജി പറയുന്നത് ഇതിനെയാണ് കേട്ടോ. കൃത്യമായ കണ്ടീഷനും ക്രൈറ്റീരിയയും വെച്ചുകൊണ്ട് കുട്ടികളുടെ ബിഹേവിയറിനെ മാറ്റിയെടുക്കുന്നതിനാണ് സൈക്കോളജിയിലെ ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി എന്നൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോയാൽ കാണാം ആ കുട്ടിക്ക് ബിഹേവിയർ തെറാപ്പി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ബിഹേവിയർ തെറാപ്പി. ഇത് ഓരോ കുട്ടിക്ക് അനുസരിച്ചും ഡിഫറെന്റ് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇതിൽ ചിലപ്പോൾ വേറെ വേറെ ടാസ്കുകളും ആഡ് ചെയ്യും. ഇത് മാത്രമല്ല, ഇതിന്റെ കൂടെ വേറെയുണ്ട്. ഞാൻ ഇതൊന്ന് വായിക്കാം. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഗുഡ് ബിഹേവിയർ ഇൻ ചിൽഡ്രൻ. അതായത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യുന്നത് കുട്ടികളിൽ നല്ല ബിഹേവിയർ ഫോം ചെയ്യുന്നതിന് വേണ്ടിയാണ്. സിമിലർലി ബാഡ് ഹാബിറ്റ്സ് ക്യാൻ ഓൾസോ ബി എലിമിനേറ്റഡ്. അതുപോലെ തന്നെ നമുക്ക് റീഇൻഫോഴ്സ്മെന്റിലൂടെ അല്ലെങ്കിൽ പണിഷ്മെന്റിലൂടെ അവരുടെ ബാഡ് ബിഹേവിയറിനെ എലിമിനേറ്റ് ചെയ്യാം. ദ തിയറി ഓഫ് ഒപ്പറന്റ് കണ്ടീഷനിങ് ഹാസ് കോൺട്രിബ്യൂട്ടഡ് എ ലോട്ട് ഓഫ് ഡെവലപ്പിംഗ് ഓഫ് ടീച്ചിങ് മെക്കാനിസം ആൻഡ് പ്രോഗ്രാംഡ് ലേണിംഗ് ബൈ പ്രൊവൈഡിംഗ് ആൻ ഇമ്മീഡിയറ്റ് സ്റ്റിമുലസ് ഫോർ എ പെർട്ടിക്കുലർ റെസ്പോൺസ്. അതായത് ഒരു റെസ്പോൺസിനെ സ്ട്രെങ്തൻ ചെയ്യാനും വീക്കൻ ചെയ്യാനും കഴിയും. ഒരു റെസ്പോൺസിനെ റിവാർഡ് കൊടുത്തുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്യാനും ഒരു റെസ്പോൺസിനെ പണിഷ്മെന്റ് കൊടുത്തിട്ട് വീക്കൺ ചെയ്യാൻ കഴിയുന്ന ഒപ്പറന്റ് കണ്ടീഷനിങ്ങിലൂടെ സ്കിന്നർ പറഞ്ഞത് എഡ്യൂക്കേഷൻ വൈസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള യൂസ്ഫുൾ ആയിരുന്നു, ഇംപ്ലിക്കേഷൻ ആയിരുന്നു എന്നാ പറയുന്നത്. ജസ്റ്റ് ഇതുവരെ നടത്താത്തൊരു സംഭവം നമുക്ക് നടത്തിയാലോ? ഫർസാന, ഹൂ ഡെവലപ്ഡ് ഒപ്പറന്റ് കണ്ടീഷനിങ്? സ്കിന്നർ. സ്കിന്നർ. ഓക്കെ. അടുത്തത് ആരോടാ ചോദിക്കുക? ഫസ്റ്റ് ക്ലാസ് എടുത്തപ്പോ തൗഫീഖ് ഇല്ലായിരുന്നല്ലോ. ഇല്ലല്ല. ആ മനാലിന്റെ ഇപ്പോഴാണ് ഭാഷയിൽ സ്കിന്നർ ബോക്സ് എന്താന്ന് പറയോ? മനാലിന്റെ ഭാഷ പറഞ്ഞാൽ മതി. മ്യൂട്ടാണ്. ഒന്ന് ഓൺ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഇങ്ങോട്ട് കഥയായിട്ടോ അല്ലെങ്കിൽ എന്തായിട്ട് വേണമെങ്കിലും കവിതയായിട്ടോ ഒക്കെ പറഞ്ഞു. തെറ്റുകളില്ല അവിടെ, എല്ലാം ശരിയാണ്. സ്കിന്നർ ബോക്സ് ആരായിരുന്നു അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പറയത്? അത് എലിയ വെച്ചിട്ട് ചെയ്തതാണ്. ആ ഓക്കെ. ഒരു ഒരു സ്ഥലത്ത് അറിയാതെ ടച്ച് ചെയ്തപ്പോ ഫുഡ് കിട്ടി, മറ്റേ സ്ഥലത്ത് ടച്ച് ചെയ്തപ്പോ പണിഷ്മെന്റ്. അതാണല്ലോ അതിനകത്ത് വന്നിരിക്കുന്ന കാര്യം. അത് കറക്റ്റാണ്. ഇത് തെറ്റോ എന്നുള്ള ഇവിടെ ആർക്കും ഒന്നും വൃത്തിക്ക് പറയാൻ അറിയില്ല. ഞാൻ പോലും ഇത് പഠിച്ചിട്ടല്ല പറയുന്നത്. അല്ലാതെ ഞാൻ വേറൊരു ക്ലാസ് റൂം പോയിട്ട് എന്നോട് ഒരു സാറ് ചോദിക്കുമ്പോൾ ഇതന്നെയാവും എന്റെ അവസ്ഥ. ഇപ്പൊ ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ട് അല്ലെങ്കിൽ എനിക്ക് കുറെ കാലങ്ങളായിട്ട് അറിയുന്ന തിയറി ആയതുകൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നേ. പറഞ്ഞു ഒരു തെറ്റില്ല. നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന നമ്മൾ പറയുന്നതൊക്കെ നമ്മൾ ശരിയാണ് കേട്ടോ. അത് ഇങ്ങനെ പറയാ. ഓക്കെ, ഞാൻ കൂടി തരാം. ഇപ്പൊ പറഞ്ഞത് തന്നെയാണ് കറക്റ്റ്. സ്കിന്നർ ബോക്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നർ ഒരു എലിയിൽ വെച്ച് ഒരു ബോക്സിലിട്ട് പരീക്ഷണം നടത്തിയതിനാണ് സ്കിന്നറിയൻ ബോക്സ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു എലിക്കൂടിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എലിക്കൂടിന്റെ താഴെ കുറച്ച് ഷോക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പികളായിരുന്നു അതിന്റെ താഴെ ഉണ്ടായിരുന്നത്. അതിന്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സിലേക്ക് ഫുഡ് വന്ന് ചാടുന്ന ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. പുറത്താണ് ഫുഡ് കണക്ട് ചെയ്തിരുന്നത്. ഉള്ളുന്ന എലി നോക്കിയ ഫുഡ് കാണൂല. അതുപോലെ അതിന്റെ അടുത്തൊരു ലിവർ ഉണ്ട്, ഒരു റെഡ് ലൈറ്റ് ഗ്രീൻ ലൈറ്റും ഉണ്ട്. ഓക്കെ. അപ്പൊ എലി ഇങ്ങനെ കൂടിനകത്ത് പരക്കം പാഞ്ഞപ്പോ അറിയാതെ ആ ലിവറിൽ തട്ടിയപ്പോ ആ ലിവർ കണക്ട് ചെയ്തും പുറത്തുനിന്ന് ഫുഡ് ഉള്ളിലേക്ക് ചാടി. ഓക്കെ. അപ്പൊ എലിക്ക് മനസ്സിലായി ഇവിടെ തട്ടിയ, അറിയാതെ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് ഉണ്ടായത്, ഇവിടെ തട്ടിയ എനിക്ക് ഫുഡ് കിട്ടും എന്നുള്ളത്. അറിയാതെ വന്ന റെസ്പോൺസ് ആണ്. അതിനൊരു റിവാർഡ് കിട്ടിയോണ്ട് പെട്ടെന്ന് ആ എലി അത് പഠിച്ചെടുത്തു. കാരണം എന്താ, ഒരു നല്ലതാ കിട്ടിയത്, ഫുഡാ കിട്ടിയത്. അപ്പൊ വീണ്ടും വീണ്ടും ആ ലിവറിൽ തട്ടാൻ തുടങ്ങി, ഇങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പക്ഷെ ഓവർ ഈറ്റിംഗ് ആയപ്പോ എന്ത് ചെയ്തു, സ്കിന്നർ ഒരു കാര്യം കൂടെ പഠിപ്പിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ഫുഡിൽ തട്ടുന്ന സമയത്ത് ഗ്രീൻ ലൈറ്റ് ഉണ്ടായിരുന്നത്, പക്ഷെ റെഡ് ലൈറ്റ് കത്തുന്ന സമയത്തും വീണ്ടും അതിൽ തട്ടുകയാണെങ്കിൽ പതുക്കെ ഷോക്ക് കൊടുക്കാൻ തുടങ്ങി. ആദ്യമൊന്നും എലിക്ക് മനസ്സിലായില്ല. എലി ആകെ ഒരു പരക്കം വെപ്രാളം ഉണ്ടായത്. പക്ഷെ പിന്നീട് എലി അത് ലേൺ ചെയ്തു. എപ്പോഴും എപ്പോഴും ഈ ലിവറിൽ തട്ടും, ലിവറിൽ തട്ടേണ്ട സമയം പച്ച ലൈറ്റ് കത്തുമ്പോഴാണ്, അപ്പൊ എനിക്ക് ഫുഡ് കിട്ടും. ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ ഈ ലിവറിൽ തട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഷോക്ക് കിട്ടും, പണിഷ്മെന്റ് കിട്ടും. സോ ആ ശീലം അവിടെ ഇങ്ങനെ കുറഞ്ഞു. ഇതാണ് സ്കിന്നറിയൻ ബോക്സ് അല്ലെങ്കിൽ സ്കിന്നർ ബോക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ.
ഡിസ്കസ് അബൌട്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് സ്റ്റിമുലസ്. ഇത് ക്ലിയർ ആയോ? നിങ്ങൾ ഒരു പോസിറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞേ? പോസിറ്റീവ് പണിഷ്മെന്റ് ഇത് ഇട്ടരാൻ. പോസിറ്റീവ് പണിഷ്മെന്റോ? ഉം, എന്തെങ്കിലും ടാസ്ക് കൊടുത്തിട്ട് ഉം. ചെയ്യിപ്പിക്കണം. സ്വഭാവത്തെ അതായത് അൺപ്ലസന്റ് സ്റ്റിമുലസ് ആഡ് ചെയ്യാം ഒരിക്കൽ. ആ അവരെന്തേലും ചെയ്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് ബിഹേവിയർ ചെയ്തു കഴിഞ്ഞാൽ അത് കുറക്കാൻ വേണ്ടി അവർക്ക് ഇഷ്ടമല്ലാത്ത ടാസ്ക് കൊടുക്കാം. അല്ലെങ്കിൽ ഈ ചീത്ത പറയുന്ന, അടിക്കുന്നത്, അതൊന്നും അവർക്ക് ഇഷ്ടമല്ലാത്തതാണ്. പക്ഷെ അത് കൊടുക്കുന്നതിന് പകരം നമ്മൾ ടാസ്കുകൾ കൊടുക്കാം. ഈ നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു സാധനത്തിനെ, ഒരു ഫെസിലിറ്റീനെ നമ്മൾ മാറ്റി വെക്കുക. കളിക്കാൻ പോകണ്ടെന്ന് ഉമ്മാന്റെ കുട്ടി ഈ ചെയ്തതിന് ഇന്നത്തെ കളി കട്ട് ചെയ്തു കേട്ടോ എന്നും പറയുമ്പോ രസമായിട്ടുള്ള വർത്താനമാണ്. കുട്ടിക്ക് മനസ്സിലാവും ഉമ്മാന്റെ അടുത്ത് വർക്കാവില്ല എന്നുള്ളത്. ഓക്കെ, അതാണ് നെഗറ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ ഒരു കുട്ടി നല്ല ബിഹേവിയർ ചെയ്യുമ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്രീസിയേഷൻ കൊടുക്കുക, സ്റ്റാർ റിവാർഡ് കൊടുക്കുക, മെറ്റീരിയൽ ആവാം, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടൊന്ന് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും പറയാം എന്റെ കുട്ടി ഇങ്ങനെ ചെയ്തു കേട്ടോ, നല്ല അടിപൊളിയായിട്ടോ, ആ റെക്കഗ്നീഷൻ കൊടുക്കുക. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പറഞ്ഞാൽ നമ്മൾ ഇഷ്ടമല്ലാത്തൊരു സാധനം കൊടുത്തത് കുറക്കുക, എന്നിട്ട് സ്വഭാവത്തെ കൂട്ടുക. അതായത് എപ്പോഴെപ്പോഴും ഇങ്ങനെ ഷൗട്ട് ചെയ്തിട്ട് കുട്ടി പഠിക്കാതിരിക്കണം എന്നില്ല. അപ്പൊ കുട്ടി പഠിക്കാതിരിക്കുക, ഈ ഷൗട്ടിങ് ഒന്ന് കുറച്ച് നോക്കുക. നല്ല എഫേർട്ട് എടുത്ത് പ്രാക്ടീസ് ചെയ്യേണ്ട സാധനം കേട്ടോ ഇത്. ഇതെല്ലാ ബിരുദന്മാരിലും ഇപ്പൊ വൈറസ് ഒക്കെ ഫെയിൽ ആയ പോലെ അതൊക്കെ നമ്മള് ഇറ്റ്സ് ഡിപ്പെൻസ്, ഓരോ രീതിയിലാണ്. എന്തായാലും തിയറി പറയുമ്പോ നിങ്ങളെ പഠിപ്പിച്ചു തരണല്ലോ. പക്ഷെ നമ്മൾ ഈ സ്റ്റാർ കൺസൾട്ടേഷൻ ഒക്കെ കൊടുക്കലൊക്കെ പോസിറ്റീവ് അത് റീഇൻഫോഴ്സ്മെന്റ് പോസിറ്റീവ് വരിക. റീഇൻഫോഴ്സ്മെന്റ്. സ്റ്റാർ കൊടുക്കുക, കുട്ടീനെ ഹഗ് ചെയ്യുക, പാറ്റ് ചെയ്യുക, ഗിഫ്റ്റ് കൊടുക്കുക, ഇതൊക്കെ. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഇത്രേ ഉള്ളൂ. നമ്മൾ ഇഷ്ടമല്ലാതെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്, നല്ലത് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടമല്ലാത്ത സാധനം അങ്ങോട്ട് മാറ്റിയിട്ട് അത് നല്ലത് ചെയ്യട്ടെ എന്ന് വിചാരിക്കുക. ഈ സ്റ്റാർ കൊടുക്കലും ഈ ട്രോഫി കൊടുക്കലും ഉണ്ടല്ലോ. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മള്, കുട്ടികൾക്ക് ഈ ട്രോഫി കൊടുക്കല് ഒരു എന്താണ്, ഒരു വിലയില്ലാതായിട്ടുണ്ട്. അപ്പൊ ആ ഈ നേരെ ട്രോഫി കൊടുക്കണതും പിന്നെ ഒരു ആ 10 സ്റ്റാർ കിട്ടിയാൽ ട്രോഫി കൊടുക്കുക, അത് തമ്മിൽ ആ അത് ഏത് പോസിറ്റീവ് റിപ്രസെന്റ് വരും? അത് അത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. അതിനെ നമ്മൾ ടോക്കൺ എക്കണോമി എന്ന് പറയും കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടോക്കൺ എക്കണോമി സിസ്റ്റം. അതായത് കുറെ സാധനം വെച്ച് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ എന്ന് പറയുന്ന കുറെ സ്റ്റാർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അവർക്ക് ഇഷ്ടമുള്ള ഒരു മൂല്യമുള്ളതിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക. സ്റ്റാറിൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അതിനാണ് ഞാൻ ഫസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞത്. നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ പോയിന്റ് കിട്ടും. പോയിന്റ് കൂടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ പോകും. കുറെ പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അത് ചെറിയ ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലെ, നമുക്ക് റെഡീം ചെയ്യാൻ കഴിയും. സൂപ്പർ മാർക്കറ്റിലൊക്കെ കുറെ പോയിന്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അടുത്ത് പൈസ കുറവാണെങ്കിൽ 150 രൂപ നിങ്ങളുടെ വാലറ്റിൽ ഉണ്ട് കേട്ടോ, ഈ പോയിന്റിൽ ഉണ്ട് കേട്ടോ, റിഡക്ട് ചെയ്യട്ടെ എന്ന് റെഡീം ചെയ്യട്ടെ കഴിയും. അത് നമുക്ക് കിട്ടുന്ന ടോക്കൺ എക്കണോമി റിവാർഡാണ്. അതാണ് ഈ ഇപ്പോ എന്താ പറയാ ഇവര് പറഞ്ഞ 10 വെക്കണേലാറ് നല്ലേ ഈ പറഞ്ഞ മാതിരി 21, 41 ഒക്കെ സ്റ്റാറിലേക്ക് കൺവേർട്ട് ചെയ്ത പതുക്കെ അതൊരു ഹാബിറ്റ് ആയി മാറും. പക്ഷെ ഇത് കൂടുതൽ എഫക്റ്റീവും കുട്ടികൾക്ക് അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കണ ശരിക്കും പോസിറ്റീവ് പെർസെന്റ് ആണല്ലോ അല്ലെ? പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണല്ലോ എന്നല്ല, ഇറ്റ് ഡിപ്പെൻസ്. ചിലർക്ക് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, അതായത് ആ ഒരു കാര്യം കൊണ്ട് മാത്രം ചില കുട്ടികൾ ചില സ്വഭാവങ്ങൾ ചെയ്യാത്തത് ഉണ്ടാവും. അപ്പൊ ഇത് പാരന്റ്സിനെ മനസ്സിലാക്കി കൊടുക്കണം, നിങ്ങളുടെ ഈ വർത്താനം കൊണ്ടാണ് കുട്ടി ചെയ്യാത്തത്. അത് വെറുതെ പാരന്റ് നിൽക്കണേലാറെ നമ്മളൊരു കൺസൾട്ടേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ കാര്യങ്ങൾ കുട്ടീനെയും പാരന്റിനെയും ബോധ്യപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറ്റം വരും. ഈ നമ്മ അങ്ങനെ ഉമ്മ എനക്ക് ഇഷ്ടമല്ല, അമ്മ ഇങ്ങനെ ഈ ചൊറിയുന്നത് എനക്ക് ഇഷ്ടമല്ല, അമ്മ ചൊറിച്ചിൽ നിർത്തിക്കോളൂ, അല്ലെങ്കിൽ ഇപ്പൊ ചൊറിച്ചിൽ നിർത്തിക്കോളൂ, ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ചെയ്യണം, ഇത് ഓക്കെ ആണോ എന്ന് അവരത് സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ. ഇനി ചിലർക്ക് നെഗറ്റീവ് പണിഷ്മെന്റ് കൊടുക്കുന്നത് വലിയ പേടിയാണ്. കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് അവർക്ക് നഷ്ടപ്പെട്ടു പോണത്. അവർക്ക് ചിലപ്പോൾ ഒരു ദിവസത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മൊമെന്റ് അവർ പുറത്തു പോയി കളിക്കുന്ന മൊമെന്റ് ആയിരിക്കും. ആ മൊമെന്റിനെ നമ്മൾ കട്ട് ചെയ്യാണ്. ഇന്ന് ഇത് ചെയ്തോണ്ട് പിന്നെ ആ കുട്ടി അത് ചെയ്യൂല. അത്രയും നമ്മൾ എപ്പോഴും ചെയ്യാൻ പണിഷ്മെന്റ് ആയാലും റീഇൻഫോഴ്സ്മെന്റ് ആയാലും കൺസിസ്റ്റന്റ് ആയിരിക്കണം. നിങ്ങളത് ഇങ്ങനെ സ്റ്റേബിൾ അല്ലാതെ ഫ്ലക്ച്വേറ്റ് ചെയ്യരുത്. ഇങ്ങനെ കുട്ടി എക്സ്ക്യൂസ് ചെയ്യുമ്പോ നമ്മളെ കുട്ടികൾ നമ്മളെ വിൽക്കാതെ, മനാലിന്റെ കുട്ടി എന്നാണല്ല, നമ്മളെ കുട്ടികൾ നമ്മളെ എങ്ങനെയും സോപ്പിട്ട് പറ്റിക്കും. ആ ചിത്രം വരച്ചിരിക്കുക അല്ലെ, അടിപൊളി.
മോള് വരച്ചത് നന്നായിട്ടുണ്ട്. എന്താ വരച്ചിരിക്കണേ പറഞ്ഞെന്നാ? എന്തൊക്കെയാ വരച്ചിരിക്കണേ? പറ, അവിടെ എല്ലാരും കാണുന്നുണ്ട്. എന്ത് നന്നായിട്ട്. നീ അത് കളർ ചെയ്യോ? പോയോ? ഓക്കെ. നമ്മൾ എവിടെ നിർത്തി? ഈ എല്ലാതും ഓരോ മക്കൾക്ക് അനുസരിച്ചാണ് വർക്കാവുക. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം എന്താ അതില് നമ്മൾ തൊട്ട് കളിക്കാം. അപ്പോ ഇങ്ങോട്ട് സെറ്റ് ആയിക്കോളും. ഇത് സ്കൂളുകളിൽ വർക്ക് ചെയ്യുക, വീട്ടിൽ വർക്ക് ചെയ്യുക. നമുക്ക് സൈക്കോളജിയിൽ കൺസൾട്ടേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളിലും പിന്നെ ഞാൻ പറഞ്ഞ പോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു റുട്ടീൻ സ്ട്രക്ചർ ചെയ്യുമ്പോൾ അസ് എ ട്രെയിനർ, റെമഡിയൽ ട്രെയിനർ, ടീച്ചർ കുട്ടീനെ മുന്നിലെത്തി കുട്ടിക്ക് തോന്നണം കുട്ടിക്ക് വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതായത് കുട്ടീനോട് പെർമിഷൻ ചോദിക്കണം. അപ്പൊ നമ്മളൊരു കുട്ടി നേരത്തെ നിൽക്കാത്ത കുട്ടിയാണ്, ആ കുട്ടിയുടെ ഒരു റുട്ടീൻ സ്ട്രക്ചർ ചെയ്യാണ്, റിവാർഡ് സിസ്റ്റം ഒക്കെ വെച്ച് സ്റ്റാർ കിട്ടുട്ടോ എന്നൊക്കെ പറഞ്ഞ് സ്ട്രക്ചർ ചെയ്യുമ്പോൾ 8 മണിക്കൊക്കെ നീക്കുന്ന വലിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ 7 മണിക്കൊക്കെ നീക്കുന്ന. അപ്പൊ അത് 5 ഒന്നും ആക്കിയിട്ടില്ലെങ്കിൽ ഒരു 6 മണിക്ക് നീക്കിയാൽ ഈ റെഡിയാണോ? ഡീലാണെങ്കിൽ ഡീലാവണം നമ്മൾ ഉറപ്പിക്കണം. നമ്മളൊരു റാപ്പോ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നന്നായിട്ട് അവിടെ വർക്കാവും. അതായത് നമ്മളായിട്ടും ആ കുട്ടിക്ക് ഒരു റിലേഷൻഷിപ്പ് നന്നായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞൊക്കെ അവിടെ കേൾക്കും. പലപ്പോഴും പല പാരന്റ്സും പറയുന്നുണ്ട്, ഡോക്ടറെ നമ്മളെ പല ഡോക്ടറെ എന്ന് വിളിക്കുക, എത്ര അല്ല എന്ന് പറഞ്ഞാലും ഓരത് വിളിക്കും. ഡോക്ടറെ നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. പക്ഷെ നമ്മൾ പറയുന്ന അവിടെ വർക്ക് ആവണം എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ലല്ലോ. വീട്ടിലെ ഈ സാധനങ്ങളൊന്നും നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് സെന്ററിൽ കണ്ടാൽ മതി. പറ്റുള്ള എല്ലാ ഇതൊന്നും നമുക്കറിയില്ല. അപ്പൊ നമുക്ക് നല്ല ക്ഷമ ഉണ്ടാവും, ചിരി ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. കുട്ടീനെ എങ്ങനെ ബൂസ്റ്റ് ചെയ്യും, ഒരു റാപ്പോ നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ നമുക്ക് കഴിയും. ആ റാപ്പോ കുട്ടീനെ ഇഷ്ടപ്പെട്ട് കുട്ടിക്ക് വേണ്ടിയ ഉമ്മയ്ക്ക്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു പാരന്റും കുട്ടിയും കൂടെ നിങ്ങളെ അടുത്ത് വരുമ്പോ ഈ കംപ്ലൈന്റ് പറയാൻ നിൽക്കുമ്പോ ഒരിക്കലും ആ കുട്ടീന്റെ മുന്നിൽ ആ കംപ്ലൈന്റ് എല്ലാം കേൾപ്പിക്കരുത് നിങ്ങള്. ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാല്, എന്തെങ്കിലും പഠന പ്രശ്നം എന്തോ ആയിക്കോട്ടെ, ആ കുട്ടിക്ക് ഒരു ചെറിയ ടാസ്ക് കൊടുക്കുക. നിങ്ങളടുത്ത് വല്ല എപ്പോഴും നമ്മുടെ ക്ലിനിക്കിൽ കുറെ പസിൽസും അല്ലെങ്കിൽ ഹുക്കുകളും കുട്ടികൾക്ക് കുറച്ച് പണി ചെയ്യണ കുറച്ച് സാധനങ്ങൾ വെക്കണം എന്നല്ല, ആ ഒരു സാധനം കൊടുത്തിട്ട് കുറച്ചു നേരം പുറത്തിരിക്കട്ടോ. അല്ലെങ്കിൽ ഇനി വലിയ കുട്ടികളാണെങ്കിൽ എന്റെ ഒരു 5 ഇയർ പ്ലാൻ ഒന്ന് എഴുതിക്കെ. ഇപ്പൊ ഈ 10ലല്ലേ, 10 കഴിഞ്ഞിട്ട് ഈ എന്താവും, +2 കഴിഞ്ഞിട്ട് എന്താ പ്ലാന്, എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ, ജസ്റ്റ് ഒന്ന് എഴുതിക്കെ. ഒരു പ്ലാനും ഇല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടാൽ മതി. ഒന്ന് പുറത്തിരിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് വേണം കൂടെ വന്ന ഫാദറിന്റെയും മദറിന്റെയും ടോക്കുകൾ കേൾക്കാൻ. ആ കുട്ടീനെ മുൻനിർത്തി ടോക്ക് കേൾക്കാൻ പോയാല് കുട്ടി ആദ്യേ പ്രജുഡൈസ്ഡ് ആവും. വീട്ടിൽ നിന്ന് ഇതൊക്കെ കേട്ടു, ഇതൊക്കെ ഇവിടെയും വിളമ്പി കൊടുത്തു, ഈ ഡോക്ടർ തന്നെ മനസ്സിലാക്കുക. ഓക്കെ. അപ്പൊ അത് നിങ്ങൾ അങ്ങനെ കേൾക്കാൻ പോകരുത്. എന്നിട്ട് പുറത്ത് നിർത്തിയിട്ട് കുട്ടീനെ വിളിക്കുക. കാരണം നമ്മൾ ഉമ്മ പറഞ്ഞു ഫുള്ള് കേൾക്കണ്ട, കുട്ടി പറഞ്ഞു കേൾക്കണ്ട, രണ്ടും കൂടെ അനലൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമുക്ക് വേണം. പൊതുവെ കുറച്ച് ബുദ്ധിയുള്ള അന്തള്ള കുട്ടികളൊക്കെ പിന്നെ കേറുമ്പോ എന്താ മോനെ, എന്തായിരുന്നു മോളെ കാര്യം ചോദിക്കുമ്പോ ഉമ്മ പറഞ്ഞെന്തേലും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? അതിന് ചോദിക്കുന്ന കുട്ടികളുണ്ട്, ഉമ്മൊക്കെ പറഞ്ഞെന്തേലും, അല്ലെങ്കിൽ ഇപ്പൊക്കെ പറഞ്ഞെന്തേലും. അപ്പൊ നിങ്ങൾ എന്താ പറയാ? എന്താ പറയാ? നമ്മൾ വിചാരിക്കുന്ന ഒരു കുട്ടികൾ ഇങ്ങനെ ചോദിച്ചതിന് അതേപോലെ മറുപടി തരുന്ന കുട്ടിയൊന്നും ആവില്ല. നിങ്ങൾ എന്താ പറയാ? പറ. ഉമ്മ പറഞ്ഞെന്നീലേ, ഒക്കെ കേട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? മോന് പറയാനുള്ളതും പറയാൻ പറയും. അടിപൊളി. മോന് പറയാനുള്ളത് പറയാന്നുള്ളത്. മനാൽ എന്താ പറയാ? അത് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്റെ മോൻ ചോദിക്കും. തീർച്ചയായിട്ടും ഒത്തിരി അന്തള്ളവരൊക്കെ ചോദിക്കും. നമുക്ക് മോന് പറയാനുള്ള, അല്ലെങ്കിൽ പറയാം ഉമ്മ ഉമ്മയുടെ കാര്യം പറഞ്ഞു, നീ പറഞ്ഞ ഞാൻ കേൾക്കട്ടെ, എനിക്ക് എന്റെ കാര്യങ്ങളും കേൾക്കണല്ലോ. അപ്പൊ ഈ പറ. അപ്പളേ തോന്നുള്ളൂ ഇത് ഉമ്മ പറഞ്ഞ് മാത്രം കേൾക്കാൻ നിൽക്കുന്ന ആളല്ല, ഇന്റെ ഭാഗത്തുനിന്നും കൂടെ കേട്ടിട്ടാണ് മറുപടി പറയുന്നത് എന്നുള്ളത്. അവിടെ എപ്പോഴും ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്ത് ഭയങ്കര സപ്പോർട്ട് അത് ചെയ്യണം നമ്മക്കേ എന്നല്ല പറയുന്നത്. ആ ഇമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് ശരിയാ നോക്കട്ടെ, ജൂണി പറയാൻ എങ്ങനെ ഉണ്ടാവും? അങ്ങനെയും കുഴപ്പമില്ല. എല്ലാവരിലും വർക്ക് ആവുമെന്നോ? അത് എന്താന്ന് ഉമ്മ പറഞ്ഞു അത് ശരിയാണോ നോക്കട്ടെ പറയുമ്പോ അമ്മ പറഞ്ഞു കുറച്ചൊക്കെ നമ്മൾ വിശ്വസിച്ചു. നമ്മൾ ആരും പറയണ വിശ്വസിക്കുന്നില്ല. അതും വർക്കാവട്ടോ, അങ്ങനെയും പറയാം. പക്ഷെ നമ്മൾ എപ്പോഴും കുട്ടികൾ ഭയങ്കര ബുദ്ധിയുള്ള ജാതികൾ, ഭയങ്കര ബുദ്ധിയാണ്. നമ്മൾ വിചാരിക്കാത്ത മീനിങ്ങുകൾ കണ്ടെത്താൻ കഴിയും മക്കൾക്ക്. അപ്പൊ നമ്മളെപ്പോഴും അവർക്ക് തോന്നണം എങ്ങനെ നിങ്ങൾ ടോക്ക് ചെയ്യുക, പക്ഷെ ടോക്ക് ചെയ്യുമ്പോൾ തോന്നണം ഇവർ ഉമ്മാന്റെ അടുത്ത് നിന്ന് കേട്ടുകണെങ്കിലും എന്റെ അടുത്ത് നിന്ന് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്.
എന്ന് ഫീൽ ചെയ്യണം. ഉം. എൻ്റെ അടുത്തൊരു കുട്ടി വന്നപ്പോ, ഒരു LD കുട്ടി, 10ാം ക്ലാസ്സുകാരനാണ്. വന്നു കഴിഞ്ഞിട്ട് ഒരു 5-6 സ്ഥലത്ത് പോയി. ഫാദർ ഭയങ്കര ക്രൂരായിട്ടാ സംസാരിക്കുന്നത്. മദർ വന്നിട്ടില്ല. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് കുറെ ഇത് പറഞ്ഞു. പക്ഷെ അത് സുബ്രതോ കപ്പിൽ കളിക്കുന്ന ഫുട്ബോൾ പ്ലെയർ ആണെന്ന് മാത്രം എന്നോട് ഫാദർ പറഞ്ഞിട്ടില്ല. കാരണം ഫാദറിന് അതൊരു കൺസേൺ അല്ല. പന്ത് കളിച്ചിട്ട് പന്ത് കളിച്ചിട്ട് ഇപ്പൊ കുട്ടികൾ എവിടെ എത്തൂലല്ലോ. ഇത്രയും അത്യാവശ്യം നല്ലൊരു പ്ലെയർ ആണ് ആ കുട്ടി. ആ കുട്ടീനോട് ഞാൻ പിന്നെ ചോദിച്ചു എന്തൊക്കെയാണ്, ഉപ്പ കുറെ കാര്യങ്ങൾ പറഞ്ഞു, നീ എന്തൊക്കെയാ വിശേഷങ്ങൾ പറയാൻ എന്താന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ ഒന്നും പറയണില്ല. ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോ അയക്കാരം പറഞ്ഞില്ലേ, അയക്കാരം നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നില്ലേ, ഈ അയക്കാരം പറഞ്ഞിരുന്നില്ലേ, നമ്മൾ ചെയ്യുന്നില്ലേ, ഈ ചോദ്യം മാത്രം കുട്ടി. അപ്പൊ എനിക്ക് എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് പറഞ്ഞാൽ എലിനോട് കൂട്ടി എന്റെ ഇഷ്ടമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഫുട്ബോൾ ഇഷ്ടമാണ്, പക്ഷെ അത് ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നെ പഠിപ്പിക്കാനല്ല എന്റെ ഇപ്പൊ കൊണ്ടുവന്നത്. ഒരു പോയിന്റ് അവിടെ നിന്ന് കിട്ടി കുട്ടിയുടെ ഫ്രസ്ട്രേഷൻ എന്താന്നുള്ളത്. കുട്ടിക്ക് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യത്തെ ഒരിക്കൽ പോലും ഇവര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. നാട്ടുകാരാണ് ഈ കോച്ചിങ്ങിന്റെ ഇതിൽ കൊണ്ടുപോയി ചേർത്തിക്കണം, സെലക്ഷനൊക്കെ കൊടുത്തിക്കണേ കുട്ടി അവിടുത്തെ ഗ്രൗണ്ടിൽ കളിച്ചിട്ട്. അപ്പൊ ഇവരുടെ ഈ പാവാണ്, എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ഫാദറാണ്. ഫാദറിന്റെ കൺസേൺ ഇത്രേ ഉള്ളൂ, പന്തളിച്ച് നടന്നിട്ട് കുട്ടികൾ രക്ഷപ്പെടൂല, പന്ത് മാത്രം കളിച്ച കുട്ടികൾ രക്ഷപ്പെടൂല എന്നുള്ളത് റിയാലിറ്റിയാണ്. പക്ഷെ ആ കുട്ടീനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത പ്രശ്നമാണ്. LD ആണെന്നുണ്ടെങ്കിൽ സ്ക്രൈബ് എന്നുള്ള ഒരു ഓപ്ഷൻ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. സ്ക്രൈബ് എഴുതി ഒരിക്കലും സർട്ടിഫിക്കറ്റിൽ സ്ക്രൈബാന്ന് അറിയൂല. പിന്നെ ഇത്രയും പന്തളിച്ച് ഈ ഒരു ഇതിലൊക്കെ എടുത്ത് ഏത് കോളേജിലും സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടും, ഏതൊരു കോഴ്സിലും. അതിനുള്ള നോളജ് ഒന്നും ഇല്ല. അപ്പൊ പിന്നെ ആ ഫുട്ബോളിന്റെ ഇഷ്ടങ്ങളും ഫുട്ബോളിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞപ്പോ ആ കുട്ടി അങ്ങോട്ട് ഒരു കണക്ഷൻ കിട്ടി. പിന്നെ ആ കുട്ടി ആദ്യം സംസാരിച്ച് തുടങ്ങിയപ്പോ എന്നോട് പറഞ്ഞതേ, എനിക്ക് എന്തെങ്കിലും ക്ലാസ് തരികയാണെങ്കിൽ എനിക്ക് ഒറ്റക്ക് തരണം, മറ്റു കുട്ടികളെ മുന്നിൽ വെച്ച് തരരുത് കേട്ടോ. അപ്പൊ ഞാൻ എന്താ അത് ചോദിച്ചപ്പോ പറഞ്ഞു, വേറെ സെന്ററിൽ പോയപ്പോ ചെറിയ കുറെ 5ാം ക്ലാസ്സിലെ കുട്ടികളെ കൂടെ എന്നെ ഇരുത്തിയത്, എനിക്ക് ഭയങ്കര മടിയായി. ആ കുട്ടികൾ എന്നെ കളിയാക്കി, 10ാം ക്ലാസ്സിൽ എനിക്ക് അക്ഷരം അറിയില്ല, എനിക്കും ഓർക്കും അറിയില്ല, പക്ഷെ ഇന്നെ ഒറ്റക്ക് പഠിപ്പിച്ചെന്നാ മതി കേട്ടോ എന്ന് പറഞ്ഞു ആ കുട്ടി. ആ കുട്ടീനെ റെമഡിയൽ സെന്റർക്ക് റെഫർ ചെയ്തു, അങ്ങനെ തന്നെ പഠിപ്പിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു. സ്ക്രൈബ് വെച്ച് 10th എഴുതി, സ്ക്രൈബ് വെച്ച് എന്തായാലും പാസ്സാവുമല്ലോ. അതിനുള്ള ഒരു അക്സെപ്റ്റൻസ് പാരന്റ്സിന് കൊടുക്കുക എന്നുള്ളത് അവിടെ ഡ്യൂട്ടി. 10ാം ക്ലാസ്സിലത്തെ ഒരു കുട്ടി വന്ന് 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ജയിപ്പിച്ചു തരണം എന്നൊരു പാരന്റ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പോസിബിൾ അല്ല. LD ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടത് ആ പാരന്റിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ആ പാരന്റിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവും? നിങ്ങളെ കുറച്ച് മുന്നത്തേക്ക് ഇങ്ങനെ പൊടി തട്ടണേ. ഷാഫി സാർ എടുത്ത വിഷ്വൽ ഡിസ്ക്രിമിനേഷൻ, ഓഡിറ്ററി ഡിസ്ക്രിമിനേഷൻ, അതുപോലെ ഞാൻ എടുത്ത LD, DTLD, ഇതൊക്കെ ഒന്ന് പൊടി തട്ടി പഠിച്ചു നോക്കണേ. ജാനുവരി പകുതിയിൽ നിങ്ങളെ ഇന്റേൺഷിപ്പിന് വിടും. കംപ്ലീറ്റ് ആയിട്ടൊന്നും നിങ്ങളെ വിടൂല. ഇനി അവിടെ നിങ്ങൾ പഠിച്ചിട്ട് വരണം, ബാക്കി നമ്മൾ പഠിപ്പിക്കും. ജനുവരിയിലാണോ മാം ഇന്റേൺഷിപ്പ്? ആ, എങ്ങടെ പോണേ? എനിക്ക് അല്ല, ഇവിടെ എവിടെ സ്ഥലം എവിടെയായിരിക്കും? നിങ്ങളെ അടുത്തുള്ള സ്കൂള്, നിങ്ങളെ അടുത്തുള്ള സെന്റർ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക. അങ്ങോട്ട് വരണ്ട, സ്കൂളുകളിലാണ്. ഇപ്പോ തൗഫീഖ് സ്കൂളാ മദ്രസ അധ്യാപകനാ? മദ്രസ. അപ്പൊ ഫുൾ ടൈം ഡ്യൂട്ടി ഉണ്ടോ? ഇല്ലല്ലോ, മോർണിംഗ് ടു ഈവനിങ് വരെ ഫ്രീ അല്ലേ? ഇല്ലല്ല, 8 മണി വരെ ഉള്ളൂ രാവിലെ. അപ്പൊ അതിനുശേഷം ഫ്രീ ആണെങ്കിൽ പറ്റുമെങ്കിൽ ഏതെങ്കിലും അടുത്തുള്ള സ്കൂളുകളിലും കൂടെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലെങ്കിലും പോവാൻ നോക്കാം. എന്നാലേ നമുക്ക് ആ, ഇത് കഴിഞ്ഞ തൊട്ടടുത്ത് ഒരു സ്കൂളുണ്ട്. ആ ഇത് കഴിഞ്ഞൊരു റെമഡിയൽ ട്രെയിനറായി ഇറങ്ങണമെങ്കിൽ നമുക്ക് റീച്ചും കൂടെ കിട്ടണം. ഇങ്ങനെ ഒരാൾ ഇത് ചെയ്യുന്നുണ്ട് എന്ന് അറിയണ്ടേ. ഉം. അപ്പൊ പുറത്ത് സ്കൂളിൽ പോകണം, അന്വേഷിച്ച് നോക്കിട്ടോ ഏറ്റവും കൺവീനിയന്റ് സ്കൂൾ ഏതാന്ന്. ഇപ്പൊ ഇനി സ്കൂൾ പൂട്ടൊക്കെ കഴിഞ്ഞ് ഇവിടെ തുറന്ന്. ഇവിടെ റെഡിയാണ്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ. എല്ലാവരും ചോദിച്ചു നോക്കുക. അസസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പോഴേക്ക് ഏകദേശമൊക്കെ ആവും. തിയറികളൊന്നും അല്ലെങ്കിലും നിങ്ങൾ പോകേണ്ട ഒരു കുറച്ച് നിങ്ങൾക്ക് തരും, ബാക്കി നിങ്ങൾ അവിടെ വീണ് പഠിക്കാറില്ല, അത് പഠിച്ചു വന്നിട്ട് ബാക്കി നമ്മൾ ക്ലിയർ ചെയ്തു. ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പൊ സെറ്റ് അല്ലേ? ഈ ഓപ്പറന്റ് കണ്ടീഷനിങ് ഇപ്പൊ മനസ്സിലായില്ലേ? ക്ലാസിക്കൽ കണ്ടീഷനിങ് എടുത്തു, ഓപ്പറന്റ് കണ്ടീഷനിങ് എടുത്തു. ക്ലാസിക്കൽ കണ്ടീഷനിങ് പട്ടിയിലായിരുന്നു. പട്ടി പാവലോ എന്ന് പഠിക്കുക, പാവം അയാളെ എന്നും വിളിക്കും എല്ലാരും, പക്ഷെ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് പട്ടി പാവലോ എന്ന് പറയാ. ഇത് എലി സ്കിന്നർ ട്ടാ, നിങ്ങൾക്ക് എക്സാമിനൊക്കെ എഴുതുമ്പോ എലി സ്കിന്നർ.
അല്ല, എക്സാമിന്റെ ടൈം ആവുമ്പോഴേക്കാണ് ഇന്റേൺഷിപ്പ് എന്ന് വെച്ചാൽ അതാ ഞാൻ ചോദിച്ചത്. എക്സാം ഏകദേശം ഏപ്രിലോ എന്തോ ആണെന്ന് പറഞ്ഞിരുന്നു സാറിന്റെ അടുത്ത് ചോദിച്ചപ്പോ. മെയ് ആണോ ഏപ്രിൽ ആണോ ഓർമ്മില്ല. മെയ് ആയിരിക്കും. മെയ് മെയ് മാസം. മെയ് മെയ് 3rd. മാസത്തിലാണ്. മെയ് 3rd. ഓക്കെ. അപ്പൊ ഞാന് എന്താ പറയാ, ഇന്റേൺഷിപ്പിന്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. കുഴപ്പമില്ല, എക്സ്പോഷർ കിട്ടുമല്ലോ, ഒക്കെ സെറ്റ് ആക്കാം. നമുക്ക് എന്ത് ഇത് ഉണ്ടെങ്കിലും നമുക്ക് ശരിയാക്കാം. നമ്മുടെ ടൈമിനനുസരിച്ച് ചോദിച്ചറിയാം. പോവണം, നിങ്ങൾ പുറത്ത് പോയിട്ടേ കാര്യമുള്ളൂ. ഇത് മാത്രം അല്ല, പഠിച്ചിട്ട് കാര്യം. കുഴപ്പമില്ല. ഇവിടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളിൽ ഏകദേശം സെറ്റ് ആക്കാൻ പറ്റുമെന്ന് ചോദിക്കണം. അത്രേ ഉള്ളൂ. ചെറിയ സ്കൂൾ, ചെറിയ ക്ലാസ്സുകൾ എടുക്കുക, LP UP എടുക്കുക കേട്ടോ. ഹൈസ്കൂളിലേക്ക് പോകണ്ട. കാരണം അവരൊക്കെ തറവായി നിൽക്കണവരെ, ഓരോ നിങ്ങൾക്ക് ഒരു ചേഞ്ച് പോലും ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റൂല. അത് നോക്കട്ടെ മാം. ഏകദേശം ഒരു ജനുവരി 5th ഫെബ്രുവരിയോ സ്റ്റാൻഡേർഡ് വരെയുള്ളവരെടുക്കുക. അപ്പോ ഈ ഈ മറ്റേ എന്താ പറയാ, ഷാഫി സാർ അന്ന് കാണിച്ചതിൽ കുറെ എന്താ പറയാ പിക്ചറും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പോ കൃത്യമായിട്ട് ഒരു LD കുട്ടിയാന്ന് ടീച്ചർ റെഫർ ചെയ്ത് നമുക്ക് തരികയാണെങ്കിൽ അവരിൽ അത് ടെസ്റ്റ് ചെയ്യുക. ആദ്യം അല്ല, എല്ലാവരിലും ഇത് ടെസ്റ്റ് ചെയ്യണ്ട. മൊത്തം കുട്ടികളെ കൊണ്ട് അത് അതിന് LD കുട്ടികൾ അങ്ങനെ അല്ല അല്ലേ? ആദ്യം നമ്മളെ ഒരു സ്കൂളിലേക്ക് പോകുമ്പോൾ പൊതുവെ 4ലോ 5ലൊക്കെ നിങ്ങൾ പോകണമെങ്കിൽ 4ലോ 5ലോ 3ലൊക്കെ ആണെങ്കിലും ആ ടീച്ചേഴ്സിന് ഒരു കൺസേൺ ഉണ്ടാവും. കുട്ടികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും, അക്കാദമിക്സിൽ പുറകിലല്ലേ. അങ്ങനെ പറയുന്ന കുറച്ച് കുട്ടികളെ നമ്മൾ എപ്പോഴും സ്പെഷ്യൽ റെമഡിയൽ ട്യൂഷനാണ് നമ്മൾ കൊടുക്കുന്നത്. റെമഡിയൽ എടുക്കാനാന്ന് പറഞ്ഞിട്ട് ഒരു 10-15 എണ്ണത്തിന് അല്ലെങ്കിൽ ഒരു 20 എണ്ണത്തിന് എടുക്കുക. അതിൽ നിന്ന് നമ്മളൊരു ബേസിക് ടെസ്റ്റ് നടത്തുക. അതായത് മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 1ാം ക്ലാസ്സുകാരന് കൊടുക്കുന്ന റേറ്റിംഗ് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊടുത്തിട്ട് ഈ കുട്ടികളിൽ നിന്ന് ഏറ്റവും കുഴപ്പമുള്ള പ്രശ്നക്കാരായിട്ടുള്ള ഒരു 5 പേരെങ്കിലും എടുക്കുക. നമുക്ക് കുറെ ആൾക്കാരൊന്നും ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ ടീച്ചേഴ്സിന് ഭയങ്കര ഇഷ്ടാവും നിങ്ങളെ. കാരണം എല്ലാ ക്ലാസ്സിലും തല്ലുകൊള്ളി കുട്ടികളെയാണ് നിങ്ങൾ എടുക്കാൻ പോണേ. കാരണം അവർ ആ ക്ലാസ്സിൽ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളെ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും. അപ്പോ അവർ തരും. പക്ഷെ കുറെ എണ്ണത്തിനെടുത്ത് നിങ്ങൾക്ക് പ്രയാസമാവും. കാരണം എന്താ, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഭയങ്കര ഉത്സാഹം കുട്ടികളൊക്കെ പഠിപ്പിച്ച് ശരിയാക്കണം. പക്ഷെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചവര് ദഫുമുട്ടലും പാത്രതാക്കലും നമ്മൾ ഒരു വിലയും ഉണ്ടാവില്ല. വിളിച്ചാലും വരൂല. നമ്മൾ കളിപ്പിക്കുന്ന ടീച്ചറല്ലേ, നമ്മൾ പഠിപ്പിക്കുന്ന ടീച്ചറല്ല. ആ ഒരു നബിദിനായ ഉച്ചഭക്ഷണം കഴിഞ്ഞാല് ആയിട്ടുള്ള ദഫുമുട്ട ആ ഒരു സമയത്ത് ഞാൻ പോയിരുന്നു. ഭയങ്കര ദഫ് പ്രാക്ടീസ് ആവും പ്ലേറ്റും കൊണ്ട്. പറഞ്ഞാൽ ചിലപ്പോ കേൾക്കൂല, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പൊ നമുക്ക് കുറച്ചെണ്ണത്തിന് എടുത്താൽ മതി. നിങ്ങൾക്ക് 5 കേസ് എടുത്താൽ മതി. 10 കുട്ടികളെ എടുത്തു കഴിഞ്ഞാലും കേസുകളായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ട 5 പേരതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ 5 പേരിൽ ഫോക്കസ് ചെയ്യുക. 1 മന്ത് കൊണ്ട് എന്തെങ്കിലും ഒന്ന് അവരെ പഠിപ്പിക്കാനോ, ഒന്നും പഠിപ്പിച്ചിട്ടില്ലെങ്കിലും ഒരു കോൺഫിഡൻസ്, എനിക്ക് പഠിക്കണം, എനിക്ക് ഇങ്ങനെയാണ് എന്നുള്ള ആ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താലും മതി. സപ്പോർട്ട് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക, അതിന്റെ പാരന്റ്സിനെ മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടീസ്. ഇന്റേൺഷിപ്പിന് സ്പെഷ്യൽ ഗൈഡൻസ് തരും. ജാനുവരിയിൽ 2 ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും കേട്ടോ. സൺഡേകളിൽ 2 സൺഡേ ഉണ്ടാവും. അപ്പൊ ഓക്കെ, ശരി. നമ്മൾ അടുത്ത ക്ലാസ് നിന്റെ ഓഫ്ലൈന് നിന്റെ ആ റെക്കോർഡിങ്സ് അയക്കണേ. ഞാന് വൈകിയ കൊറേ ലേറ്റ് ആയി അല്ലേ? ആ അടുത്ത മാം, ക്ലാസ് നാളെ മറ്റേ ഇന്റേൺഷിപ്പിന്റെ ക്ലാസ് ഇല്ലേ? നാളെ 3 ദിവസം. മനാലിന് ഇനി ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഓക്കെ, എന്നും ക്ലാസ് ഉണ്ട്. വയറ് നിറച്ച് ക്ലാസ് ഉണ്ട്. ആള് നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ ഇന്റേൺഷിപ്പിന് കയറിയിരിക്കണേ. കൗൺസിലിംഗ് ആറ് ഇന്റേൺഷിപ്പിന്. പിന്നെ ചൈൽഡ് കൗൺസിലർ എന്നുള്ളവർക്കും ഉണ്ടാവില്ല ഇത്? അങ്ങനെ സ്റ്റുഡന്റ് കൗൺസിലർ. സ്റ്റുഡന്റ് കൗൺസിലർ എന്നുള്ള അത് ഏറ്റവും അല്ല മാം, ഈ നിങ്ങളെ കോഴ്സ് എന്താണോ? നിങ്ങളെ കോഴ്സ് റെമഡിയൽ ട്രെയിനർ ആണ്. അതായത് LD കുട്ടികളെ മാനേജ് ചെയ്യുന്ന, അതായത് നിങ്ങളെ ഡെസിഗ്നേഷൻ റെമഡിയൽ ട്രെയിനറാണ്. അതേസമയം നിങ്ങളെ ഒപ്പമുള്ള മറ്റേ സ്റ്റുഡൻസ് ഇല്ലേ, PG ഡിപ്ലോമ ആൻഡ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി, അവരാണ് സ്റ്റുഡന്റ് കൗൺസിലർ ആവാൻ പറ്റുന്നത്. അവരെങ്ങനെയാ വെച്ചാൽ വിത്ത് ടീച്ചിങ് എക്സ്പീരിയൻസ്. ഒരു ടീച്ചിങ്ങിന്റെ എന്തെങ്കിലും അവർക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ ഈ ഒരു ഇത് വന്നാല് അവര് സൈക്കോളജിക്കൽ കൗൺസിലേഴ്സ് ആണ്. അപ്പൊ അവര് സ്റ്റുഡന്റ് കൗൺസിലർ എന്നുള്ള ലേബൽ കിട്ടും. ചൈൽഡ് അതിൽ കൗൺസിലർ ഒന്നല്ലേ? സ്റ്റുഡന്റ് കൗൺസിലറും ചൈൽഡ് കൗൺസിലറും ഒന്നാ. സൈക്കോളജിസ്റ്റ് അല്ല കേട്ടോ അവരാരും. പലപ്പോഴും പലരും അങ്ങനെ ചെയ്യാറുണ്ട്. കൗൺസിലർ ആണ്. ജസ്റ്റ് ഒരു ഡിപ്ലോമ ചെയ്തവരൊക്കെ കൗൺസിലർ ആണ്. 3 മന്ത് ആയാലും 1 ഇയർ ആയാലും. UG PG കഴിഞ്ഞവർ അല്ലെങ്കിൽ UG ചെയ്യാതെ PG ചെയ്തവർക്കും നമുക്ക് സൈക്കോളജിസ്റ്റ് എന്ന് പറയാം. ശരിക്ക് 3 വർഷത്തെ UG BSc BA സൈക്കോളജി അല്ലെങ്കിൽ 2 വർഷത്തെ MSc MA സൈക്കോളജി വിത്ത്
ഒരു ഏതെങ്കിലും സ്പെഷ്യലൈസ്ഡ് ഡിപ്ലോമ ചെയ്തവരാണ് സൈക്കോളജിസ്റ്റുമാര്. അപ്പോ ഞാൻ റെക്കോർഡിങ്സ് പ്രൊവൈഡ് ചെയ്യാം. ഈ PPT-യിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വേണ്ടല്ലോ. ഇതിൽ വേറെ എന്തോ തിയറികളൊക്കെ ഉണ്ടോ? ഇല്ല, ഇത് തന്നെ ഉള്ളൂ. ഇത് വേറെ കുറച്ച് ഇൻട്രോ ഉണ്ട് എന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ PPT ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ശരി. അല്ല അല്ല പിന്നെ നമ്മളെ ഞാൻ ക്ലാസ്സുകളെ ഉം. പറഞ്ഞു. പറഞ്ഞോളി. ഈ എക്സാമിന് മുമ്പായിട്ട് തന്നെ മറ്റേ ഇത് നമ്മ റെമഡിയൽ, അതായത് സ്കൂളിൽ പോയിട്ട് അതിന്റെ ഒരു ഇന്റേൺഷിപ്പിന്റെ ആ ഒരു കേസ് പറഞ്ഞല്ലോ, 5 കേസെങ്കിലും എടുക്കണം. അത് എക്സാമിന് മുമ്പായിട്ടാണോ അതൊക്കെ സബ്മിറ്റ് ചെയ്യാ? അതെ, എക്സാമിന്റെ ഒരു ആ പേപ്പറാണ് നിങ്ങളുടെ അത് സബ്മിഷൻ ടൈം കുറെ ഉണ്ട്. കാരണം ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് ലാസ്റ്റോ ഏപ്രിൽ ഫസ്റ്റോ ഒക്കെ ചെയ്താൽ മതി സബ്മിറ്റ് ചെയ്യേണ്ട ടൈം. അപ്പൊ ബാക്കി പേപ്പർ കിട്ടുന്നതിന്റെ കൂടെ തന്നെ ഇതും കൂടി സബ്മിറ്റ് ചെയ്യാം അങ്ങനെ. ഇത് ടാസ്ക് അല്ല കേട്ടോ. റൈറ്റ് ചെയ്യുന്ന ടാസ്ക് അല്ല. കേസ് റൈറ്റിംഗ് ഞാൻ പഠിപ്പിച്ചു തരും. ഒരു കുട്ടീനെ കിട്ടിയ എങ്ങനെ കേസ് എഴുതണം ഞാൻ പഠിപ്പിച്ചു തരും. അതിന്റെ പാറ്റേണും തരും. അതിൽ ജസ്റ്റ് ഹാൻഡ് റിട്ടൺ ചെയ്ത് നിങ്ങൾ സ്പൈറൽ ബൈൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഉം. ഓക്കെ, ഓക്കെ. ഈ റെക്കോർഡിങ്സ് ആ യൂട്യൂബില് ഒന്ന് കേൾക്കാൻ പറ്റില്ലേ? യൂട്യൂബിൽ അത് തരാൻ പറ്റുമോ മാം? അൺലിസ്റ്റോ പ്രൈവറ്റ് ആക്കിയാ പോരെ? നിങ്ങൾ ചോദിക്കണം, ഷാഫ് സാറോട് ചോദിക്കണം. ചോദിച്ചോളാം. നല്ല ബുദ്ധിമുട്ടുണ്ട് മറ്റേ അങ്ങോട്ട് നീക്കാൻ നമുക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ബാക്കറി കമ്മ്യൂണിലേക്ക് ആക്കുക പ്രശ്നമുണ്ടാവും. തന്നെ അല്ലെ? ഞാൻ എന്താണോ എനിക്ക് റെക്കോർഡിങ്സ് അങ്ങനെ ചെയ്യാനേ അറിയുള്ളൂ. അതായത് അതിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനേ അറിയുള്ളൂ. യൂട്യൂബിലേക്ക് പേസ്റ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല. അത് സാറ് ചെയ്യണം. സാറ് ചെയ്ത ആ ടാസ്ക് നടക്കും. അപ്പൊ നിങ്ങൾ സാറിനോട് നിങ്ങളെ ഫോണിൽ ഇപ്പൊ ആ വീഡിയോ കിട്ടൂലേ? എനിക്ക് എന്റെ ലാപ്പിലാണ്. ലാപ്പിൽ ഈ വീഡിയോ വന്നിട്ടുണ്ടാവും. അത് നേരെ യൂട്യൂബ് കയറ്റുന്ന പണി ഉണ്ടാവുള്ളൂ. അന്ന് സാറ് പറഞ്ഞാൽ മതി. അതൊക്കെ അറിയില്ല. സാറിന് അറിയാത്. സാർ അത് ചെയ്യാത്തോണ്ടാണ്. അതാ ഞാൻ സാറിനോട് ചോദിക്കുന്നത്. അതെ, ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, ഈ സംഭവം കുറച്ച് കഴിയുമ്പോ മിസ്സായി പോകുന്നുണ്ട്. ഇത് ഞാൻ പക്ഷെ കേൾക്കാനിട്ടല്ല നിങ്ങൾ ചോദിക്കുന്നതൊന്നും. പക്ഷെ എന്താണോ, 4 ബാച്ചിലെ സ്റ്റുഡൻസ് ഈ 10-40 ഒരുപോലെ എന്നോട് ചോദിച്ചാലുള്ള അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്റെ മെസ്സേജ് ഒക്കെ അങ്ങനെ കിടക്കാം. ഞാൻ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ. അതെ, ഇതിപ്പോ റിപ്പീറ്റ് ചെയ്ത മാമിന്റെ ക്ലാസ് കേട്ടത് എനിക്ക് എന്റേതായ രീതിയിലോട്ടൊന്ന് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 1 മണിക്കൂറത്തെ ക്ലാസ് ആണെങ്കിൽ ഞാനത് 2 മണിക്കൂർ വെച്ചിട്ടാണ് ഈ സംഭവം സെറ്റാക്കി എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങളെ തൗഫീഖൊന്നേ സാറിനോട് പറയണം, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഒരു അഭിപ്രായം ഞങ്ങളുടെ പ്ലേ ലിസ്റ്റ് ഇട്ടരണം എന്ന് പറഞ്ഞാൽ മതി. യൂട്യൂബിലേക്ക് ഇട്ട് പ്ലേ ലിസ്റ്റ് ഇട്ടരാൻ പറയാം. അപ്പൊ സാർ ആ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് അടുത്തടുത്ത് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ വന്നോളൂ. കോപ്പറേറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അൺലിസ്റ്റ് ആക്കി ഇട്ടാൽ മതി. അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കി ഇട്ടാൽ പ്രശ്നം ഉണ്ടാവില്ല. ഇതെന്താ മറ്റേ സാറ് പ്രസന്റ് ചെയ്യുമ്പോ വീഡിയോ പ്രസന്റ് ചെയ്യുമ്പോഴേ യൂട്യൂബ് കയറാത്തുള്ളൂ. ഞാനിപ്പോ വീഡിയോ ഒന്നും ടിവിത്തെ അല്ലെങ്കിൽ സിനിമത്തെ വീഡിയോ ഒന്നും ആഡ് ആക്കാത്തോണ്ട് അത് യൂട്യൂബിൽ കയറും. അങ്ങനെ വീഡിയോ ഉണ്ടാവുന്ന പ്രശ്നമുള്ളൂ. അത് യൂട്യൂബ് കട്ടാക്കി പിന്നെ ഒന്ന് ക്ലാസ് കഴിഞ്ഞാൽ തന്നെ സാറിനോട് പറയാം, സാറ് യൂട്യൂബിലേക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ലിസ്റ്റ് ഇട്ടുതരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് പേപ്പറാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് പേപ്പറിലെ LD ഒക്കെ കുറച്ച് ഇങ്ങനെ പറഞ്ഞു, തിയറികളൊക്കെ അവിടെയാണ്. പക്ഷെ ഇപ്പൊ ഫസ്റ്റ് പേപ്പറിൽ അപ്പൊ ആ ഒരു ഓർഡർ തന്നെ പോകുന്നത് കണ്ടിണ്ടാവുമല്ലോ. അത് പേപ്പർ വെച്ച് ഈ സംഭവം അങ്ങോട്ട് ഫോർവേഡും ചെയ്യാൻ വയ്യ, ബാക്ക്വേർഡും ചെയ്യാൻ വയ്യ. ഈ സംഭവം ബാക്ക്വേർഡ് ചെയ്യുമ്പോ ഫുള്ളങ്ങ് പോകും. അത് കഴിഞ്ഞ് പിന്നെ എത്ര മിനിറ്റ് കണ്ടു എന്നറിയില്ല. മൊത്തത്തില് ഇന്നൊരു ക്ലാസ് നോക്കിയിട്ട് ഏതോ ഒരു ക്ലാസ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞ 1 മണിക്കൂർ കൊണ്ട് 22 മിനിറ്റിന്റെ ക്ലാസ് കേട്ടിട്ടുള്ളൂ. ആ 1 മണിക്കൂർ അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി. എനിക്കറിയില്ല, ഞാൻ ഇതുവരെ റെക്കോർഡിങ്സ് കേട്ട് നോക്കിയിട്ടില്ല. അതുകൊണ്ട് അതിന്റെ അങ്ങനെ വിഷയമുണ്ട്. പ്രയാസം നമ്മള് അങ്ങനെ നീക്കി കഴിഞ്ഞാലേ അതിനാകെ എവിടെ എത്താൻ മനസ്സിലാവില്ല. മുമ്പ് കേട്ടത് സ്റ്റാർട്ട് ചെയ്യാൻ എനിക്ക് മാത്രമുള്ളൊരു പ്രശ്നമാണെന്ന് വിചാരിച്ചത്. അല്ലേ, എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന 1 hour കഴിഞ്ഞ് അത് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ചിവി എന്തായാലും ക്ലാസ് കേട്ടിട്ടില്ല, ഞാൻ പേഴ്സണലി അയച്ചു തരാം. പക്ഷെ നിങ്ങൾ സാറിനോട് യൂട്യൂബിലേക്ക് ആക്കി തരാൻ പറയും കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ശരി, ഓക്കെ, ബൈ.